റഹീം ഒന്ന് ഓർഗനൈസ് അല്ലാത്ത ബാക്കിയെല്ലാം ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? തുടങ്ങിയ ഉടനെ ചെയ്യും. താങ്ക് യു. റഹീം നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, അത് ഫേസ്ബുക്കിലൂടെ ഒന്ന് പോസ്റ്റ് ചെയ്തേക്കാം. ഒന്ന് കൺഫേം കൂടെ ചെയ്യാം. അഭിഷേക് ഇപ്പൊ ലൈവ് ആയിട്ടുണ്ടാവില്ലേ? തുടങ്ങിക്കൂടെ? ലൈവ് ആയിട്ടുണ്ട്. ഞാൻ 35 തുടങ്ങാന്ന് പറഞ്ഞതാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സുരേഷ്. ഐ തിങ്ക് 1 മിനിറ്റേ ഉള്ളൂ. സോ യു കൻ സ്റ്റാർട്ട്. റഹീം ഫേസ്ബുക്കിലൂടെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ? ഞാൻ ഇട്ടേക്കാം. സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ. മനോജേ അറിയോ? സ്റ്റാർട്ട് ചെയ്യാനേ? സ്റ്റാർട്ട് ചെയ്യൂ. അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദർശന പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ പുരോഗമന പ്രസ്ഥാനങ്ങളുമൊക്കെയായി ബന്ധമുള്ള പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഘടനയാണ്. സംഘടനയുടെ ആനുവൽ ജനറൽ ബോഡിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് നാം ഇത്തരത്തിൽ ഒരു വെബിനാർ സംഘടിപ്പിക്കുന്നത്. സംഘടനയുടെ വിവിധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാം ഏറ്റെടുക്കുന്ന വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള ചർച്ചകളും അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നത് ഈ വെബിനാറുകളുടെ ഒരു ലക്ഷ്യമാണ്. പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായി ഇടപെടുകയും 1987, 98, 91 കാലഘട്ടത്തിൽ അവിടുത്തെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ നയിക്കുകയും ചെയ്ത പ്രധാനപ്പെട്ട ഒരു സഖാവായിരുന്നു സഖാവ് ബിജു ചെറിയാൻ. അദ്ദേഹത്തിന്റെ കോളേജ് ജീവിതകാലം സംഭവബഹുലമായിരുന്നു. ഒട്ടേറെ ത്യാഗോജ്ജലമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു കാലഘട്ടമായിരുന്നു അത്. പഠിക്കുക, പോരാടുക എന്ന മുദ്രാവാക്യം കൃത്യമായും അന്വർത്ഥമാക്കിയ പ്രവർത്തനങ്ങൾ പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജ് നടന്നിരുന്നൊരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. അദ്ദേഹം ക്യാമ്പസിൽ നിന്ന് പുറത്തുപോയി 1997 ആകസ്മികമായി നമ്മളെ വിട്ടുപിരിയുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ ഒരു 10ാം ചരമവാർഷികത്തോട് അനുബന്ധിച്ചാണ് പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജ്. എത്ര വയസ്സായിട്ടുണ്ടായിരുന്നു സുരേഷ് അദ്ദേഹത്തിന്? അന്ന് 25 വയസ്സ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു 27 വയസ്സ് മരണം അടയുന്ന സമയത്ത്. അദ്ദേഹത്തിന്റെ 10ാം ചരമവാർഷികം വരുന്ന സമയത്ത് 2007 അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ ഒരു ഓർമ്മ നിലനിർത്താൻ കഴിയുന്ന രൂപത്തിൽ ഒരു എന്താ പറയാ കൂട്ടായ്മ രൂപീകരിക്കണം എന്ന് ആലോചിക്കുകയും അത് ആ ഒരു ലെവലിൽ നിന്ന് മാറി അദ്ദേഹത്തിന്റെ ബാച്ചിലെ കുട്ടികളുടെ ഒരു കൂട്ടായ്മ എന്ന ലെവലിൽ നിന്ന് മാറി കാമ്പസിൽ തന്നെ പുരോഗമന പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളുടെയും ഒരു കൂട്ടായ്മ എന്ന രൂപത്തിലേക്ക്
മാറുന്നതാണ് നാം കാണുന്നത്. അങ്ങനെയാണ് 2007 ദർശന എന്ന സംഘടന രൂപം കൊള്ളുന്നത്. നിരവധി പ്രവർത്തനങ്ങൾ ദർശന ഈ കാലഘട്ടത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട്. ബിജു ചെറിയാൻ മുന്നോട്ട് വെച്ച ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നിലയിൽ തന്നെയുള്ള പ്രവർത്തനങ്ങളാണ് ദർശന ഈ കാലഘട്ടത്തിൽ ഏറ്റെടുത്തിട്ടുള്ളത്. ഞാൻ ആ പ്രവർത്തനങ്ങളെ വിശദീകരിക്കാനൊന്നും ഈ സന്ദർഭത്തിൽ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്തുന്നതോടൊപ്പം തന്നെ അർത്ഥസമ്പുഷ്ടമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും അദ്ദേഹത്തിന്റെ പേരിൽ ഒരു എല്ലാ ആനുവൽ ജനറൽ ബോഡിയുടെയും ഭാഗമായി ഒരു ടോക്ക് സംഘടിപ്പിക്കുക എന്ന് നാം തീരുമാനിക്കുന്നത് അങ്ങനെയാണ്. ആ നിലയ്ക്ക് നമ്മുടെ 14ാം ആനുവൽ ജനറൽ ബോഡിയുടെ ഭാഗമായി കാർഷിക രംഗത്തുള്ള പ്രശ്നങ്ങളും അതിൽ സയൻസ് ആൻഡ് ടെക്നോളജി അതുപോലെ തന്നെ റൂറൽ ടെക്നോളജി ഒക്കെ ഏത് നിലയിലാണ് ഉപയോഗപ്പെടുത്താൻ കഴിയുക, പ്രത്യേകിച്ചും കേരളത്തിന്റെ ഒരു പൊതുസ്ഥിതിയിൽ എങ്ങനെയാണ് അക്കാര്യത്തിനകത്ത് നമുക്ക് ഇടപെടാൻ കഴിയുക എന്നതൊക്കെ ആലോചിക്കുക എന്ന നിലയ്ക്കാണ് ഇത്തവണത്തെ ബിജു ചെറിയാൻ എൻഡോമെന്റ് സ്പീച്ച് റൂറൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്താം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഇന്ത്യയിലെ 58% വരുന്ന ജനവിഭാഗങ്ങൾ അവരുടെ ഉപജീവനത്തിന് പ്രധാനമായി ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് കൃഷി. ഇത്തവണ നമ്മുടെ കൃഷിയുടെ ഒരു GDP-യിലെ പങ്ക് കുറച്ച് ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ 2020 20% ആയിട്ടുണ്ട്. അതൊരു 17-നും 19-നും ഇടയ്ക്കായിരുന്നു കുറെ കാലമായിട്ടുണ്ടായിരുന്നത്. അത് 20% ആവുന്നതിൽ യഥാർത്ഥത്തിൽ മറ്റ് മേഖലകളുടെ പങ്കിന് വലിയ കുറവ് സംഭവിച്ചതാണ് കാരണം, അല്ലാതെ കൃഷിയിൽ എന്തെങ്കിലും പെട്ടെന്നുണ്ടായിട്ടുള്ള വളർച്ച കൊണ്ടല്ല എന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. ഇന്ത്യൻ കാർഷിക മേഖല വലിയ ക്രൈസിസിനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. 58% വരുന്ന ജനവിഭാഗങ്ങൾ ഈ 19-20% വരുന്ന GDP മാത്രമുള്ള ഒരു മേഖലയെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ അതിൽ തന്നെ വലിയൊരു വിഭാഗം വൻകിട ഭൂപ്രഭുക്കന്മാരൊക്കെ ആയി ഈ മേഖലയെ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്വാഭാവികമായും എങ്ങനെയാണ് കാർഷിക മേഖലയെ സാധാരണ മനുഷ്യന്റെ ഉപജീവന ഉപാധിയായി മാറ്റുന്നതിന് എങ്ങനെയാണ് ഇടപെടാൻ കഴിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പം കേരളത്തിൽ കൃഷി ഉപജീവന മാർഗമായിട്ടുള്ള ആളുകളുടെ എണ്ണം പൊതുവെ കുറവാണ്. കാരണം നമ്മളൊക്കെ പലരും കൃഷിക്കാരാണ് എന്ന് പറയുമ്പോൾ തന്നെ അവർ ഞായറാഴ്ച കൃഷിക്കാർ എന്ന രൂപത്തിൽ പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. എന്നാലും ഈ രംഗത്ത് ഏതൊക്കെ നിലയിലുള്ള ഇടപെടലുകളാണ് സാധ്യമാകുക, പ്രത്യേകിച്ചും ശാസ്ത്ര സാങ്കേതിക വിദ്യയെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്താൻ കഴിയുക എന്നത് സംബന്ധിച്ച് ഫലപ്രദമായിട്ടുള്ള ഒരു ചർച്ച നടക്കേണ്ടതുണ്ട് എന്നാണ് ദർശന കാണുന്നത്. ആ നിലയിലാണ് നമ്മൾ ഇന്ന് ഈ ഒരു ഡിസ്കഷൻ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കിന്ന് നമ്മുടെ ഈ വിഷയത്തിൽ പ്രധാന പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ലഭിച്ചിട്ടുള്ളത് നമ്മുടെ പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാനും പ്രമുഖ അക്കാദമിഷ്യനുമായിട്ടുള്ള ശ്രീ പ്രൊഫസർ VK രാമചന്ദ്രൻ അവറുകളെയാണ്. ഈ രംഗത്ത് പ്രത്യേകിച്ചും അഗ്രേറിയൻ ക്രൈസിസ്, അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി കാർഷിക മേഖലയിൽ ഉപയോഗിക്കുന്നത് സംബന്ധിച്ചൊക്കെ ഒട്ടേറെ ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ശ്രീ VK ആണ്. നേരത്തെ ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസിലും അതുപോലെ തന്നെ ബാംഗ്ലൂരിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിലും ഒക്കെ പ്രവർത്തിച്ച് ഒട്ടേറെ പ്രഭാഷണങ്ങളും പ്രബന്ധങ്ങളും ഒക്കെ ഈ രംഗത്ത് രചിച്ചിട്ടുള്ള ഒരു പ്രധാന വ്യക്തിയാണ്. പശ്ചിമ ബംഗാളിലെയും അതുപോലെ തന്നെ ത്രിപുരയിലെയും ഒക്കെ തന്നെ പ്ലാനിംഗ് ബോർഡുകളിൽ പ്രധാന ചുമതലകൾ നിർവഹിച്ചിട്ടുള്ള, രാജ്യത്തെ കാർഷിക മേഖലയെ മെച്ചപ്പെടുത്തുന്നതിലും അതുപോലെ തന്നെ ഗ്രാമീണ സമ്പദ്ഘടനയെ മെച്ചപ്പെടുത്തുന്നതിലുമൊക്കെ വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ള പ്രൊഫസർ VK ആണ്.
കഴിഞ്ഞ 2 ടേമുകളായി കേരളത്തിലെ പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാനായി പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തെ തന്നെ നമുക്ക് ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നതിന് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഒരു എന്താ പറയാ വലിയ സന്തോഷമാണ്. ഏറെ സന്തോഷത്തോടു കൂടി പ്രൊഫസർ വി കെ രാമചന്ദ്രനെ ഈ ബിജു ചെറിയാൻ എൻഡോമെന്റ് സ്പീച്ചിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം സർ. ഈ പരിപാടിയിൽ തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുള്ളത് എൻ്റെ പഴയകാല സുഹൃത്തും ഇപ്പോഴും സുഹൃത്താണ്, IRTCയുടെ റിസർച്ച് കോർഡിനേറ്ററായി പ്രവർത്തിച്ചു വരുന്ന ശ്രീ BM മുസ്തഫയാണ്. അധ്യാപന ജീവിതം കഴിഞ്ഞ് അധ്യാപന ജീവിത കാലത്തും ശാസ്ത്രാധിത്യ വിഷയത്തിന്റെ പ്രവർത്തനങ്ങളിൽ മുഴുകി ഒരു പൂർണ്ണസമയ പരിഷത്തുകാരൻ എന്ന് പറയാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ മുസ്തഫയുടേത്. ഇന്റഗ്രേറ്റഡ് റൂറൽ ടെക്നോളജി സെന്റർ പാലക്കാടിന്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണസമയം മുഴുകി ജീവിക്കുന്ന മുസ്തഫ സാറിന് തീർച്ചയായും റൂറൽ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങൾ നമ്മുടെ ഈ ചർച്ചയിൽ തീർച്ചയായും ഫലപ്രദമായ ഒരു ഇൻപുട്ട് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. മുസ്തഫ മാഷിനെയും വളരെ സന്തോഷത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ നടത്തുന്ന ചില ഇടപെടലുകൾ ഈ സെമിനാറിന്റെ ഭാഗമായി നാം അവതരിപ്പിക്കുന്നുണ്ട്. കോഴിക്കോട് നിലമ്പൂരുള്ള ആദിവാസി മേഖലയിലെ തേൻ ശേഖരണവും അതിന്റെ വിൽപ്പനയൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് ദർശന ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ശ്രീ ബബീഷും സംഘവും ഇവിടെ വിശദീകരിക്കും. ദർശന കോളേജ് വിദ്യാർത്ഥികളുടെ, പ്രത്യേകിച്ചും എഞ്ചിനീയറിംഗ് പോളിടെക്നിക് വിദ്യാർത്ഥികളുടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രോജക്റ്റുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള ഇഗ്നൈറ്റ് പരിപാടിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിശദീകരണം പാലക്കാട് നിന്നുള്ള മണികണ്ഠനും സംഘവും ഇവിടെ നടത്തും. അതോടൊപ്പം തന്നെ ഈ പരിപാടി സംബന്ധിച്ചിട്ട് ഇവിടെ നടക്കുന്ന പ്രഭാഷണങ്ങളും അതിലുള്ള ആശയങ്ങൾ സംബന്ധിച്ച് നമുക്കിടയിൽ സമാനം നല്ലൊരു ഡിസ്കഷൻ ഇതിന്റെ ഭാഗമായി നടത്തണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ ഡിസ്കഷനും ആളുകൾ സന്നദ്ധമായിട്ടുണ്ടാവും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ഇവിടെ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ ആളുകളെയും, അതോടൊപ്പം ഈ പരിപാടി ഫേസ്ബുക്ക് ലൈവിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെയും ഒക്കെ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയിൽ രാമേന്ദ്ര സാറ് അവതരണം നടത്തിയതിന് ശേഷം അദ്ദേഹത്തിന് പെട്ടെന്ന് പരിപാടിയിൽ നിന്ന് പോകേണ്ടതുള്ളത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്യാവശ്യം ഡിസ്കഷൻസ് ആ പ്രഭാഷണത്തിന്റെ തുടർച്ചയായി തന്നെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷമായിരിക്കും മുസ്തഫ മാഷിന്റെ പ്രസന്റേഷനും ബാക്കി അവതരണങ്ങളും. അതുകൊണ്ട് പ്രൊഫസർ VK ആറിന്റെ അവതരണം കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷൻസ് നമുക്ക് എന്തെങ്കിലും അദ്ദേഹത്തിന്റെ കമന്റ് കിട്ടേണ്ട രൂപത്തിലുള്ള ഏതെങ്കിലും പ്രതികരണങ്ങളോ ചർച്ചകളോ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് അവതരിപ്പിച്ചതിന് ശേഷം നമുക്ക് തുടർന്നുള്ള നമ്മുടെ കാര്യപരിപാടിയായിട്ട് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുന്നു. ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി പ്രൊഫസർ VK രാമചന്ദ്രൻ സാറിനോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത അവതരണ ആമുഖ പ്രഭാഷണം നടത്തുന്നു. സർ, എന്റെ ക്യാമറയും മൈക്കും ഒക്കെ ക്ലിയർ ആണ് സർ? രണ്ടും ക്ലിയർ ആണല്ലോ. ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ ഇതിലില്ല. ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ മതി സർ, ഒരു പ്രശ്നമില്ല. ഞാൻ പിന്നെ ആ സാഹസത്തിന് മുതലാത്തതാണ്. Thank you, my very dear friends. I'm really honored. Thank you very, very much for inviting me to this Biju Cheriyan Memorial Endowment Lecture. I'm really honored by this. And I'm very moved by it's very moving that his classmates after so many years have continued to honor his memory, to honor the memory of somebody who adhered to the slogan of study and struggle, who not only brought together engineering students, but brought
brought them together in a progressive direction. So I'm really honored to speak here, and I'm very, as soon as Suresh mentioned it, I was really looking forward to speaking to you. Though I hope my thoughts will at least encourage some discussion. I'm going to speak today on science and technology in agriculture and the role of science and technology in advancing agriculture. I'm going to speak some things about Kerala, of course. After all, I'm in the State Planning Board of Kerala, and it is always a subject of discussion in Kerala. But I'm also going to speak about this general issue of science and technology as an instrument of advance of agriculture in India as a whole, in our society today. Now, by agriculture today, when I say agriculture, I'm using it in the broadest sense. That is, I'm including the cultivation of seasonal crops, perennial crops, horticulture, aquaculture, livestock, animal rearing, hunting, forestry, and so on. I'm talking about the whole. And broadly speaking today, biological sources are essential, are the core of agricultural activity, right? Agriculture is essential to the survival of humankind, of the human race. It's essential for the provision of food for all people. And we have not made it to a regime of synthetic food or something like that. More than 99% of our food has biological origins. It is not only essential for the provision of food, but for the fulfillment in different degrees of the needs of people with regard to fiber, also with regard to fiber, fuel, and construction material as well. So now, if we are to meet the challenges of providing food to people, providing nutritious food to people, if we are to meet the new challenges of climate change and the ecological pressures to provide food with a sustainable footprint, then agriculture, in my view, needs constant advance. Also, if we are to feed the malnourished, who constitute more than 1 billion people in the world, perhaps much more than 1 billion people in different parts of the world. And in India, I'm not quite sure of the number in India. But progress, please remember, at the time of the Green Revolution, in 1968, in the early years of the Green Revolution, the population that world agriculture sought to feed was about 3.5 billion people. In the next 20, 30 years, it will be about 9.7 or 10 billion people. So if we are to feed people and we are to meet all these, the demands of all these sectors, fiber, fuel, construction material, etc., that are provided by agriculture, agriculture needs constant advance. And in my view, that is going to be the assumption of my talk today, that a key instrument of that advance, is the application of science and technology. Now, so this, in other words, if agriculture needs constant advance, we have to see to the application of modern science and technology to agriculture. You're technologists, you're all engineers, and some of you are scientists, engineers, and different economists and others. This may seem a very obvious thing to all of you, that after all, if we have to meet these targets of feeding and providing for 10 billion people, agriculture does need science and technology. This is actually constantly under challenge today. And unfortunately, it's even spreading to publications of the leading organizations of food and agriculture in the world, that what we really need is not an increase in science, technology, and productivity, for instance. What we need is that science and technology have already achieved enough.
What we need is a reorganization of the institutions of production, a further, a great dependence on the existing historical knowledge of farming communities and farming people, that is the real solution, not the application of science and technology and the increase in productivity. Because given that the land availability in our world is finite, the only way the application of science and technology implies increases in productivity, in the amount produced in value terms and in physical terms per unit of land. Now, so this view itself is under challenge today. And this is an example of what I shall call an unscientific response, but I'll come back to that, to different forms of unscientific response later. But so let's just come to summarize. At the very beginning, I want to say that I believe that agriculture needs constant advance, that science and technology is one of the two main instruments of that constant advance. And that must actually have a big, it must concentrate a great deal on issues of productivity and sustainability. So that scientific advance must concentrate on these. Now, in any case, this was the foundational understanding when we drafted the 13th five-year plan for Kerala. As you know, we are the only state with a 5-year plan. And when we drafted the 5-year plan, the basic understanding for agriculture was that, or a basic slogan, the basic mantra for agriculture was productivity, profitability, and sustainability. Productivity meant more output per unit of land. Profitability meant more income for the actual producers, and lastly, sustainability meant environmental sustainability. And in that, our emphasis was that we should not see profitability, productivity, and sustainability as three warring elements. Three elements at war with each other. Not at all. The whole point of our planning exercise was that we had to develop all three together. Science and the experience of the people had to contribute to all three aspects of. So in any case, so this was the slogan of our 5-year plan. Now let me just divert. In fact, I have something I had not planned to say. Recently, one of my colleagues, he is also my PhD student, Deepak Johnson, he did a very interesting thesis on he worked in Adat Panchayat in Thrissur district, and he worked in another part of the world which has almost exactly the same physical conditions in terms of climate, topography, water availability, and cropping pattern. That is the Mekong Delta. And both of these are societies which have had some kind of land reform. Both are societies where the state supports agriculture, and the state is committed to improving rice cultivation and other forms of cultivation. One of his findings, I won't go into the Vietnam side of his findings, which are very interesting, the comparative side. One of his findings was that in Kerala, we have from 1 hectare of land in Adat, the income from paddy was about 82, 84, in that region, 1,000 per hectare, or 86, I'm not sure, between 82 and 86 thousand rupees per hectare. This was the net income for a farmer. Comparatively, this in Punjab, even in Punjab, it is in the 70s. So how did this happen? Because the government of Kerala has chosen to support very strongly our whole, the whole rice culture, and to preserve rice in our state. We have supported the cost of cultivation by supporting the price of fertilizers and other inputs. We support
price support of the output, that is, we pay a higher price for rice than any other part of India. Through the Padashekaram committees, we have intervened organizationally to try and reap the benefits of scale from agriculture to a certain extent, and marketing is taken care of through our procurement mechanisms. Now, if all of these were not there, it is likely that the net income would reduce. It would still be a profit, but it would reduce by about 50,000 rupees. It would come down to about 30, in the lower 30s. Now, this is that's a huge percentage of the existing net income. In fact, comes from different forms of administrative and institutional support to farmers. Now, this is of course important to us. I'm not saying we should not do this. We should do this. We will continue to support our farmers, particularly in this era of the agrarian crisis. But one thing that we haven't done, and here I refer to Vietnam, is to go on a constant increase in the productivity front. If we are able to double or triple the amount of rice we get from that same acreage, we would be able to, in fact, use our resources for other things in agriculture, for other things altogether. We'd be able to boost agricultural incomes by boosting output itself. This slogan of productivity is essential to our overall policy, and for that we invest in different forms of different types of scientific efforts, etc. In fact, Kerala has among the highest the number of scientific institutions in agriculture, related to agriculture and life sciences in Kerala is a very large number. Now, let us also go to, so I've talked about productivity, I've talked about profitability, even in the case of sustainability. Sustainability and environment, and maintaining the environment through, in the course of high productivity agriculture, is not merely a question of experience. It's not merely a question of care. It is also a question. It's a very, very highly scientific, scientific question. It is a question on which the best thinkers in science and technology and agriculture, whether it's in Kerala or in India or in the world, are addressing them. They're addressing themselves to the problem of sustainability itself. So it's not as if sustainability, that's why I said that profitability, productivity and sustainability should not be seen as opposed goals. They should be seen as part of the same objective. Now, next is we live in a period where there are enormous new developments in agricultural science. Enormous. A few months ago, Pan Longping, the person who's called the father of hybrid rice, died in China. China now, through hybrids, grows is about 12 to 15, if not more, tons per hectare of paddy. We grow about 5.5 in Kerala, 7 across the border in Tamil Nadu, about 7.5. These vary. But China hybrids have a consistent 12, 15, 18 tons per hectare. The hybrids in the field of even in seawater, China has started getting about 6.6 tons per hectare. So these developments in hybrid cultivation is an enormously important development internationally. There are bioengineering, biotechnology has taken different forms. We have transgenics which take genetic qualities from different species, bring them together. For instance, bringing together, for instance, the productivity of a certain variety of rice with, say, the saline resistance of another plant, to experiment with that in improving the quality of both output and the resistance
to external factors, to other types of stresses. Most recently, and of course this is the big new area for development, is CRISPR technology, gene editing. Now this is an extraordinary, this opens up huge new possibilities. I invite you to read, I'll give it to Suresh if you want. I edit a journal, an international journal called the Review of Agrarian Studies. And there's an excellent article on the prospects for CRISPR. As you know, the last Nobel Prize for chemistry went for developments in CRISPR technology. In CRISPR, for instance, you want to increase the shelf life of an apple. You take the genome sequence, you will edit it so as to increase the shelf life. You don't take, unlike transgenics, you don't take genetic material from another species, but within that, within the genome sequence, you edit. Now this opens out, again, huge possibilities in terms of production, supply chains, transformation, productivity, and so on. So we are at a much more exciting and on the threshold of possibilities that did not exist even in the 70s, etc. It was a huge jump. But these are new technologies. These are extremely important developments internationally. A time of great excitement for young scientists and technologists, and it should be for those who are interested in policy as well. In addition, digital technology allows us computer assistance cultivation methods. It makes for the possibility for new forms of mechanization, new forms of tillage and crop care. Now, one thing about the hybrid transgenic CRISPR revolutions is that it also open out the possibility for new dimensions in sustainability. Because now one of the great transgenic rice experimenters, Pamela Ronald, she works at the UC Davis. She got interested in transgenics because her husband is an organic farmer who does not use chemicals. So the purpose was to develop pest-resistant varieties. Similarly, in CRISPR, there are people now who are you'll see that there are people now who are trying to create plants which are super carbon sinks. So the extent to which you replenish the oxygen in the atmosphere is influenced by the way you edit gene edit these particular species. So, in other words, the new developments in science open up possibilities for new productivity, therefore new incomes, and new changes in sustainability itself. It also opens up the possibility of new cultivation methods, new methods of transportation, new possibilities for transportation, preservation, storage, transport, and so on. So this is the stage at which we are. Now, this is particularly exciting for a place like Kerala. Please remember that we are the northeast of India has memorably been called a plant genetic paradise in the world as a whole. Now, Kerala actually has much of the plant resources of the northeast, but we also have marine and water resources. So we have this enormous potential, this enormous biodiversity, richness. And so we are a particularly biodiversity-rich area. Not only in India, but in the world as a whole, we are a biodiversity-rich area. In fact, because most of the biodiversity-rich areas in the world are concentrated in the less developed or medium-income countries. There are two advanced capitalist countries which are biodiversity-rich.
Australia and the United States. But Kerala occupies a very, an excellent place in terms of biodiversity potential. So the potential for converting our biodiversity into incomes is a very, is very important aspect of the economic potential of our state in our country. Now, I've said that the application of science and technology to agriculture is essentially, we're going to advance agriculture in the directions that we need to advance it to keep this potentially approaching 10 billion number fed and provided for. Now, all over the world, therefore, we need to harness the power of science and technology to improve nutrition and incomes, and above all, to banish hunger forever. That we have to have that. We have to be able to do this with our resources. Now, what stands in the way? What stands in the way of this? I believe two things do. One is the system of world capitalism, the way capitalism has structured the world. Science and technology are the products of the collective labor and knowledge of humanity. Nevertheless, under capitalism, the products of this collective effort, which constitutes science, are eventually owned by capital, while society and the people at large must deal with the consequences and risks that arise from the commoditization and the appropriation of scientific knowledge. So now, a particularly stark example of the increasing concentration of scientific research in the private sector is in the field of agriculture and genetic engineering technologies right now. There's no doubt about this. In the 1960s, research and extension undertaken by national agricultural research systems and international public access institutions, these drove the Green Revolution from the 1960s to the 1980s. That is, we have the ICAR, we have national agricultural, publicly owned national agricultural research systems in different parts of the world. We also had institutions all over the world, what is called the CGIAR institutions, the Consultative Group on International Agricultural Research. They had a network of institutions, the Institute for Rice Research in the Philippines, the Institute for Potato Research in Peru, the Institute for Semi-Arid Crops in Hyderabad, and so on. So the agricultural change of the 60s to the 80s was driven by public research in these institutions. All of these institutions put together, including our national research institutions. It's very interesting. In 1990, in about 1990, if you took all the CGIAR institutions, Institute of Rice Research, the Institute of Wheat and Maize, the Institute of Potato Research, and so on, the chief scientist, the chief plant scientist in each of these institutions came from the Indian system. It's very interesting. I mean, that is the strength. I remember I learned about this as a postdoc, and it was really quite an extraordinary. Now that I'll give you another example, if you permit me, a personal example. I had gone to China some years ago. I was invited for a conference on agriculture and globalization, and I had asked to meet some people, and I had the great privilege of meeting their former agriculture minister, He Kang. He Kang he died a few weeks, months, a month ago, 2 months ago. And He Kang is a winner of the World Food Prize, like Yuan Wangping. He was saying how in his youth, in the 50s and 60s, particularly in the 50s, for him, going to Coimbatore Agricultural College was a great thing. It is a place of science and research and things. Now, but after 1980, China has just leapfrogged ahead. So we don't have these are examples of what a strong national agricultural research system we had before the era of liberalization.
and the significance of our national agricultural research system before that period. Now, so while these public access institutions, whether national or international, drove the early green revolution, the biotechnological revolution of recent years has been driven by multinational corporations. It's been appropriated on a vast scale by multinational corporations. We must bring it back to the public sector, in my view. The question of ownership of capital and resources in the sphere of biotechnology is one of the important political issues of our time. There's no question of that. It is a question that is of grave concern to farmers and rural workers movements all over the world. The relations of production at different levels, the global level, the level of national economies, the different agricultural production systems, these relations of production may prevent. Now, my point here is not that you oppose biotechnology, but these relations of production should not be allowed to prevent income-poor cultivators in different parts of the world, including India, from realizing the full potential and benefits of modern biotechnology. That's the important thing. The opposition, there must not be opposition to technical process because of an instrumental sort of conflation of ownership with technology. Okay? So if we don't make that distinction, we will further slow down improvements in agriculture on a global scale. And secondly, we will not be able to bring the benefits of modern biotechnology to the poorest of our farmers. So don't confuse ownership with science, with the technology itself, is my view. The technology does not, but at the same time, while we remember at the same time that the benefits, unlike in the earlier phase, the benefits of the biotechnological revolution are being garnered and appropriated by multinational corporations in a big way. Even that is changing a bit. We can discuss that later. Now, so that is one. So shall we say the general problem of world capitalism, of ownership, of neoliberalism is one side of the problem of restricting the benefits of biotechnology and new forms of science and technology to a very small section of countries and of class, and within our country to a very restricted section of our rural society. That is one. The other thing, I'd ask that question, let's see what are the words there? Yeah, what stands in the way of applications of science and technology? The other thing that stands in the way is an unscientific attitude. Very simply, throughout the hostility to modern science and technology, particularly biotechnology, in its application to agriculture. That hostility has not come from the farm. That hostility has not come from the farm, but it has come from very, very different sections of people. But it has been under attack from individuals, from organizations, from groups. And I will not say that the threat is from people who support the environment. Not at all. Not at all. I don't agree with that. I believe that I support the environment. Or nature. That's not. But I think that the support from the environment is a scientific support for the environment. We tap the experience of the people, but that also is a scientific task. So it's been under attack from individuals, organizations, and groups who profess commitment to the environment, to sustainable agriculture, and the enhancement of livelihoods of working people and the rural poor. So I have no problem with that objective. You want sustainable agriculture, you want the enhancement of the livelihoods of working people and the rural poor, and you want more agriculture as well. You must have more productive agriculture as well. So these goals are mainly shared among all conscientious people.
not all conscientious people. And it is a means towards these goals that generates divisions. Now, the targets of persistent and widespread attacks on science and technology are, let me list a few. All seed material which is produced off-farm. That is, if it's a hybrid, the second crop is not so, you see, is not so productive. You have to buy new seeds. So, or seeds such as new CRISPR seeds, transgenic, all of anything which is produced it's not entirely produced off farm. You can't produce a seed off farm, but which is not 100% produced on farm, a hostility towards that. Particularly high yielding varieties, hybrids, transgenics, now and forthcoming CRISPR seeds. All synthetic chemicals used in agriculture, whether for soil nutrition or plant protection, an opposition even to integrated pest management. It's not merely 100% chemical, the thing that's supposed. Even integrated pest management is frowned on. An opposition to, very often towards different types of mechanization, all farming practices that involve the use of fossil fuels, any medium or large scale irrigation scheme, and different methods for the exploitation of groundwater. Now, if this is the list of things you're opposed to, then the future for science and technology in agriculture is pretty bleak. These do not serve, as I said, we have certain universally shared objectives. That is a commitment to protect the environment with sustainable agriculture and the enhancement of the livelihoods of the working people and the rural poor. I have one more, as I said right at the beginning, the objective of increasing productivity. But if we are to oppose the application of science and technology to enhance any of those things I listed, then we will not achieve our goals of productivity, of profitability, or of sustainability. It's very important to point out that sustainability is the goal of sustainability will not be served by this. Now, my concern here is not with sincere concerns about the careful deployment of technology. Now that, of course, the safeguards that exist, the safeguards must be put in place. Or the destruction of agricultural heritage, of course not. We need to have in situ preservation as well as ex situ preservation. We have to protect our agricultural heritage and the biodiversity in seed material, for instance. But my concern here is not with these. But with those, my concern is with those whose opposition to science and technology in agriculture is hostile to the very method of science itself. Such criticism is often based on measures of public opinion or anecdotes or hearsay or surveys characterized by faulty, ignorant, or dishonest methods. I'm actually Dr. Suresh introduced me wrongly. I was actually teaching at the Indian Statistical Institute, not at the Institute of Advanced Study in Bangalore. So sorry, sir. And I'm just saying that. So when you see surveys which are characterized by faulty, ignorant, or frankly dishonest methods, it becomes very uncomfortable. And even if there's empirical disconfirmation, even that becomes uncomfortable because evidence just does not matter. Now, let me say that very often I am not commenting on the overall politics of such people, such attitudes, because it's a very wide spectrum. Many people who I'd agree with on many issues, issues of secularism or something like that, of people's participation and so on. I find that I cannot agree with them on this whole question of the application of science and technology to agriculture. You can have, but there is one thing that today there is. Let me see what are the sources of this. One is anti-multinational, what I said,
to conflate the technology with the fact that it's been developed, that the main owners of this technology today are multinationals. The second is often an inability to follow the science. I mean, I'm not a scientist, right? But I leave it to the scientists to do to a certain extent. But an inability to follow the science. Another is, a very important thing. That's the absence of the scientific temper. Our society. It's very interesting that India is the society that gave the term scientific temper to the world. Scientists all over the world recognize this term as something that has come into their lexicon, come into their vocabulary, because it was not only, of course, the writings of Jawaharlal Nehru, but also the Constitution itself, imbibing the scientific temper. Now, unfortunately, in the country that gave the world this term, the scientific temper is suffering very much. And what do you do when you have a high court judge in a judgment saying that cows exhale oxygen? What do you do? What do you do when the highest in the land say that genetic engineering existed in ancient India? And what is the example of ancient India? Religious symbols are supposed to be represent ancient India, which they're not even. So in such an atmosphere, Hindutva provides a fertile soil for superstition and obscurantism. Some of this, of course, I'm not saying that those who are, as I said, the wide spectrum of opposition. One of them is those who are against the scientific temper. So this, I feel that we have to really protect we have to have free, open, and scientific debate on where to take our agriculture, where to take our biological sciences, and where to take this enormous biodiversity potential of Kerala. In other words, today in the world, and particularly in India, if you want to steer the ship of agriculture, and propel the ship of agriculture with science and technology, you have to make sure that it does not hit the rock of the multinationals and this thing, and you must be sure that it does not hit the rock of an inability to integrate science into your view of agricultural progress. So this dual, at different times, we'll have to, one will be emphasized over the other. At certain points of time, you'll be fighting this battle. At certain points, you'll be fighting that one. But let me go back to emphasizing the slogan of productivity, profitability, which means incomes, and sustainability, and say that we can only do this. We can only meet the challenges of the next few decades in India and the world through agriculture, through scientific development in agriculture. And if we do that, we must be able to tackle the problems of neoliberalism and tackle the problems of scientific temper. Once again, let me congratulate Darsana. Your excellent sense of duty and conscientiousness towards your late comrade and carrying on his memory. I salute all of you in this effort. I convey my greetings to all of you once again in this audience, and also if many of you were his old friends, but if any of his family or relatives are here, to convey my tribute to Biju Cheriyan, to them as well. Thank you very much. Thank you. Thank you, sir. സാറിന്റെ അവതരണം ഇവിടെ അവസാനിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്കഷൻസ്, ക്ലാരിഫിക്കേഷൻസ്, സംശയങ്ങൾ തുടങ്ങിയതൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു സമയമാണ്.
Sri Prabhu Sampath. I can see that. Prabhu. Ariana, who will curate? Suresh ji, yeah? You will feel the question. Okay. Yes. Yeah. So thank you very much, VK sir. I think it was very, very insightful. And more to the fact that most of my colleagues know it is music to me because I'm a biotechnologist. And practicing, though I have an engineering background from NSS, I'm practicing CRISPR technology. Oh, yeah, already in the yeah. Was that very bad? Was my this thing all right? No, you were perfect. I think you would pass off as a professor of biotech. Honestly. Sir, I think there were two comments I had. So one was a comment and one was a question. Yeah. The first one is related to comment because we are doing CRISPR already here for date palms because I'm based in the Middle East. We have done the genome sequencing of the date palms both in Saudi Arabia and Qatar. And one of the major goals was food security because the dates grow in extremely harsh conditions and sexing of the date palm has been possible. The only thing that I wanted to add to, which you also covered briefly, not only we did genome of the date palm trees, but we also have done genomes of the red weevil parasite, the pest that infects date palms. By doing the genome of the date palm, the parasites or the insects that attacked the main date productions, we've also been able to control pest control to a great extent by understanding how this pest operates and thereby modifying the saplings which are pest resistant just by changing the genome of it. Where are you based? Where are you based? Sorry. I'm based in Dubai, sir, but I cover the entire Middle East and North Africa. So in the entire region, we are doing many things in genetic diversity for falcons, the hibara, the bustard, the date palm tree, the olive trees that grow on the Saudi Jordan border. On everywhere, CRISPR has been quite effective. That is number one. So the second thing is, that was a comment, sir. I'm saying that we should bring this to Kerala also, where we can start looking at parasites that affect the coconut palm and stuff our own crop, by which you can do these things, leaving around transgenics and mice. The second is a question to you as a leader, as a policy leader, sir. Is genetically modified crops is truly the solution for food security? Is what I believe long term. If we need to, remove food scarcity and the malnutrition that you talked about, 1 billion people in Africa and so on, GMOs are one very important way of it. But there has been a lot of opposition. I'm also and our own crop, which you can do the same. Leaving around transgenics and mice. Sorry, there's a leader, as a policy leader. So the second, there was some echo. The second part is, I was talking about the GMOs, which I believe is strongly the only solution for solving malnutrition. One of the major routes for solving malnutrition of 1 billion people that you talked about. But there seems to be a lot of opposition from our own people. I'm opposed to the fact that somebody like Monsanto owns everything. We should not allow that. That I'm totally aligned with. But I think state corporations should also play an important role in promote. We should not blindly oppose GMOs. And as a policymaker and a policy, somebody in the planning commission, I would like to hear your views on allowing GMOs where the state owns it, and thereby, helping food security and helping malnutrition, sir. Yeah, go ahead. I'll take that up. Yeah. I'll take that up. Yeah, that was my question, sir. Should I respond to that first, or should I take more? Please. That's it, sir. I respond to that. Yeah, we see now there's this, but I agree with you. I mean, I agree with you. But now let me just say a few things. One is that we simply have to rearm our national agricultural research system and to be able to cope with the developments in biotechnology today. Whether it's at the state level or at the national level. But the other thing is that, I agree with you. There's no blind opposition to anything is bad. Blind opposition to something which is potentially, can save a lot of lives through providing better food is bad too. Now we have to put our regulatory mechanisms into place, and that we have to ensure that. But I think we must continue public research and application of all different spheres of biotechnology. As I said, whether it's hybrids or
transgenics or CRISPR. We must be open to the world. We must be open to the world of science. There's one thing, of course, you would know that an enormous, there's internationally and this not only applies to India, many parts of the world, this enormous opposition to transgenics. Now, I think that is changing. It's probably changing now. If you look at if you look at some of the straws in the wind now, people are now talking about eco-modernism rather than eco-conservatism. People are now talking about the part that biotechnology is going to. So, and there are also, from what's happening in the United States now, a lot of smaller players are entering the market for biotechnology. So, I hope, what I'm saying is that I hope that in the long run, there's changes occur, in people's attitude towards transgenics. But there is a real issue of taking the people with you, in implementation of any policy, but biotechnology, it's a real issue, taking the people with you. That's why I'm saying that. That's why I said the second, it is a question of how, what form, what do you do to make the scientific temper prevail? That's the that's the issue. So I'm in broad I'm not only broad, I'm in specific agreement with you. But the continuous policy imperative is, you've got to get the people on board. Agreed. I think perhaps hybrids and CRISPR now, things are changing. I think the development of CRISPR is also going to have implications for the acceptance of transgenics eventually. That's my personal view. That's not True. That's even countries like Pakistan and Egypt have they're already adopting technology for their cotton, because their cotton is very well known. They're trying to protect their cotton. Bangladesh and brinjal. Yeah, true. Thank you, sir. ചർച്ചയിൽ പങ്കെടുക്കാനുണ്ടെങ്കിൽ ഞാനൊരു ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചാറ്റില് an article on CRISPR. You may be interested in that. Okay, sure, sir. I'll read that, sir. Thank you very much, sir. Sir, hello. Hello, sir. ഞാൻ ജോസഫ്. എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. The fundamental things, that fundamental mantra you are talking about, no? Yeah. The profitability, productivity, and sustainability. Yeah. The advanced side question alla. ഈ വളരെ ലളിതമായ ഒരു ക്വസ്റ്റൻ ആണ്. See, in Wayanad, we have got a lot of ginger farmers and banana farmers. But whenever profit is going, productivity is going up, no? Profit is coming down. I mean, the profitability and productivity, they are not going hand in hand. How to solve this? This is a practical problem that the farmers we are facing here. Absolutely, that's good. No, that's absolutely, that is totally an administrative question. That's a question of protecting prices and protecting prices and intervening in markets. That's I mean, as you pose it, there's another issue of increasing productivity through new types of banana and ginger, etc. But that is a market question. That's a question of market intervention, of storage, supply chains, cold chains, and so on. I completely agree with you that this is a problem, that a glut immediately causes crash in prices. By the way, one thing is that even this, there are new possibilities because of biotechnology. The shelf life of banana and ginger, Yeah. A lot of work is going on that. I've read about this banana. So that even it has implications for that. But what you're talking about right now is a failure of the market and a need for administrativism. We have to strengthen our cooperatives. We have to strengthen marketing. We have to strengthen cold chain and storage. That's it. And if to the extent we haven't done it, we have to improve ourselves. Okay. Thank you. Yeah. Very valid question. Thank you. Hello. Yeah. I have three related questions.
it's not specific to agriculture. Please tell me. I have 3 related questions. It's not specific to agriculture, but it's applicable, I feel. Yeah. One is, do you think there is a change needed in the way we generate, manage, and share knowledge? Sorry, which? Say that again. Generate, manage, and share knowledge. Generate, manage, and okay. And share the knowledge that continuously. The change is needed or not? Okay, yeah, okay, that's, yeah. Okay, and the related question is, what's your view on open access, open engineering, and open design? Is there any kind of policy making and intervention happening in Kerala related to this? Yeah. Because it's related to the question of monopoly and closed knowledge systems and not being able to use it or available to people. It is also related to the scientific temper issue. I agree. See, on the question of your first part, generating, managing, and sharing knowledge, let me think about it. About changes in generating, managing, and sharing knowledge. I think that this is, this in open access, I can only give sort of what may seem superficial answers. But broadly speaking, I believe that that knowledge and I believe with it's not only me. It started with the great thinkers, but the idea that the resources of this world are part of our common human heritage. That's where we start from that presumption. No? I consider myself certainly a student of Marxism, and that's one of the basic tenets. Is that is why Marxism is such a, for me, a liberating idea, that the resources of this world are ultimately, part of our common human heritage. They may be, for different reasons, they may be appropriated by X or Y today. That's why it's so outrageous that somebody should be, somebody should be thinking about that, their 17th billion, while so many people have no jobs. Or while somebody is thinking of, why is the kind of inequality in the world outrageous today? Because we have somewhere the idea that we have an equal right to the resources of this world. So it's a very elementary answer to what you said: generating, managing, and sharing knowledge. Basically, any system, it's not attainable immediately. It would be counterproductive even to try and to try and implement that on all in one shot or today. Suppose you have to create a watershed, something in a watershed, and you allow a person with resources and the scientific expertise, etc., and a person without resources and no scientific expertise, an equal opportunity to do it because there are common resources. That will be a disastrous thing. But nevertheless, our whole attitude towards economic inequality is determined to some extent by the idea that there's a right to resources of everybody. So that applies to open access too. Now, open access today is generally used in terms of open access to information and the digital world. But open access should mean much more to all of us. Open access should mean the right to the open access to all health facilities, open access to university facilities or school facilities, open access to education, a certain freedom of access. Why do we prefer an open Kerala, for instance? We've emphasized open access and free public access to our health system. And I saw the Cheriyan teacher was one inaugurated today, rather than purely an insurance-based system, right? Because we believe that you have a right to health, and therefore
You must open out these resources. You start with the poor, but it is a kind of open access, right? So open access applies to school education. It applies to a range of services. We today apply it to digital services and so on. So, but the concept of open access is a wide-ranging thing, which any sort of public-spirited, not to say socialist, person or movement should respect and adhere to. But now, open access in the digital world, yes, we are, that is our policy. The more narrow question of digital open access, that's our policy. The detail of that is something we can discuss in. By the way, I should have said this earlier. If any of you wants to have a discussion on anything technical, anything to do with planning, you have suggestions, you want to discuss things, my door, the doors of my colleagues, members, they're open. Please come over for discussion. But that would be my initial response to Mr. Ajit Prasad's question. Is that okay? Huh? It's not satisfactory, but no, it's satisfactory. An additional question is the third, yeah. It is like, see, our knowledge creation institutions, for example, universities. Even when we say open access as a policy, we create institutional obstacles for access itself. I'm not speaking about digital alone. Yeah, that's true. Any kind of things. So at a policy level or a lawmaking level, is there anything that is happening? Yeah, see, I think let's put it this way. Higher education is very, higher education, yes. In principle, yes. Today, our whole, we have a new emphasis on higher education, and we are trying to improve undergraduate study and research. The problem of a large section of our undergraduate students going out of the state. And in terms of equal access to high quality higher education, to a certain extent, the previous 5 years, we tried to establish equal access to high quality school education. Our next task is to do that in higher education as well. Yeah? There's an enormous, we've been discussing it. In fact, we're setting up the working group on higher education. Anybody has ideas on this? But definitely, the idea is through the publicly owned institutions, many students, many of our young people can afford best to go to publicly supported institutions, colleges, and many of these colleges have a very, excellent and long-standing history in our state. But to be able to give all children, all young people, equal access to high-quality higher education is certainly a goal. We're trying to approach that. Yes. But I'll tell you one thing, Ajit Prashad. The big thing here is it's not the big thing, but one of the issues here is higher education is much. The resources you need to develop higher education, and to provide high quality, equal higher education are immense. Yeah, one small thing I would add, it is Number 4. It's not for the students or teachers of the university. Say, for example, in Agatetara, we have the engineering college. A villager saying next to the college, who wants to access some knowledge which is generated in that college system. What is the means to access it, and how are we facilitating it? If we don't facilitate it, how is scientific timber going to happen? Yeah, that's absolutely. In fact, I'll give you that's why in the 1970s, extension became such an important part of agricultural education. That if you didn't take it,
if you kept it in the lab and didn't take it to the land, what was the use? So that thing remains. The organic links between higher education, and particularly technical education, and society, and the productive forces in our society is very important. Indeed. But Okay, by the way, there's a lot of thinking on this internationally. And of course, the country which is thinking about it all the time is China. They're leaping ahead in this. So but anyway, I'd be happy to hear your contributions to this question in greater detail later. Suresh? ഇനി ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. എങ്കിലും അടുത്തൊരു സെഷനിലേക്ക് ഒന്ന് കടന്നിട്ടില്ലെങ്കിൽ പ്രയാസം ഉണ്ടാവുന്നതുകൊണ്ട്. If you don't mind, I'll go. We're just now ഉയർന്നു വരുന്ന ചോദ്യങ്ങളെല്ലാം ഒരു ദിവസം സാറിനെ സമീപിക്കുന്നതാണ്. So thank you very much. Thank you all. Thank you. And my greetings and good wishes to all of you again. Thank you very much, sir. It was very useful. Yeah, very, very useful. അടുത്തതായി ഈ ടോക്കിലെ എക്സ്പീരിയൻസ് ഷെയറിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുസ്തഫ മാഷ് നേരത്തെ ഇവിടെ ഉണ്ട്. മാഷെ അദ്ദേഹത്തിന്റെ അവതരണത്തിലേക്ക് ക്ഷണിക്കുകയാണ്. വളരെ സന്തോഷം. ഞാൻ കുറച്ച് സമയം എടുക്കുള്ളൂ, കാരണം കുറെ അധികം സമയം ഇരിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ കുറച്ച് നേരത്തെ തുടങ്ങിയാണല്ലോ. അത് മാത്രമല്ല, നല്ലൊരു ടോക്ക് കഴിഞ്ഞിട്ടാണ് ഞാൻ ഞാൻ IRTCയിൽ വന്ന ഒരു 10 വർഷം, റിട്ടയർ ചെയ്തിട്ട് 10 വർഷമായി. പ്രത്യേകിച്ച് റൂറൽ ഇന്നോവേറ്റേഴ്സുമായിട്ട് മിക്കവാറും ഒരു ഇന്ററാക്ഷൻസ് ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ ആഴ്ചയും ഒരു ഇന്നോവേറ്ററുടെ ഒരു ഡെമോൺസ്ട്രേഷന് പോയിരുന്നു. രസകരമായൊരു ഒരു ഉപകരണമാണ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒറ്റത്തടി വൃക്ഷങ്ങളിൽ തെങ്ങ് പനയൊക്കെ കയറാൻ പാകത്തിനുള്ള ഒരു ഷൂവിന്റെ സൈഡിലേക്ക് വെച്ച് പിടിപ്പിക്കാവുന്ന ആണി പോലെ 2 സാധനവും ചെറിയൊരു ചരടിന്റെ ഒരു ബെൽറ്റും, ഇത്രയേ ഉള്ളൂ. ഇതുകൊണ്ട് അദ്ദേഹം നിഷ്പ്രയാസം തെങ്ങിലൊക്കെ കയറി. അപ്പം ഇത് കടമ്പഴിപ്പുറത്ത് ആണ്, കോങ്ങാടിനടുത്തൊരു സ്ഥലത്താണ് ഇത് കാണിച്ചത്. അവിടെ കുറെ കൃഷിക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവര് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചത്, ഈ തെങ്ങില് ഈ ആണി ഒരല്പം ഒരു ആംഗിളിന്റെ ആയിട്ടുള്ള ഒരു ആണിയാണ്, അതിനുള്ളിൽ ഒരു ഇത് വരുന്നത്. അപ്പൊ അത് തെങ്ങിലേക്ക് മുറിവുണ്ടാക്കും. ആ മുറിവുണ്ടാക്കിയിട്ടാണ് കയറി പോകുന്നത്. അപ്പൊ അവര് ചോദിച്ചത് തെങ്ങിന് കുഴപ്പമുണ്ടാക്കില്ല എന്നാണ്. അപ്പൊ അത് വലിയ പ്രശ്നമായി. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ മറ്റു രാജ്യങ്ങളിൽ പലയിടത്തും തെങ്ങുണ്ട്, എവിടെയെങ്കിലും നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ ഒരു കോണി ചുമന്നുകൊണ്ടുപോയി കയറുന്ന കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ചകിരി കെട്ടിയിട്ട് തുണ്ട് കെട്ടിയിട്ട് അതിന്റെ മേളിൽ കൂടെ കയറുന്ന എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അവരെല്ലാം അവരുടെ ഒരുപാട് വിദ്യകൾ ഉപയോഗിച്ചിട്ടാണ് കയറുന്നത്. പ്രത്യേകിച്ച് മറ്റ് ഒരുപാട് തെങ്ങുള്ള രാജ്യങ്ങളിലൊക്കെ തന്നെ തെങ്ങ് കയറാനായിട്ട് അവരുടെ ഇതുപോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് പ്രത്യേകിച്ച് ഗൾഫിൽ പന കയറാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിനെ അദ്ദേഹം മോഡിഫൈ ചെയ്തിട്ടാണ് ഈ തെങ്ങ് കയറാനായിട്ട് ഒരു നല്ല ഡെമോൺസ്ട്രേഷൻ ആണ് ചെയ്തത്. ഈസി ആയിട്ട് കയറി പോകാവുന്ന. അപ്പോഴാണ് ഈ തെങ്ങിൽ അത് ഹീൽ ചെയ്യില്ല. അപ്പം ആലപ്പുഴ, കൊല്ലം ജില്ലയിൽ പണ്ട് മുതലേ തെങ്ങ് ഈ കള്ള് ചേർത്താനൊക്കെ ആയിട്ട് കൊത വെട്ടുക എന്ന് പറയും. സൈഡ് വെട്ടിയിട്ട് അതിൽ കൂടെ ചവിട്ടി കയറി പോകുന്നത്. പാലക്കാടൊക്കെ വരുമ്പോഴേ തൊണ്ട് ചൈരി കെട്ടി വെച്ചിട്ട് അതിൽ കൂടെ കയറി പോകുന്നത്. അപ്പൊ അത് വലിയ ഊണ്ടമാർക്കൊന്നും ഉണ്ടാവില്ല. അദ്ദേഹം പിന്നെ പറഞ്ഞത്, നിങ്ങൾ തെങ്ങിന് തേങ്ങ ഇടാൻ കയറുന്നത് എല്ലാ ദിവസവും കയറില്ലല്ലോ, വർഷത്തിൽ 3-4 പ്രാവശ്യമല്ലേ കയറുള്ളൂ, അപ്പോഴേക്ക് വലിയ ഊണ്ടുമാർക്കൊന്നും ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് ഈ അടുത്ത് എനിക്ക് ഒപ്പം ഉണ്ടായിരുന്ന ഒരു ഇന്നോവേറ്റർ എന്ന് പറഞ്ഞ ഒറ്റപ്പാലക്കാരനാണ്. അത് മിക്കവാറും അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റ് ഇറക്കാൻ പറ്റും. ഇതിനു മുമ്പ് ഒരുപാട് തെങ്ങ് കയറുന്ന സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ഇത് കുറച്ചുകൂടി ഈസി ആയിട്ടാണ് തോന്നിയത്. പക്ഷെ കുറച്ചധികം പൈസയാവും തോന്നുന്നു. പ്രത്യേകിച്ച് ഇതിന്റെ മെറ്റീരിയലൊക്കെ ഉണ്ടാക്കാൻ ഈ പ്രത്യേകിച്ച് ഒരു ഒറ്റ ബെൽറ്റേ ഉള്ളൂ. അത് ചെസ്റ്റിന്റെ ഭാഗത്തുനിന്ന് തെങ്ങിലേക്ക് പിടിപ്പിക്കുന്ന അല്ലെങ്കിൽ പനയിലേക്ക് പിടിപ്പിക്കുന്ന ചുറ്റും ഇടുന്ന ഒന്നാണ് ബെൽറ്റ്. അതിനൊക്കെ കുറച്ച് പ്രൈസ് വരും, കാരണം സ്ട്രോങ് ആയിരിക്കണം. ഓക്കെ, ഇതാണ്. മറ്റൊന്ന്, ഈ അടുത്ത് ഒരു ഇന്നോവേറ്ററുടെ, ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഇതാണ്. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഒരു സാധനമാണല്ലോ, ഇങ്ങനെ തിരിക്കാം. ഇതാണ്, ഇത്രയേ ഉള്ളൂ. ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് സപ്പോർട്ട് ചെയ്തത്.
ഒരാളെ. വളരെ സിമ്പിൾ സാധനമാണ്. കോവിഡ് വന്നപ്പോഴത്തേക്ക് ഈ എപ്പോഴാണോ ആവശ്യങ്ങൾ വരുന്നത് അപ്പോഴേ ഈ ഇന്നോവേറ്റേഴ്സ് ഒക്കെ അവരുടേതായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കും. അപ്പൊ ഡോർ തുറക്കാൻ, കാറിന്റെ ഡോർ അടയ്ക്കാൻ, തുറക്കാൻ, പിന്നെ ബാത്റൂമിന്റെ ഡോർ തുറക്കാൻ, അങ്ങനെയുള്ള സാധനങ്ങൾക്ക് വേണ്ടിയാണ്. ഇതുകൊണ്ട് അങ്ങോട്ട് അടയ്ക്കാം, ഇതുകൊണ്ട് ഇങ്ങനെ വലിച്ചു തുറക്കാം. സിമ്പിൾ ആയിട്ടൊരു സാധനമാണ്. ഇത്രയേ ഉള്ളൂ. ഇതാണ് അതിന്റെ ഇത്രയേ ഉള്ളൂ. ഇതൊരു ഇന്നോവേറ്ററുടെയാണ്. സിമ്പിൾ ഒരു ആവശ്യം വന്നപ്പോഴത്തേക്ക് ഉണ്ടാക്കിയെടുത്താണ്. മറ്റൊന്ന്, ഇത് കുറച്ചായി, ഇത് ഒരു പക്ഷേ ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇത് സാധാരണ റബ്ബർ ട്യൂബാണ്. കുറച്ച് കട്ടിയുണ്ട്. ഇവിടെ ഹോളുണ്ട്. ഇവിടെ കട്ട് ചെയ്തിട്ട് ഇത് ഫ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതിലൊരു ബ്ലേഡിനൊരു മാർക്ക്, ഒരു കട്ടുണ്ട്. ഇത് നമ്മുടെ ഓസിലേക്ക് കുത്തി വെക്കുകയാണ്. ഇത് കുത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാപ്പൊക്കെ തുറക്കുമ്പോഴത്തേക്ക് ഇതില് ഈ മാർക്കിൽ നിന്ന് മയിൽപ്പീലി പോലെ വെള്ളം ഇങ്ങനെ വീഴും. അപ്പൊ ഒരു സ്പ്രെഡ് ചെയ്തിട്ട് വെള്ളം വീഴുന്ന ഒന്നാണ്. ഇത് കുറ്റിപ്പുറംകാരന്റെ ആണ്. അദ്ദേഹം ഇത് 5 രൂപയ്ക്ക് ഇപ്പോൾ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കൊരു പിന്നെ വീട്ടില് ഗ്രോ ബാഗ് ഒക്കെ ഉണ്ടെങ്കിൽ, 10-50 ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ വീട്ടിലെ ടാപ്പിലേക്ക് ഓസ് കണക്ട് ചെയ്ത് ഓരോ ചെടിയുടെ അടുത്തും ഇതൊരെണ്ണം പിടിപ്പിച്ചാൽ മതി. ഇതൊരെണ്ണം പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു ടൈമറും കൂടി, ഒരു സോളോയുടെ ടൈമറും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആവശ്യമുള്ളപ്പോഴത്തേക്ക് നനഞ്ഞോളും. ഇത് കറക്റ്റ് ഒരു ട്രിപ്പ് പോലല്ല. ട്രിപ്പ് ഒരിടത്ത് മാത്രം വീഴും. ഇത് ഒരു 5-6 ചെടികൾക്ക് ഒന്നിച്ച് വെള്ളം വളരെ സ്പ്രേ ചെയ്ത് വീഴുന്ന ഒന്നാണ് ഇത് കണ്ടത്. ഇതും ഒരു ഇന്നോവേറ്ററാണ് അദ്ദേഹം ഉണ്ടാക്കി കൊടുക്കുന്നത്. മറ്റൊന്ന്, കുറച്ച് വർഷത്തിന് മുമ്പാണ് ഇത്. ഈ ഇന്നോവേഷൻസ് ഒക്കെ വരുന്നത് എങ്ങനെയാണ് വരുന്നത്? അത് കോഴിക്കോടുകാരന്റെ ഒന്നാണ്. പിന്നെ തെങ്ങി കയറാനും ഒക്കെയുള്ള ഒരുപാട് ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കി ഗവൺമെന്റ് അവാർഡൊക്കെ കൊടുത്തു. 2 ലക്ഷം രൂപ. പിന്നെ ഇവിടെ നെന്മാറക്കാരന്, പാലക്കാട് ജില്ലയിലെ ഒരാൾക്ക് അവാർഡൊക്കെ കിട്ടിയിരുന്നു. അത് പലതരത്തിലാണ്. ഒന്ന് ബാറ്ററി ഉപയോഗിച്ചിട്ട് കയറിയിട്ട്, പക്ഷെ ഈ തെങ്ങിന്റെ ഫിസിയോ ആൾക്കാർ, കാരണം പ്രത്യേകിച്ച് തെങ്ങിൽ കയറി ഈ യന്ത്രം കയറി പോയിട്ട് തെങ്ങിന്റെ ഒരു തേങ്ങാക്കൊല എന്ന് പറയുന്ന അതിന്റെ സ്റ്റെമ്മുണ്ട്. ആ സ്റ്റെമ്മ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പല കാഠിന്യമാണ്. അത് സാധാരണ തെങ്ങിൽ കൊണ്ട് വലിയൊരു വർക്കിംഗ് കട്ടിംഗ് ആണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ വെറുതെ അറുത്തു കഴിഞ്ഞാലൊന്നും അത് മുറിയില്ല. ഇമ്പൾസ് കൊടുത്തിട്ടാണ് വലിയൊരു ഒരു ആക്ഷൻ കൊണ്ടാണ് ആ തേങ്ങാക്കൊല വെട്ടിയിടുന്നത്. അതുപോലെ ഒരു യന്ത്രം കയറിയിട്ട് ഇരുന്നിട്ട് അപ്പോഴത്തേക്ക് ബാറ്ററി തീർന്നു. പിന്നെ ഇറക്കാനായിട്ട് വേറെ ആള് കയറണം. അതുകൊണ്ട് അതൊന്നും സക്സസ് ആയില്ല. തെങ്ങിലല്ല, പക്ഷെ കവുങ്ങിൽ കയറാൻ വേണ്ടി, കവുങ്ങിൽ കയറാൻ നല്ല കോഴിക്കോടുകാരന്റെ ഒരു ഇന്നോവേഷൻ. അദ്ദേഹം ഇപ്പം അത് പിന്നെ നല്ല വിലയ്ക്ക് 8,000 രൂപയ്ക്ക് ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. യന്ത്രമൊന്നുമില്ല. പക്ഷേ അടയ്ക്കാമരത്തിൽ കയറാൻ അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ അത് ഉണ്ടാക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും IRTCയിൽ വരുന്ന കുട്ടികളോട് പറയുന്നത്, രക്ഷിതാക്കളോടും പറയുന്നത്, നിങ്ങൾ മരത്തിൽ കയറാൻ കുട്ടികളെ പഠിപ്പിക്കുന്നത്. കാരണം ഈ തെങ്ങിൽ കയറുന്ന ഒരാൾക്ക് അറിയാം. കാരണം കാല് വെച്ചിട്ട് കൈയുടെ മസിൽ ലൂസാക്കി മുകളിൽ പിടിക്കണം. മരുന്ന് വീണു പോകാൻ പാടില്ല. അടുത്ത സ്റ്റെപ്പിന് കാലിന്റെ മസിൽ ലൂസാക്കണം, കാല് മുകളിലേക്ക് പൊക്കണം. അപ്പൊ അതിനൊരു റിതം ഉണ്ട്. ആ റിതം അതിനെ ഒന്ന് ഒരു ലൈഫ് നമ്മുടെ ഒരു സൈസിൽ നിന്ന് ഒരു ചെറിയ റിങ്ങിലും 2 റിങ്ങും കുറെ കൊളുത്തുകളും മാത്രമേ ഉള്ളൂ. എന്നിട്ട് മുകളിലെ കൊളുത്തിൽ ഒരു ചരട് കെട്ടിയിട്ടുണ്ട്. ആ മുകളിലെ പിന്നെ റിങ്ങിന്റെ മുകളിൽ ഒരു കത്തിയും വെച്ചിട്ടുണ്ട്. ഈ ഷേപ്പിലുള്ള ഒരു കത്തിയുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കയറി പോകും. കാരണം അടയ്ക്കാൻ മരത്തിന്റെ അപ്പൊ ഇതിനെ ഒരു മിനി സൈസിലേക്ക് മാറ്റണമെങ്കിൽ മനുഷ്യൻ കയറുന്നതിനെ കുറിച്ചുള്ള ഒരു ആക്ഷൻ അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഇതിന്റെ ഒരു സൈസ് റെഡ്യൂസ് ചെയ്ത് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിങ്ങനെ കയറി പോയി പിന്നെ തേങ്ങാക്കൊല ഇരിക്കുന്നത് പോലെയല്ല അടയ്ക്ക നിൽക്കുന്നത്. കാരണം അതിന്റെ പാളയൊക്കെ കൊഴിഞ്ഞു പോയിട്ട് അത് ഓപ്പൺ ആണ്. മറ്റേത് മടലിന്റെ ഉള്ളിലാണ്, മട്ടയുടെ ഉള്ളിലാണ്. അപ്പൊ ഇത് നേരെ ചെന്ന് ഈ ചരട് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഈ കത്തി പോയി ഈ അടയ്ക്കാക്കൊല കട്ട് ചെയ്തിട്ട് അത് താഴേക്ക് വരും, തിരിക്കുകയൊക്കെ ചെയ്യാം. ഇതാണ് പിന്നെ അടുത്ത കാലത്ത് ഇത് ഞാൻ പറഞ്ഞ ഇത് പിന്നെ ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്കാണ് ഇത്തരം ടെക്നോളജിയിലേക്കൊക്കെ കടക്കാൻ പറ്റുള്ളൂ. അതിനെ പറയുന്നത് മാഗ്നിഫൈ യുവർ ക്യൂരിയോസിറ്റി എന്നാണ്. ഒരു കാര്യം കാണുമ്പോഴത്തേക്ക് ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യണം. അത് കുട്ടികൾക്കാണെങ്കിൽ, കുട്ടികൾക്ക് മാത്രമല്ല, ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ ഇത്തരം റൂറൽ ഇന്നോവേഷൻസ് കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും പ്രായം ചെയ്യുന്നവരും ഒക്കെ തന്നെ ഇതിൽ പിന്നെ ഇടപെടുന്നത്. ക്യൂരിയോസിറ്റി പിന്നെ ബിൽഡ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഈ ഇന്നോവേഷൻ. അങ്ങനെയാണ് ഇന്നോവേഷൻസ് ഉണ്ടാവുന്നത്. കാരണം അവരുടെ ചുറ്റുപാടുമാണ് ആയിരിക്കും ഒരു പക്ഷേ അവരുടെ ഈ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാനായിട്ടുള്ളത്. ഇനി ഒരു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം കൊണ്ട് വലിയൊരു ടെക്നോളജിസ്റ്റ് ആണ്. പക്ഷെ ചെയ്ത വിദ്യ നോക്കുമ്പോഴത്തേക്ക് ഒരു റൂറൽ ടെക്നോളജിയാണ്. അത് ഇന്ന് ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ ഒരു എഡ്യൂക്കേഷൻ ടൂളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്.
അത് മനുപ്രകാശാണ്, ബേസിക്കലി എഞ്ചിനീയർ ആണ്, ഇന്ത്യക്കാരനാണ്. അദ്ദേഹം ഇന്ന് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ, ജോലിക്ക് കയറിയിട്ട് അധികം കാലമൊന്നും ആയില്ല, അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അവിടെ പോകുന്നതിന് മുമ്പ് തന്നെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിക്കാര് മനുപ്രകാശിന് ഒരു ലാബ് സെറ്റ് ചെയ്ത് കൊടുത്തു അദ്ദേഹത്തിന് ഗവേഷണം നടത്താൻ, എന്നിട്ടാണ് വിളിക്കുന്നത്. അതാണ് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രത്യേകത. അദ്ദേഹം ഒന്നും ചെയ്തില്ല, കാരണം അദ്ദേഹം ഈ നമ്മുടെ പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റിലൊക്കെ പിന്നെ ക്ലാസ് എടുക്കാനും ഒക്കെ ആയിട്ട് എഞ്ചിനീയറിംഗ് പഠിച്ച് കഴിഞ്ഞിട്ടൊക്കെ പോകുമായിരുന്നു. അപ്പം സ്കൂളുകളിൽ പോകുമ്പോഴത്തേക്ക് മൈക്രോസ്കോപ്പ് ഒന്നും നമ്മുടെ ഇവിടെ ഉള്ളതുപോലെ തന്നെ മൈക്രോസ്കോപ്പ് ഒന്നും ഇങ്ങനെ അലമാരിയൊന്നും എടുത്തിട്ട് കുട്ടികളെ കാണിക്കാറില്ല. വല്ലപ്പോഴും ഒന്ന് എടുക്കും, തൊടാനൊന്നും സമ്മതിക്കില്ല. അപ്പൊ അതിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്താണ് ഒരു സിമ്പിൾ ആയിട്ടൊരു സാധനം ഉണ്ടാക്കാൻ പറ്റുക. അപ്പൊ ആലോചിച്ചപ്പോഴത്തേക്ക് ഈ ലെൻസൊക്കെ വന്നു, ഒരു തരം ചെറിയ മൈക്രോസ്കോപ്പ് വന്നു. വളരെ പെട്ടെന്ന് തന്നെ ഒറ്റ ജമ്പാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലേക്ക്, ഹൈ റെസൊല്യൂഷൻ മൈക്രോസ്കോപ്പിലേക്ക്. പക്ഷേ ഇതിനിടയ്ക്ക് എന്തോ ഒന്ന് മിസ് ചെയ്തു പോയിരുന്നു. ഈ സാധാരണ പരിണാമത്തിനെ കുറിച്ച് അന്വേഷണം നടത്തുന്ന കാലത്ത് ഈ ലിങ്ക് കിട്ടാതെ പലർക്കും വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ശാസ്ത്രജ്ഞ ഈ അതില് ഉള്ള ഗവേഷകർ ഇറങ്ങി തിരിച്ചിട്ട് ഇപ്പം ഹിമാലയത്തിന്റെ അരികിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ തന്നെ പല്ലും എല്ലും ഒക്കെ കണ്ടെത്തിയിട്ട് കിട്ടി, നമുക്കൊരു ലിങ്ക് കിട്ടി. അങ്ങനെയാണ് ആ ലിങ്ക്. അതുപോലെ തന്നെ ഈ കണ്ടുപിടുത്തങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ലിങ്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഈ ലിങ്ക് കണ്ടെത്തല് പലപ്പോഴും റൂറൽ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇത് ഈ മനുപ്രകാശ് കണ്ടെത്തിയത് ഒരു പോക്കറ്റിൽ കൊണ്ട് നടക്കാവുന്ന ഒരു മൈക്രോസ്കോപ്പാണ്. അത് ഓറിഗാമിയാണ് ബേസ്. ഓറിഗാമി എന്ന് പറഞ്ഞാൽ പേപ്പർ മടക്കി, ജപ്പാൻകാരുടെ ഒരു ഇതാണല്ലോ, പേപ്പർ മടക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ട് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഓറിഗാമി. അപ്പൊ ഓറിഗാമിക്ക് വേണ്ടി കുറച്ച് കട്ടിയുള്ള പേപ്പർ അത് പഞ്ച് ചെയ്തത് കീറി അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കഴിഞ്ഞാൽ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലെൻസിന്റെ ഒരു ഫോക്കസിങ്ങിന്റെ എഫക്ട് ഉണ്ടാവും. അദ്ദേഹം ഒരു മൈക്രോ ലെൻസ് ഉണ്ടാക്കി, വളരെ ചെറുത്. അതിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മള് ബാൾ പോയിന്റ് പെന്നിന്റെ ബാളുണ്ട്, ആ ബോൾ വളരെ ടൈനിയാണ്, അതിനേക്കാൾ ചെറിയ ഒരു സ്പെറിക്കൽ ലെൻസ് ആണ് ഇതിന്റെ ഒരു കാതൽ എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കാൻ ഒരു ഹൈ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇതിന്റെ അസംബ്ലിംഗ് എന്ന് പറയുന്ന ഒരു റൂറൽ അതിനെ മിക്സ് ചെയ്തിട്ടുള്ള ഒന്നാണ് വരുന്നത്. അപ്പൊ ഇത്തരം ഒരു സാധനം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് പോക്കറ്റിൽ കൊണ്ട് നടക്കാം. 300 times മാഗ്നിഫിക്കേഷൻ കിട്ടും. അപ്പൊ കുട്ടികൾക്ക് ഒരു എഡ്യൂക്കേഷൻ ടൂളാണ്. കാരണം അതില് പിന്നെ നമ്മുടെ മൈക്രോവെൽ എന്ന് പറയുന്ന പ്ലാസ്റ്റിക് ഒരു ചെറിയ പേപ്പർ സ്ട്രിപ്പില് പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സൈഡില് സെലോഫൈൻ ടൈപ്പ് ഒട്ടിക്കുക, വെള്ളം എവിടെയെങ്കിലും വെള്ളമൊക്കെ കാണുകയാണെങ്കിൽ ആ വെള്ളത്തിന്റെ തുള്ളി എടുത്തിട്ട് മുകളിൽ ഒട്ടിക്കുക, മുകളിൽ സെലോഫൈൻ ടൈപ്പ് ട്രാൻസ്പെറന്റ് സെലോഫൈൻ ടൈപ്പ് ഒട്ടിക്കുക. എന്നിട്ട് ഈ നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്തതിന്റെ ഉള്ളിലേക്ക് കയറ്റി വെക്കാൻ പറ്റും. സാധാരണ മൈക്രോസ്കോപ്പിൽ സ്ലൈഡ് വെക്കുന്ന പോലെ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ജീവനുള്ള സാധനങ്ങളുടെ മൂവ്മെന്റ് എല്ലാം കാണാൻ പറ്റും, എന്തൊക്കെയാണുള്ളത്. പ്രത്യേകിച്ച് 300 times മാഗ്നിഫിക്കേഷൻ ഉണ്ട്. സൂപ്ലാങ്ടൻസ് ഒരുവിധം ഉള്ളതിനെല്ലാം കാണാൻ പറ്റും, ക്രോസ് സെക്ഷൻസ് കാണാൻ പറ്റും, ഒരുപാട് സാധനങ്ങളെ കണ്ണുകൊണ്ട് കാണാത്ത ഒരുപാട് എണ്ണത്തിനെ കാണാൻ പറ്റും. അപ്പൊ ഈ മൈക്രോസ്കോപ്പിന്റെ ഒരു ശ്രേണിയിൽ ഒരു മിസ്സിംഗ് ലിങ്ക് ഉണ്ടായി. അത് ഇന്ന് ആമസോണിലൊക്കെ വിൽപ്പനയ്ക്കുണ്ട്. മനുപ്രകാശ് ഫോൾഡ് സ്കോപ്പ് എന്നാണ് പേര്, ഫോൾഡിംഗ് മൈക്രോസ്കോപ്പ്, FOLD. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അത് വാങ്ങിക്കൊടുത്ത് അസംബിൾ ചെയ്ത് കൊടുക്കുക. അസംബിളിങ് നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കീറി പിന്നെ മുറിച്ചെടുത്തിട്ട് അസംബിൾ ചെയ്യാം. ഇത് ഭയങ്കര ഒരു സാധനമാണ്. എനിക്ക് അതിലൊരു പ്രോജക്റ്റ് ചെയ്യാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോടെക്നോളജിയിൽ എനിക്കൊരു പ്രോജക്റ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായി. പ്രത്യേകിച്ച് കിണറുകളിലെ വെള്ളം പരിശോധിച്ചിട്ട് സ്പോട്ടിൽ പരിശോധിച്ചിട്ട് അമ്മമാരെ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇതിൽ കണ്ടില്ലേ, സൂപ്ലാങ്ടൻ കണ്ടില്ലേ, നിങ്ങൾ ക്ലോറിനേറ്റ് ചെയ്തിട്ട് കോളിഫാം ബാക്ടീരിയ പോയിട്ടുണ്ടെങ്കിൽ ഇതും പോയിട്ടുണ്ടാവണം. അതുകൊണ്ട് ഇത് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കോളിഫാം ബാക്ടീരിയ അവിടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ക്ലോറിനേഷൻ ശരിയായില്ല, അത് കാലഹരണപ്പെട്ട ഇതാണ് ഉപയോഗിച്ചത്, നിങ്ങൾ അളവെടുത്തത് കിണറിലെ വെള്ളത്തിന്റെ അളവ് ശരിയായില്ല, ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിരുന്നു. ഇതാണ് മനുപ്രകാശത്തിന്റെ ഇത്. അത് മാത്രമല്ല, അതിനപ്പുറം മനുപ്രകാശ് പോയി എന്നുള്ളതാണ്. കാരണം ഈ ഒരു ടെക്നോളജിയെ എങ്ങനെയാണ് ഇത് പേപ്പർ ഫോൾഡിങ് അതിന്റെ ഈ കണ്ണുകൊണ്ട് നമ്മൾ നോക്കുന്ന സ്ഥലത്ത് തന്നെ അതിന് പകരം നമ്മുടെ ലെൻസിലേക്ക് മൊബൈലിന്റെ ഈ ക്യാമറയുടെ ഇവിടേക്ക് ഒട്ടിച്ചു വെക്കാം, ഒരു മാഗ്നറ്റിക് കപ്ലർ വെച്ച് ഒട്ടിച്ചു വെക്കാം. എന്നിട്ട് അതിൽ കണ്ണുകൊണ്ട് കാണുന്നതിന് പകരം നമ്മുടെ ക്യാമറ മൊബൈലിൽ ഓൺ ചെയ്താൽ മതി. മൊബൈൽ ഫോൺ ആസ് ആൻ എഡ്യൂക്കേഷൻ ടൂൾ ആയിട്ട് ഏറ്റവും നല്ല ഡെമോൺസ്ട്രേഷൻ നടത്തിയതാണ്. പ്രത്യേകിച്ച് ഈ മൂവിങ് ക്രിയേച്ചേഴ്സിനെ ഒക്കെ കാണാം, അതിനെയൊക്കെ ഇവിടെ നമുക്ക് മൂവി ആയിട്ട് എടുത്തു വെക്കാം. ആർക്കെങ്കിലും ഗൂഗിളിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം, സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്തിട്ട് ഇനി ഒരു സംശയമുണ്ട്, സാധാരണ കാണാത്ത ഒന്നുണ്ടെങ്കിൽ അതിനെ നല്ലൊരു മൈക്രോസ്കോപ്പ് വെച്ച് നോക്കാം, സെർച്ച് ഫോർത്തിലേക്ക് കൊടുക്കാം. അപ്പൊ ഇതൊരു വലിയൊരു ഇന്നോവേഷനാണ് ഇതിൽ നടന്നിരിക്കുന്നത്. ഇത് ഇന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ നോർത്ത് ഈസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ സ്കൂളുകൾ ഉപയോഗിച്ചത്. കേരളത്തിലേക്ക് ഒരു 2-3 പേർക്കാണ് പ്രോജക്റ്റ് കിട്ടിയത്. അതിലൊരു പ്രോജക്റ്റ് ഞാനാണ് DBT ചെയ്തത്.
ഇതൊരു റൂറൽ, ഇതിന്റെ ഒരു പാർട്ട് ശരിക്കും റൂറലാണ്. ഇതുപോലെ പിന്നെ എനിക്ക് നേരിട്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ IRTCയിൽ എൻകൗണ്ടർ വന്നിട്ടുണ്ട്. റൂറൽ ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട ഇന്നോവേറ്റേഴ്സ് എല്ലാം ഒരുതരം പിന്നെ ഭയങ്കര അഗ്രസീവ് ആൾക്കാരായിരിക്കും. ഒരു ദിവസം കംപ്ലീറ്റ് ഇരുന്ന് നമ്മുടെ കൂടെ സംസാരിച്ചാലും അവസാനം അവർ സമ്മതിക്കില്ല. നമ്മൾ നോക്കുക, ഇത് പിന്നെ സാധാരണ യുക്തിക്ക് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളിൽ നിന്ന് നിരക്കുന്നതാണോ എന്നൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇവർ ഒരു വിധത്തിലും അടുക്കില്ല. അവര് പഴയ പെർപ്പച്വൽ മോഷനെ കുറിച്ചും പിന്നെ മുകളിൽ വെള്ളം വെച്ചിട്ട് താഴേക്ക് വീഴുമ്പോൾ കറണ്ട് ഉണ്ടാക്കുക, കറണ്ടിന് പിന്നെ വെള്ളം പമ്പ് ചെയ്യാന്നും ഇതെല്ലാം പിന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവസാനം പോയിട്ട് പറയാം, ആ മുസ്തഫ മാഷിന്റെ അടുത്ത് ഒരു ദിവസം പോയി, അദ്ദേഹത്തിന് വലിയ വിവരമൊന്നുമില്ലെന്ന് പറഞ്ഞു വിട്ട ആളോട് പറയുകയും ചെയ്യും. അപ്പൊ ഇതാണ് റൂറൽ ടെക്നോളജി. ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് അവരുടെ സമയവും ഒക്കെ മെനക്കെടുത്ത് ഇങ്ങനെ പിന്നെ വരുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഈ നമ്മൾ തേങ്ങ പൊതിക്കുന്ന ആ ലിവറുള്ള സാധനത്തിനെ കുറിച്ച് പറയും. അത് ആരാ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആളൊന്നുമില്ല. ജപ്പാൻകാരല്ല എന്നൊരു കാര്യം ഉറപ്പാണ്. കാരണം ജപ്പാനിൽ തേങ്ങ ഇല്ല, അതുകൊണ്ട് അവർക്ക് പറ്റിയില്ല. അപ്പൊ തേങ്ങ ഉള്ള എവിടൊക്കെയോ ആണ് അതൊക്കെ ഉണ്ടായി. ഇപ്പൊ അത് യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ തേങ്ങ പൊതിക്കാനായിട്ട് ആർക്കും അതില് പിന്നെ കൈവെക്കാം, അങ്ങനെ ഒരു സാധനമായി. ഇതേപോലെ തന്നെ ടെക്നോളജി പിന്നെ ഉപയോഗിക്കുന്ന ഒരുപാട് പുതിയ ടെക്നോളജി കൂടി ഉപയോഗിക്കുന്ന ഒന്നാണ് പുതുതായിട്ട് ഇപ്പം വന്നിട്ടുള്ളത്. അതിന്റെ ഒരു ഓപ്റ്റിക്സിലെ ശാഖ തന്നെ പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പിന്നെ നോൺ ഇമേജിംഗ് ഓപ്റ്റിക്സ് എന്നാണ് അതിന് പറയുന്നത്. നോൺ ഇമേജിംഗ് ഓപ്റ്റിക്സ്. കാരണം നിങ്ങൾക്കെല്ലാം അറിയാം, ഓപ്റ്റിക്സ് പഠിക്കുമ്പോഴത്തേക്ക് ലൈറ്റുമായിട്ട് പഠിക്കുമ്പോഴത്തേക്ക് ഒരു ഓബ്ജക്ട് ഉണ്ടാവും, അവിടെ ലെൻസ് ഉണ്ടാവും, ഫോക്കസ് ചെയ്യും അല്ലെങ്കിൽ റിഫ്ലക്ട് ചെയ്യും, കൺവേർ ചെയ്യും, ഡൈവേർ ചെയ്യും, എന്നിട്ട് ഒരു ഇമേജ് ഉണ്ടാവും, ചെറുതായിരിക്കും വലുതായിരിക്കും, ഇതൊക്കെയാണ്. ഇത് ഇമേജ് ഇല്ല. ലൈറ്റിനെ വെള്ളം പോലെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ഒന്നാണ്. അത് പിന്നെ നോക്കാം. അതിന്റെ യൂണിറ്റ് ഇപ്പൊ ചൈനക്കാരാണ് അതിന്റെ റൂറൽ ടെക്നോളജി. അതില് യഥാർത്ഥത്തിൽ നമ്മുടെ ഇവിടെ തന്നെ ആ റൂറൽ ടെക്നോളജി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് പണ്ട് വീട് കെട്ടുമ്പോഴത്തേക്ക് ഓടാണ്. ആ ഓടില് വെളിച്ചം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യും, ഒരു ഗ്ലാസ് വെച്ച ഓട് കൂടെ ഉണ്ടാവും. അതിന് കുറച്ച് വലിയ കൂടുതൽ കൊടുക്കണം. അത് അടുത്ത കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ IRTCയിലെ ചില ബിൽഡിംഗ് ഒക്കെ ആദ്യം സുരേഷിനൊക്കെ അറിയാം, ചെയ്തപ്പോഴത്തേക്ക് കുപ്പി വെച്ച് ചെയ്തു. അപ്പൊ കുപ്പി കൂടെ വെളിച്ചം താഴെ കിട്ടും. ഇതാണ് ചെയ്തത്. അതിനെ കുറച്ചുകൂടെ ഇന്നോവേറ്റ് ചെയ്തിട്ട് അക്രലിറ്റിക് പിന്നെ ഷീറ്റുകളൊക്കെ വെച്ച് റിഫ്ലക്ടേഴ്സ് ഒക്കെ വെച്ചിട്ട് അത് വീടിന്റെ മുകളിലേക്ക് അത് ഫിക്സ് ചെയ്യുന്നു, താഴെ ഓപ്പൺ ചെയ്യുന്നു, ഒരു ടെലിസ്കോപ്പിക് ലെൻസ് മുകളിലേക്ക് വെക്കുന്നു. രാവിലെ ഒരു 12-15 ഡിഗ്രിയിൽ വരുന്ന സൂര്യപ്രകാശം ഉള്ളിലേക്ക് വീണ് മൾട്ടി റിഫ്ലക്ട് ചെയ്ത് താഴെ വന്ന് ഡിഫ്യൂസ് ചെയ്ത് റൂമിലേക്ക് വരുന്നു. ഇത് കൽക്കട്ടയിലാണ് ഇതിന്റെ ഒരു ഇത് നടന്നത്. എനിക്കും അതിലൊരു പ്രോജക്റ്റില് IRTCയിൽ പങ്കെടുക്കാൻ പിന്നെ ഞങ്ങൾ കുറെ സാധനങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ ഇൻഫ്രാറെഡ് റേഡിയേഷൻ ഒക്കെ കുറച്ച് വരും. ശരിക്കും ഇന്നോവേഷൻസ് ആണ്. നോർത്ത് ഈസ്റ്റിലെ കുറെ വീടുകളിൽ 1 ലക്ഷം വീടുകളിൽ ഇത് വെച്ചിട്ടുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഇപ്പൊ ഇത് കാര്യമായിട്ട് ചെയ്യുന്നത്. അവര് ഇതിനു മുമ്പ് തന്നെ ചെയ്തിരുന്നു. അവിടെ താച്ച്ഡ് ഹൗസ് ആണ് ആഫ്രിക്കയില്. ഇപ്പോൾ പ്രത്യേകിച്ച് മണലാരണ്യത്തില് പിന്നെ ജനല് പറ്റില്ല. കാരണം ജനല് തുറന്നിട്ട് കഴിഞ്ഞാൽ മണൽക്കാറ്റ് കയറും, പിന്നെ രാത്രി തണുപ്പുമായിരിക്കും. അതുകൊണ്ട് വെളിച്ചമില്ലാത്ത വീടുകളാണ്. സ്കൂളുകൾ വെളിച്ചമില്ലാത്തതായിരുന്നു, ലൈബ്രറി വെളിച്ചമില്ലാത്തതായിരുന്നു. അപ്പൊ ഈ മണൽക്കാറ്റൊന്നും ഇല്ലാത്തപ്പോഴേ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പം അതിന് പകരം പല വീടുകളും എന്ത് ചെയ്തു, ഈ കൊക്കോകോളയുടെ ഒക്കെ കുപ്പിയുണ്ട്, പ്ലാസ്റ്റിക് ബോട്ടിൽ. അതിന്റെ നെക്കിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതില് പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നു, പിന്നെ ഇവിടെ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് ഇതുപോലെ തന്നെ വീടിന്റെ മുകളിൽ വാർക്കപ്പോഴത്തേക്ക് ഒരെണ്ണം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെളിച്ചം കിട്ടും. കാരണം അതിൽ ഒരല്പം സൾഫ്യൂരിക് ആസിഡ് ചേർത്ത് കഴിഞ്ഞാൽ, ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം അതിൽ ഫംഗസ് ഒന്നും വരില്ല. ഇതാണ് ചെയ്യുന്നത്. അവർ ചെയ്യുന്നത് ഈ കുപ്പി കളക്ട് ചെയ്ത് ഒരു ഷീറ്റിന്റെ ഉള്ളിലേക്ക് അതിന്റെ കഴുത്ത് വെളിയിൽ നിൽക്കും, ബാക്കിയുള്ള ഭാഗം വീടിനുള്ളിൽ നിൽക്കും. അപ്പം സൂര്യൻ വരുമ്പോഴത്തേക്ക് ഇതിന്റെ ആ 2 ഭാഗവും പിന്നെ ലെൻസ് ആക്ഷൻ ഉണ്ട്. അത് ഉള്ളിലേക്ക് ലൈറ്റ് പിന്നെ റിഫ്രാക്ട് ചെയ്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിഫ്ലക്ട് ചെയ്ത് മൾട്ടി റിഫ്ലക്ട് ചെയ്ത് താഴെ കൂട്ടി ഡിഫ്യൂസ് ചെയ്ത് വീടിനുള്ളിൽ വെളിച്ചം കിട്ടും. ഇപ്പൊ ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിൽ ലൈബ്രറി ഒക്കെ തന്നെ പകല് പ്രവർത്തിക്കും. കാരണം അവിടെ ലൈറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ തന്നെ സോളാർ ട്യൂബ് എന്ന് ഞങ്ങൾ ചെയ്തിരുന്നെന്ന് പറഞ്ഞാൽ മൈക്രോ സോളാർ ട്യൂബാണ് ചേരുന്നത്. അത് സാറിന് ഇതുപോലെ തന്നെ ഒരു ടെലസ്കോപ്പിക് ആയിട്ട് ഒരു ലെൻസ് പോലെ ഒരു സിസ്റ്റം ഉണ്ടാവും. പിന്നെ അത് പിന്നെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഏത് ആംഗിളിലും ഇത് ഒരു ഹെമി സിലിണ്ടറിക്കൽ ആയിരിക്കും. അത് ഏത് ആംഗിളിൽ ലൈറ്റ് ഉള്ളിലേക്ക് കടക്കും. അതിനെ വേണമെങ്കിൽ വളച്ച് തിരിച്ചൊക്കെ കൊണ്ടുപോകാം. ഇന്ന് അത് ലേസറിലും ചെയ്യുന്നുണ്ട്, ഒരു മുറിക്കുള്ളിൽ. അപ്പൊ പകല് വൈദ്യുതി വേണ്ട. അതാണ് വലിയൊരു ഇന്നോവേഷനാണ്. ചൈനക്കാര് 100 വാട്ടിന് 8000 രൂപയ്ക്കാണ് ഇപ്പൊ ഉണ്ടാക്കി വിൽക്കുന്നത്. പുതിയൊരു ഇന്നോവേഷനാണ്. അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. സാധാരണ വീട്ടിൽ നമുക്ക് ഭിത്തി ഉണ്ടെങ്കിൽ വളച്ചു തിരിച്ചൊക്കെ കൊണ്ടുപോകാം. ലൈറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ് അതിന്റെ ഒരു സയൻസ് ഉണ്ട്. പ്രത്യേകിച്ച് എത്ര ലോസ് വരും, റിഫ്ലക്ഷൻ ലോസ് എത്ര വരും, അബ്സോർഷൻ എത്ര വരും, IR എത്ര അഡ്മിറ്റ് ചെയ്യും, IRന്റെ ഫിൽറ്റർ എങ്ങനെയാണ് വെക്കുന്നത്,
ഇത് ഒരു റൂറൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇന്ന് വലിയ ലൈറ്റ് എഞ്ചിനീയറിംഗിന്റെ ഒരു ശാഖയായിട്ടാണ് ഇത് നിൽക്കുന്നത്. ഞാനിത് പിന്നെ ഒന്ന് ഈ അടുത്ത കാലത്ത് ഇന്ററാക്ട് ചെയ്യാൻ സാധിച്ച കുറെ സാധനങ്ങൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെ സുരേഷ് ഒരുപക്ഷെ അറിയാം, ഒരു ജയപ്രകാശ് കോഴിക്കോടുണ്ട്. IRTCയിൽ ഞങ്ങളൊരു പ്രോജക്റ്റ്, അദ്ദേഹം റൂറൽ ഇന്നോവേറ്റർ ആണ്. പ്രത്യേകിച്ച് വിറകടുപ്പില് അദ്ദേഹത്തിന് ഒരു പേറ്റന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഗൗഹട്ടി IIT എന്നാണ് അദ്ദേഹത്തിന് അതിന്റെ ടെസ്റ്റ് ഒക്കെ നടത്തിക്കൊടുത്തത്. ഇപ്പൊ കാശ്മീരിൽ പോയിട്ട് അവിടുത്തെ ഈ തണുപ്പ് അകറ്റാൻ വേണ്ടി വീട്ടിനുള്ളിൽ ചൂള കത്തിക്കും, വിറക് കത്തിക്കും. അപ്പം ഭയങ്കര ഫ്യൂംസ് അവിടെ നിൽക്കും. അവർക്ക് വേണ്ടി ഒരെണ്ണം ഒരു ഇന്നോവേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ജയപ്രകാശ് പിന്നെ ഈ അടുത്ത കാലത്ത് ചെയ്ത IRTC തന്നെയാണ് അതിനു വേണ്ടിയുള്ള ഇത് ചെയ്തത്. പ്രത്യേകിച്ച് നാപ്കിൻ ഡയപ്പറൊക്കെ കത്തിക്കാൻ വേണ്ടി ശരിക്കും റൂറൽ തന്നെയാണ്. അദ്ദേഹം ചെയ്തത് ഈ ഒരു ചേമ്പറിനുള്ളിൽ വിത്തിൻ മിനിറ്റ്സ്, ഒരു മിനിറ്റ് 2 മിനിറ്റിനുള്ളിൽ തന്നെ ഹൈ ടെമ്പറേച്ചറിലേക്ക് ആ ചേമ്പറിനുള്ളിലേക്ക് മാറണം. അങ്ങനെയാണെങ്കിൽ ആ ടെമ്പറേച്ചറിൽ നിങ്ങൾ വെറ്റായിട്ടിട്ട് കൊടുക്കുന്ന സാധനവും ബേൺ ചെയ്യും. കാരണം അങ്ങനെ ഒരു ക്യാബിനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് പിന്നെ ഇൻസിനറേറ്ററിന്റെ പ്രിൻസിപ്പിൾ ആണ്. പക്ഷെ ഇത് കുറച്ചുകൂടെ ഒരു 1-2, കാരണം ഈ ഒരു സാധനം കത്തുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഫ്യൂംസും ടോക്സിക് ആയിട്ടുള്ള വാതകങ്ങളും വെളിയിലേക്ക് വരുന്നത്. അതുപോലെ അണയുമ്പോഴും അത് തന്നെയാണ്. അപ്പൊ കത്തുന്നത് എത്രയും ഫാസ്റ്റ് ആയിട്ട് കത്തണം, വെരി ഫാസ്റ്റ് ആയിരിക്കണം. നമുക്ക് LPG അടക്കം വെച്ചെന്ന് പറഞ്ഞാൽ ജസ്റ്റ് കത്തിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിന്റെ എഫിഷ്യന്റ് ബേണിംഗ് ആയിരിക്കും. അപ്പം തന്നെ എത്ര ഗ്രെയിൻസ് ആണ് കത്തേണ്ടത് അത്രയും ഗ്രെയിൻസ് കത്തും. വിറക് കത്തും, പിടിക്കാനുള്ള ആ ടൈം എടുക്കും. അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് വെറ്റാണ് ഡയപ്പറും ഒക്കെ വരുന്നത്. അത് വളരെ പെട്ടെന്ന്, പ്രത്യേകിച്ച് അത് സെൽഫ് ബേണിംഗ് ആയിരിക്കണം. അപ്പൊ ആദ്യം അതിൽ തന്നെ ഒരു പ്ലാസ്റ്റിക് റാപ്പർ ഉണ്ട്. ആ റാപ്പർ കത്തുമ്പോൾ തന്നെ ഒരു ടെമ്പറേച്ചർ എവിടെയും ഹീറ്റ് ലോസ് ചെയ്യാതെ ആ ചേമ്പറിനുള്ളിൽ. അതാണ് പുതിയ ഒരു പിന്നെ ജയപ്രകാശ് ഒപ്പം എനിക്കതിലെ എഫിഷ്യൻസി ഒക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി. ഞാൻ അത്തരം കാര്യങ്ങളൊക്കെ, അത്തരം ഇന്നോവേഷൻസ് ഒക്കെ, അതാണ് ഈ നോക്കി കണ്ട് എന്താണ് ആവശ്യം വരുന്നത് അനുസരിച്ചിട്ട് ചെയ്യാന്നുള്ളതിലേക്ക് എത്തുന്നത്. മറ്റൊന്ന്, ധാരാളം ഇന്നോവേഷൻസ് നടത്തുന്നുണ്ട്. ഇന്നലെ എൻ്റെ അടുത്തൊരു അമ്മയാണ് വന്നത്. അവര് അമൃതം പൊടി ഉണ്ടാക്കുന്നവരാണ്. അമൃതം പൊടി പിന്നെ പാലക്കാട് ജില്ലയിൽ 18 സ്ഥലത്തുണ്ട്. ഇപ്പം ഹിമാചലിൽ നിന്നൊക്കെ അവർക്ക് ഓർഡർ ഉണ്ട്. അമൃതം പൊടി ഒരുപാട് ധാന്യങ്ങൾ വറുത്തിട്ട്, അപ്പൊ ഓരോ ടെമ്പറേച്ചറിലും ഓരോ പിന്നെ ടൈം ലാഗിലുമാണ് ചെയ്യേണ്ടത്. അതൊക്കെ മിക്സ് ചെയ്ത് പൊടിച്ചിട്ടാണ്. പാലക്കാട് തന്നെയാണ്, നൂറണിയിലാണ് ഉള്ളത്. ഫുഡ് പ്രോഡക്ട്സ് ആണ്. അവരുടെ ഈ പിന്നെ പൊടിക്കുന്ന സാധനത്തിലുള്ള അവരുടെ ഒരു ഇന്നോവേഷൻ ആണ്. കാരണം ഈ ചൂടാവാതെ എങ്ങനെയാണ് പൊടിക്കാൻ പറ്റുന്നത്, ലോസ് ഉണ്ടാവാതെ എങ്ങനെയാണ് പൊടിക്കാൻ പറ്റുന്നത്, അവരൊന്നും ചെയ്തിട്ടില്ല. അതിനൊരു ഇന്നോവേഷൻ നടത്തി, ഒരു ആൾട്രേഷൻ നടത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ പോയി കണ്ടിട്ടില്ല. അവരെ ഇന്നലെ കണ്ടിരുന്നു. ഇതിന് ഞാൻ 1 വർഷത്തിന് മുമ്പും അവര് അതിൽ ചില വർക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. പക്ഷെ അത് നമുക്ക് ഞങ്ങളുടെ ഒരു അറിവിൽപ്പെട്ട അല്ലാത്തതുകൊണ്ട് അതിലേക്ക് ചെയ്യാൻ പറ്റിയില്ല. അവര് വീണ്ടും അതിൽ ഇന്നോവേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഫുഡ് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട് ധാരാളം ഇന്നോവേഷൻസ്, പണ്ടുള്ള നമ്മുടെ ഗ്രാൻഡ്മാ പിന്നെ പൂർവികളുടെ ഒരുപാട് ടെക്നോളജി ഉണ്ട്. ഇന്ന് പലരും അത് പുതുക്കിയെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ ഈ എൻഡോമെന്റ് ടോക്കിൽ പറഞ്ഞതുപോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ധാരാളം ഇന്നോവേഷൻസ് നടത്തുന്നുണ്ട്. അതില് പ്രധാനമായിട്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രോട്ടീൻ നമുക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ക്ലൈമറ്റ് റെസിലന്റുമായിട്ട് ബന്ധപ്പെട്ട ഇന്നോവേഷൻസിന് ധാരാളം സ്കോപ്പ് ഉണ്ട്. അത് റൂറൽ ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ഇന്നോവേറ്റേഴ്സിന്റെ തന്നെ കോൺട്രിബ്യൂഷനോട് ചെയ്യുന്ന ധാരാളം ഏരിയ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം പിന്നെ വേസ്റ്റിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാക്കുക. ഞങ്ങൾ തന്നെ ഒരു പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം സക്സസ് ആണ്. ലോകത്ത് പലയിടത്തുണ്ട്. ഓസ്ട്രേലിയ ആൻഡ് ഇസ്രായേൽ ആണ് അതിൽ മുന്നോട്ട് പോകുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു റൂറൽ പിന്നെ ബാക്ക്ഗ്രൗണ്ടിനെ വെച്ചിട്ട് അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അതിലൊന്ന് ഹൈ ടെക്നോളജി ഒന്നുമില്ല. നമ്മുടെ തൈര് ഉണ്ടാക്കുന്നത് റൂറൽ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റൂറലാണ്. കാരണം അല്പം കുറേ ഉണ്ടെങ്കിൽ എത്ര തൈര് വേണമെങ്കിലും ഉണ്ടാക്കാം, പാലുണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അപ്പൊ ഈ തൈരും പൈനാപ്പിള് പിന്നെ അഴുകുമ്പോഴത്തേക്കുള്ള ബാക്ടീരിയയും, തൈരുള്ള ബാക്ടീരിയയും, ഈസ്റ്റ് കുളിപ്പിക്കുമ്പോഴത്തേക്കുള്ള ബാക്ടീരിയയും, പാല് കേടാകുമ്പോഴുള്ള ബാക്ടീരിയ, അങ്ങനെ പലതരം എല്ലാം കൂടെ ഒരു കൺസോർഷ്യം ഉണ്ടാക്കി അതിനെ എയറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് പണ്ട് നമ്മൾ കുളിപ്പിക്കുന്ന ഒരു ടെക്നോളജി ഉണ്ട്. കുറെ സാധനങ്ങൾ ഒന്നിച്ച് അടിച്ച്, അത് ഒരുപക്ഷെ നമ്മുടെ വാറ്റിന്റെ ടെക്നോളജിയാണ്. വാറ്റ് ചാരായം ഉണ്ടാക്കാനായിട്ട് പല സാധനങ്ങൾ ഇങ്ങനെ കുളിപ്പിച്ച് വെച്ചിട്ടാണല്ലോ. അതിന്റെ ഒരു റൂറൽ, അതൊരു വലിയ റൂറൽ ഇന്നോവേഷൻ ഉണ്ട്. അതില് ഇന്നോവേഷനാണ്. അതിനെ നമ്മളൊന്നും കൂടെ കുറച്ചുകൂടെ ടെക്നോളജി അതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ
അത്തരം ഒന്നാണ് പ്രോബയോട്ടിക് എന്ന് പറയുന്ന ടോണിക്ക് കുടിക്കാൻ കിട്ടും, വാങ്ങാൻ കിട്ടും, മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പ്രോബയോട്ടിക് എന്ന് പറയുന്ന വലിയൊരു ഏരിയയാണ്. ഇതുപോലെ തന്നെ പല സാധനങ്ങളും അടിച്ച് പതപ്പിച്ച് വെച്ച് എയറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബാക്ടീരിയ കൺസോർഷൻ ആവും. അത് ഇപ്പൊ ഞങ്ങൾ ഉപയോഗിക്കുന്ന IRTC ഉപയോഗിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പിന്നെ ബയോബ്ലോക്ക് കൾട്ടിവേഷൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കുളത്തിൽ കിടക്കുന്ന ഇപ്പൊ ഒരു 12,000 ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ 12 m² ഏരിയയിൽ 1500 മത്സ്യം വളർത്തുന്നതാണ്. അപ്പൊ അതിന്റെ വെള്ളം പമ്പ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നില്ല. കാഷ്ടം അവിടെ തന്നെ ഉണ്ട്. കാഷ്ടത്തിന് 0.001 സെക്കൻഡില് അത് ഭക്ഷണമായിട്ട് മാറ്റി കൊടുക്കുന്ന ബാക്ടീരിയയുടെ ഒരു കോളനിയാണ് ഈ പിന്നെ ഇന്നോവേഷൻ ആണെന്ന് ചോദിച്ചാലല്ല, പക്ഷെ ഒരുപാട് പേര്, ഒരുപാട് റൂറൽ ആൾക്കാർ ഇതിൽ ഒരുപാട് വർക്ക് ചെയ്ത് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പിന്നെ പ്രോബയോട്ടിക്സ് ഉണ്ട്. പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ ഈ ബാക്ടീരിയ കൂട്ടുണ്ട്. അത് നാച്ചുറൽ ആയിട്ട് കിട്ടുന്നതാണ്, ഉണ്ടാക്കിയെടുക്കുന്നതാണ്, വെളിയിൽ നിന്ന് വാങ്ങുന്നതല്ല. ഇപ്പം മേപ്പിളിന്റെ ജപ്പാനിൽ നിന്നുള്ള കൺസോർഷ്യം വാങ്ങിയിട്ടോ ഒന്നുമല്ല, ഇതുണ്ട്. ഇത് ധാരാളം റൂറൽ ഇന്നോവേറ്റേഴ്സ് ഇതിലുണ്ട്. പക്ഷെ ഇതിന്റെ മൈക്രോബയോളജി പിന്നെ അല്ലെങ്കിൽ ബയോടെക്നോളജി ഒന്നും അറിഞ്ഞിട്ടൊന്നും അല്ല ചെയ്യുന്നത്, ബട്ട് ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. പക്ഷെ അതിന് എഫക്ട് ഉണ്ട്. അതിന്റെ സയൻസ് വേണമെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടെ നമുക്ക് റിവീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഉണ്ടാവാം. ഇതാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ ഏരിയയിൽ ഇപ്പൊ ഞാനൊരു പ്രോജക്റ്റ്, ഞാൻ ബേസിക്കലി ഫിസിക്സുകാരനാണ്, പക്ഷേ എനിക്ക് ലൈഫ് സയൻസിൽ കുറച്ച് താല്പര്യം ഉള്ളതുകൊണ്ട് ഞാൻ DBTയുടെ തന്നെ ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു പ്രോജക്റ്റ് കഴിയാറായി, അടുത്തൊരു പ്രോജക്റ്റ് മിക്കവാറും കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. ഈ പ്രോബയോട്ടിക്കിലും ഇതുപോലെ തന്നെ അതിന്റെ ബേസിക് ഫണ്ടമെന്റൽസ് അറിയാം, പക്ഷെ അതിന്റെ ഡീപ്പ് നോളജ് ഉണ്ടായിട്ടല്ല ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഈ റൂറൽ ടെക്നോളജി, ഞാനും അങ്ങനെയാണെങ്കിൽ ഒരു റൂറൽ ടെക്നോളജി ഒരു ഇന്നോവേറ്ററാണ്. കാരണം അതിന്റെ ഉള്ളു കള്ളികൾ അറിഞ്ഞുകൊണ്ടല്ല പലപ്പോഴും ചെയ്യുക, പക്ഷെ അതിന്റെ ഒരു സാധ്യത വെച്ചുകൊണ്ടും അതിന്റെ ഒരു ഫുൾഫിൽമെന്റ് ഉണ്ടാവുമെന്നും ഒരു റിസൾട്ട് ഉണ്ടാവുമെന്നും നോക്കിയിട്ടാണ് അത്തരം ഒരു ഇന്റർവെൻഷൻ ഒക്കെ നടത്തുന്നത്. ഇതുപോലെ ധാരാളം ഇന്നോവേഷൻസ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, തീർച്ചയായിട്ടും പിന്നീട് വിളിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഷെയർ ചെയ്യാം. നിങ്ങളിൽ തന്നെ ഇതുപോലെ തന്നെ ഹൈ ടെക്നോളജി ഉപയോഗിക്കുന്ന ഹൈ ടെക്നോളജിസ്റ്റുകൾക്കും ഉണ്ട് റൂറൽ ഇന്നോവേഷന്റെ ഒരു പാർട്ടുണ്ടാവും. ഇപ്പൊ തിയറികളൊക്കെ തന്നെ പിന്നെ പഴയ തിയറി എന്തിനാണ് പഠിക്കുന്നതെന്നൊക്കെ പലരും ചോദിക്കും. എന്തിനാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ ബേസിക് ലാബുകളിലേക്ക്, ഫണ്ടമെന്റൽ ലാബുകളിലേക്ക് കയറുന്നത്? എന്തിനാ ഈ പിന്നെ അറുക്കാനും മുറിക്കാനും പിന്നെ സാൻഡ് പേപ്പർ ഇട്ട് തുടയ്ക്കാനും വെൽഡിംഗ് ഒക്കെ കയറുന്നത്? പക്ഷെ അതിനെല്ലാം ഒരു ബേസ് ഉണ്ട്. പിന്നെ ഹയർ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ടമെന്റൽ ആണ് അതൊക്കെ. അതുപോലെ തന്നെ പിന്നെ ചില അടിസ്ഥാന കാര്യങ്ങൾ ഒരു പക്ഷേ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഈ റൂറൽ ടെക്നോളജിസ്റ്റ്, റൂറൽ ഇന്നോവേറ്റേഴ്സ് പലപ്പോഴും എൻട്രി ചെയ്യുന്നത്. അവർക്ക് അത് കുറച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും. അതിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ ഒരുപാട് കാലം എടുക്കുന്നത്. വീട്ടുകാരെല്ലാം ചീത്ത പറയും, കാരണം പണവും മുടക്കി, സ്ഥലവും മുടക്കി, ഒന്നും ഉണ്ടാവുന്നതുമില്ല, ആകെ ഭക്ഷണവും ഇല്ല, ക്ഷീണിച്ച്, അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ആകെ മാനസിക വിഭ്രാന്തിയൊക്കെ ആവും അവർക്ക്. പക്ഷെ ഹെൽപ്പ് ചെയ്യാനും ഇവരെ തിരിച്ചറിയാനും പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായും ദർശനയിലുള്ള എഞ്ചിനീയർമാർക്ക് പിന്നെ തീർച്ചയായിട്ടും ഇത് പറ്റും, നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ പലപ്പോഴും ഇത്തരം ആൾക്കാരെ കണ്ടെത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. തീർച്ചയായിട്ടും ലിങ്ക് ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളിലൊക്കെ തന്നെ പിന്നെ IRTCക്ക് പറ്റുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, ഈ ഫുഡ് സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, ധാരാളം കാര്യങ്ങൾ ഇപ്പം ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് പിന്നെ വലിയ സയൻസ് ആണ് വാം എന്ന് പറയുന്ന, മൈക്രോസി എന്ന് പറയുന്ന ഈ വേരിൽ തന്നെ, ചോളത്തിന്റെ വേരിൽ വളർത്തുന്ന ഒരു പിന്നെ വേരിലെ ഫംഗസ് ഡെവലപ്പ് ചെയ്തിട്ട് അത് ഉപയോഗിച്ചിട്ട് ഡ്രൗട്ട് ഉള്ള സ്ഥലങ്ങളിലേക്കുള്ള ചെടികൾക്ക് ഇട്ട് കൊടുത്തിട്ട് റെസിസ്റ്റ് ചെയ്യുന്നതൊക്കെ. അത് റൂറൽ ആയിട്ട് പലതും തുടങ്ങിയതാണ്. അപ്പൊ അത് ഇപ്പം കാർഷിക സർവകലാശാലകളൊക്കെ തന്നെ അവരുടെ ഗവേഷണത്തിന്റെ പാർട്ടാണ്. പുതിയ പ്രോഡക്റ്റുകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ റൂറലായിട്ട് പണ്ട് നമ്മൾ ചെയ്യുന്ന ഒരുപാട് ടെക്നോളജീസ് ഇതിലുണ്ട്. പ്രത്യേകിച്ച് അഗ്രികൾച്ചറിൽ വരുന്നുണ്ട്. ഇംപ്ലിമെന്റ്സിന്റെ കാര്യത്തിൽ അല്ല ഞാൻ പറയുന്നത്, പിന്നെ പ്രത്യേകിച്ച് ഫുഡ് ടെക്നോളജിയിലും ഉണ്ട്. അതുപോലെ അഗ്രികൾച്ചർ പ്രാക്ടീസസിലും ഇതുപോലെ തന്നെ ടെക്നോളജീസ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് പുതിയ ഡ്രിപ്പ് ഇറിഗേഷൻ, പ്രിസിഷൻ കൾട്ടിവേഷൻ, ഇതെല്ലാം പണ്ട് ഉപയോഗിച്ചിരുന്ന പല റൂറൽ ടെക്നോളജിയും അതിപ്പോ റൂറൽ അതിനെ കുറച്ചുകൂടി ഇന്നോവേറ്റ് ചെയ്തിട്ട് ഇന്നോവേഷൻസ് നടത്തിക്കൊണ്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പഴയ തിയറിയൊക്കെ പറഞ്ഞു. ഇപ്പം നമുക്കറിയാം, പിന്നെ ഫാരഡേസ് ലാസ് ഓഫ് പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടായിട്ട് എത്രയോ കാലങ്ങളായി.
പക്ഷേ ഇൻഡക്ഷൻ കുക്കർ ഇപ്പൊ അടുത്തല്ലേ വീട്ടിൽ വന്നിട്ടുള്ളൂ, ഒരു 30 years 35 years ഇപ്പോഴല്ലേ വന്നിട്ടുള്ളൂ. കാരണം അതുകൊണ്ട് ഇപ്പൊ ഇൻഡക്ഷൻ കുക്കർ എന്റെ കണക്കിൽ പറയാന്ന് റൂറൽ ഇന്നോവേഷൻ ആണ്. കാരണം അത് ഒരു ഇലക്ട്രോണിക്സോ മറ്റു ടെക്നോളജിയോ ഒക്കെ ഉപയോഗിച്ച് അത് അത്യാവശ്യം ആൾക്കാർക്കെല്ലാം അത് ഓപ്പറേറ്റ് ചെയ്യാനും റിപ്പയർ ചെയ്യാനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ മോഡിഫിക്കേഷൻസ് നടത്തുന്നത് ഒരു റൂറൽ അത് ഇന്നോവേറ്റർ ആണ് അതിൽ ചെയ്യുന്നത്. മറ്റേതൊരു ഇന്നോവേഷനിലേക്കാണ് വന്നത്, പ്രത്യേകിച്ച് ഇൻഡക്ഷൻ കുക്കർ വന്നത്. ഇപ്പൊ ഇൻഡക്ഷൻ ലാമ്പുകൾ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ പെൽറ്റിയർ കൂളിംഗ് എന്ന് പറഞ്ഞാൽ പഴയ തിയറിയാണ്, പക്ഷെ പുതുതല്ലേ. പെൽറ്റിയർ കൂളിംഗും പെൽറ്റിയർ ഫ്രിഡ്ജുകളും റെഫ്രിജറേറ്ററും ഒക്കെ പുതിയതായിട്ട് വന്നു കഴിഞ്ഞു. അതും ഇതുപോലെ തന്നെ ഒരു റൂറൽ ഫ്ലേവർ ഉള്ള പിന്നെ എന്ന് പറഞ്ഞാൽ പഴയ തിയറി, പഴയ ടെക്നോളജികൾ, അതിനെ പുതിയ ചില ചേരുവകൾ ചേർക്കുമ്പോഴത്തേക്ക് പിന്നെ ഉണ്ടാവുന്ന അതാണ് ഇന്നോവേറ്ററിന്റെ ഒന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ സെന്റൻസ് ആ ഒരു വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാൻ കാരണം പിന്നെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഇനി ബാക്കിയുണ്ട്. പലരും ഗവേഷണം നടത്തുന്നതിനെ കുറിച്ച് പറയുക, എല്ലാം കഴിഞ്ഞു, എല്ലാം പിന്നെ US-ലും ജപ്പാനിലും അവരൊക്കെ തന്നെ പേറ്റന്റ് എടുത്തു, ഗവേഷണം നടന്നു, ഇനിയും എല്ലാം കഴിഞ്ഞു. എല്ലാം മിസ്സിംഗ് ലിങ്ക് ധാരാളം, ഒരുപാട് മിസ്സിംഗ് ലിങ്കുകളൊക്കെ കിട്ടുന്നുണ്ട്, പുതുതുണ്ട്. ആ മിസ്സിംഗ് ലിങ്ക് റൂറൽ ഇന്നോവേറ്റേഴ്സിനും എൻട്രി ചെയ്യാവുന്ന മിസ്സിംഗ് ലിങ്കുകളുണ്ട്. മാഗ്നിഫൈ യുവർ ക്യൂരിയോസിറ്റി, അതിനു വേണ്ടിയുള്ള പശ്ചാത്തലം ഒരുക്കി കൊടുക്കാൻ നമുക്ക് കഴിയാന്നുള്ളതാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന സുരേഷ് ഒരു റൂറൽ ഇന്നോവേറ്റർ ആണ് ഒരു അർത്ഥത്തിൽ പറഞ്ഞ. എഞ്ചിനീയർ ഒക്കെ ശരി തന്നെ. പിന്നെ സുരേഷിന്റെ വീട് കെട്ടപ്പോഴത്തേക്ക് ഞാൻ ഓർക്കുന്നുണ്ട്, പറഞ്ഞു കേട്ടാണ്, ഞാൻ കണ്ടിട്ടില്ല. വീടിനടുത്തുള്ള ഉരുളങ്കല്ല് പെട്ടിക്കുള്ളിലാക്കിയിട്ട് സിമെന്റ് വിട്ടിട്ട് പിന്നെ പൊട്ടിച്ചെടുത്ത് കൊണ്ടുവന്ന, അപ്പൊ ശരിക്കും ഒരു അദ്ദേഹം കാർബൺ ക്രെഡിറ്റ് കൊടുക്കേണ്ട ഒരാളാണ് പിന്നെ സുരേഷ്. കാരണം തൊട്ടടുത്തുള്ള ഉരുളങ്കല്ല് എടുത്തു, കുറച്ച് സിമെന്റ് മാത്രമേ ഉള്ളൂ പിന്നെ കാർബൺ എമിഷൻ ഉണ്ടാക്കിയ സാധനം, അതിനൊരു പെട്ടിയിലാക്കിയിട്ട് ഭിത്തി കെട്ടിയിട്ട് വീട് കെട്ടിയ ആളാണ്. ഇപ്പം അങ്ങനെ നിൽക്കുന്നൊന്നും എനിക്ക് അറിയില്ല കേട്ടോ, സുരേഷ് ആണ്. അപ്പൊ അത് അപ്പം ഓരോരുത്തരുടെ ഉള്ളിലും റൂറൽ ഓക്കെ സുരേഷ് ഉണ്ട്. ഓക്കെ. അപ്പൊ ഇത് വേണമെങ്കിൽ പറയാം, അതൊക്കെ പിന്നെ ഞാൻ പിന്നെ ഇങ്ങനെ ഒരു പ്രൊഫഷണൽ ആളാണ്, അതുകൊണ്ട് എനിക്ക് റൂറൽ ഇന്നോവേഷൻസ് ഉണ്ട്, നമ്മളെല്ലാം ഉണ്ട്. മാഗ്നിഫൈ യുവർ ക്യൂരിയോസിറ്റി. താങ്ക് യു. ഓക്കെ സുരേഷ്. താങ്ക് യു സർ. അപ്പോ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടാവും. നമുക്കൊരു 2 അവതരണം കൂടി കഴിഞ്ഞിട്ട് ഡിസ്കഷനിലേക്ക് പോകാം. ബബീഷും ലക്ഷ്മിയും അവര് നിലമ്പൂരുള്ള ഒരു ആദിവാസി മേഖലയിലെ ഹണി കളക്ഷനുമായി ബന്ധപ്പെട്ട് ചില സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് നടന്നിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് ഒരു ചെറിയ പ്രസന്റേഷൻ നടത്തും. ബബീഷേ. ലക്ഷ്മി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. നമസ്കാരം, കേൾക്കാനുണ്ടല്ലോ അല്ലെ? കേൾക്കാം. ഓക്കെ. അതായത് ഈ നമുക്കെല്ലാവർക്കും അറിയാം, ദർശനയുടെ ഒരു ഏറ്റവും പുതിയതായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് മുണ്ടേരി സേവാ സൊസൈറ്റീനെ നമ്മൾ സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. മുണ്ടേരി സേവാ സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീകൾ മാത്രം ഉള്ള, അല്ലെങ്കിൽ പ്രധാനമായിട്ടും സ്ത്രീകൾ ഉള്ള ഒരു ആദിവാസി ഗോത്ര സംഘടനയാണ്. അവരുടെ മെയിൻ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ബൈ ഒക്കുപേഷൻ തേൻ കളക്ട് ചെയ്ത് തേനാണ് വിറ്റ് ജീവിക്കുന്ന ആ ഒരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ അങ്ങനത്തെ ഉള്ള ഒരു സൊസൈറ്റിനെ ദർശന ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പൊ നമ്മൾ അതിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഞാനും ബബീഷുമാണ് അത് പറയുന്നത്. അപ്പം അതിന്റെ തുടക്കം ഇങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. 2020 ഡിസംബറിൽ കൊറോണ വന്ന് നമ്മളെല്ലാവരും വീട്ടില് ലോക്ക്ഡ് ആയിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഒമാനിലാണ്. അപ്പം ഒന്ന് നാട്ടില് പോയിരുന്നു. ആ സമയത്ത് എന്റെ വീട്ടിലെ എന്റെ സഹോദരിയും സഹോദരിയുടെ സുഹൃത്തും ഞങ്ങളുടെ ചേച്ചിയുടെ മകന്റെ ബേബി സിറ്ററുമായിട്ടുള്ള അക്കവും ഇവർ രണ്ടുപേരും കൂടി ഒരുപാട് രാത്രി വൈകിട്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ആദ്യമായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പം എന്താ നോക്കുമ്പം നമ്മള് കൊടുത്ത സമ്മാന പൊതികള്, പിന്നെ നമ്മൾ കൊണ്ടുവരുന്ന ചെറിയ ചെറിയ ബോർഡുകൾ, ഇതെല്ലാം ഇവര് സൂക്ഷിച്ചു വെക്കുകയാണ്. അപ്പൊ എന്തിനാണെന്ന് അറിയില്ല.
അപ്പൊ ചോദിച്ചപ്പോ ഇവരൊന്നും കളയരുത്, ഞങ്ങൾക്ക് എല്ലാ ഗിഫ്റ്റ് റാപ്പേഴ്സ് ഒക്കെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അത് മാത്രമല്ല ഇവർക്ക് ആമസോണിൽ നിന്നും ഒക്കെ കിട്ടുന്ന പല പല റാപ്പേഴ്സ് ഒക്കെ ഇവർ എടുത്തു വെക്കാണ്. അങ്ങനെ ഇവരുടെ ജോലിയെല്ലാം കഴിഞ്ഞ് രാത്രി വൈകിട്ട് ഇവർ ചെറിയ കുപ്പികളിൽ തേൻ നിറച്ച് ഈ പറഞ്ഞ സമ്മാനപ്പൊതികളൊക്കെ വളരെ മനോഹരമായി പാക്ക് ചെയ്ത് എന്താ പറയാ ഓരോ ആളുകൾക്ക് എത്തിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചത് എന്താണ് സംഗതി എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, വയനാട്ടിലും നിലമ്പൂരുമായിട്ട് ഒരു തേൻ കളക്ട് ചെയ്യുന്ന ഊരിൽ നിന്ന് ഞങ്ങൾ കുറച്ച് തേൻ കൊണ്ടുവന്നിട്ട് കോഴിക്കോട് കൊണ്ടുവന്നിട്ട് ആവശ്യക്കാർക്ക് എത്തിക്കുകയാണ് എന്ന് പറഞ്ഞു. അപ്പം സത്യം പറയാന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ ഇംപ്രസീവ് ആയിട്ട് തോന്നി. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്ത്രീകൾ കൂടി ചേർന്ന് അവര് നല്ല മനോഹരമായി കത്തുകൾ എഴുതുന്നുണ്ട് ഓരോ കൺസ്യൂമേഴ്സിനും. ഈ തേന് എന്താണ് ഇത് എവിടെ നിന്നാണ് വരുന്നത്, നിങ്ങൾ ഈ തേൻ വാങ്ങിക്കുന്നത് കൊണ്ട് ആരാണ് ബെനിഫിറ്റ് ചെയ്യപ്പെടുന്നത്, ഞങ്ങൾ തേൻ കുറുമരാണെന്നൊക്കെ പറഞ്ഞിട്ടൊരു നല്ല മനോഹരമായ ഒരു താങ്ക് യു കത്തുകളും അതിന്റെ കൂടെ ഒരു തേൻ മിഠായിയും അങ്ങനെ പല സാധനങ്ങളും വെച്ച് വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു സാധനമൊക്കെ അയക്കുകയാണ്. അപ്പം പിന്നെ നോക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള സുഹൃത്തുക്കളും അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളുമായിട്ടുള്ള കുറച്ച് ആളുകളാണ് ഈ തേനിന്റെ കൺസ്യൂമേഴ്സ്. മാത്രല്ല അതിലും രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10 കിലോ ഓർഡർ പോകേണ്ട സ്ഥലത്ത് 1 കിലോ പോകുന്നു, 1 കിലോ ഓർഡർ പോകേണ്ട സ്ഥലത്ത് 10 കിലോ പോകുന്നു. ചില ആളുകൾ ഓർഡർ 10 കിലോ, ഞാൻ 1 കിലോ ആണ് ചോദിച്ചത്, നിങ്ങൾ തന്നത് 10 കിലോ ആയിട്ട് കൺസ്യൂമേഴ്സ് തിരിച്ചയക്കുന്നു. അങ്ങനെ മൊത്തം ഒരു മിസ്മാനേജ്മെന്റ് ആയിരുന്നു നമ്മൾ അവിടെ കണ്ടിരുന്നത്. പക്ഷേ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ അണ്ണാര കണ്ണിനും തന്നാലായത് എന്ന് പറഞ്ഞ പോലെ 2 സ്ത്രീകൾ വളരെ നോബിൾ ആയിട്ടുള്ള ഒരു കോസിന് വേണ്ടി ഒരു ഊരിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരം ഒരു പ്രയത്നത്തിൽ ഏർപ്പെടുന്ന കണ്ടപ്പോൾ വളരെ ഇംപ്രസ്ഡ് ആയിട്ട് തോന്നി. അന്ന് ഞാൻ ഒമാൻ ചാപ്റ്റർ കോർഡിനേറ്റർ ആണ്. അപ്പോ തോന്നി ദർശന പോലുള്ള സാമൂഹിക പ്രതിബദ്ധത വളരെയധികം കാണിക്കുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലാതെ മറ്റേതൊരു സംഘടനയ്ക്കാണ് ഇവരെ നന്നായി ഹെൽപ്പ് ചെയ്യാൻ പറ്റുക. ദർശനയുടെ സാധ്യതകൾ അനന്തമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദർശനയിലുള്ള ആളുകളുടെ ഡൈവേഴ്സ് സ്കിൽസ്, പലതരം ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുണ്ട്, പല ലൊക്കാലിറ്റിയിലുള്ള ആളുകളുണ്ട്, ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, പല എക്സ്പേർട്സ് ഉണ്ട് നമുക്ക്. ഈ സാധ്യതകൾ ഉപയോഗിച്ച് എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു സൊസൈറ്റിയെ ഹെൽപ്പ് ചെയ്തുകൂടാ, അല്ലെങ്കിൽ നന്നായി ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയത് കൊണ്ട് വയനാട് അടുത്തുള്ള നിലമ്പൂർ അടുത്തുള്ള കോഴിക്കോട് ചാപ്റ്റർ കോർഡിനേറ്റർ അനീഷുമായിട്ട് ബന്ധപ്പെടുകയായിരുന്നു. തുടർന്ന് അവരൊരു 4-5 പേര് നമ്മളിവര് 2 പേരും സന്ദർശിക്കാൻ വേണ്ടി വരികയും അവിടെ നിന്നാണ് ഈ ഹോൾ സാധനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ബാക്കി വീട്ടിൽ വന്നതിന് ശേഷമുള്ള കാര്യങ്ങൾ ബബീഷ് പറയും. നമസ്കാരം സാക്കളെ. എക്കോ ഉണ്ടോ? ഇല്ല, ക്ലിയർ ആണ്. ഓക്കെ. ദർശന കാലിക്കറ്റ് ചാപ്റ്റർ ഈ ഒരു ആക്ടിവിറ്റി ഏറ്റെടുക്കുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്തത് ദർശനയുടെ ഒരു പൊതുനയം സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ഫേംസ് അവർക്ക് വേണ്ട ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്യാം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒന്ന്. രണ്ടാമത്തത് സമൂഹത്തിലെ ഏറ്റവും പിന്നോക്കം ആയിട്ടുള്ള ഒരു ട്രൈബൽ മേഖല. അപ്പൊ ട്രൈബൽ മേഖലയിൽ ട്രൈബൽ വിഭാഗങ്ങൾക്കിടയിൽ വർക്ക് ചെയ്യാൻ കിട്ടുന്ന ദർശനയുടെ ഒരു സാഹചര്യം അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക, അവരെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി തങ്ങളെ കൊണ്ട് കഴിയുന്നത് ചെയ്യുക എന്നുള്ള ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് ലക്ഷ്മി പറഞ്ഞ ഉടനെ തന്നെ കാലിക്കറ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമ്മൾക്കത് എന്താണ് അവരുടെ ആവശ്യങ്ങൾ എന്നുള്ളത് അന്വേഷിക്കാം എന്ന് പറഞ്ഞ് ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത്. ആദ്യം മീറ്റ് ചെയ്യുന്നത് സഖാവ് ഗിരീഷ്, മനേട്ടൻ, വരുൺ, ലക്ഷ്മി ഇവരൊക്കെയാണ് അക്കുവിനെ ചെന്ന് മീറ്റ് ചെയ്ത് അവരുടെ ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അങ്ങനെ ദർശനക്ക് കഴിയുന്ന രീതിയിൽ ഇടപെടാം എന്നുള്ള ഒരു ഉറപ്പും ഓരോ ചെറിയ കുപ്പി തേനും വാങ്ങിയെന്ന് മടങ്ങുകയാണ്. പക്ഷെ കൃത്യമായ എന്താണ് ഇടപെടൽ വേണ്ടത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ഒരു മീറ്റിംഗ് കൂടി കഴിയാണ്. അങ്ങനെ കാലിക്കറ്റ് ചാപ്റ്റർ അംഗങ്ങളെ കാണാൻ വേണ്ടിയിട്ട് മുണ്ടേരി സൊസൈറ്റി സെക്രട്ടറി ആയിട്ടുള്ള ചിത്ര കാലിക്കറ്റിലേക്ക് എത്തി. ആ സമയത്ത് സഖാവ് ഗിരീഷ്, അനീഷ്, വരുൺ പിന്നെ ഞാനും ഒക്കെയാണ് ചിത്രനെ മീറ്റ് ചെയ്യുന്നത്.
അപ്പൊ അവരെ അടുത്തു നിന്നാണ് നമ്മൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവര് ട്രൈബൽ കമ്മ്യൂണിറ്റി, പല ട്രൈബൽ കമ്മ്യൂണിറ്റി ഉണ്ട്. ഫോറസ്റ്റ് ഡെല്ലേഴ്സ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി, തേൻ കുറുമ, വേട്ടക്കുറുമ, കാട്ടുനായ്ക്ക, ചോലനായ്ക്ക, പലരും ഇപ്പൊ തേൻ കുറുമ എന്നുള്ള വാക്കിൽ നിന്ന് തന്നെ അറിയാലോ, അവരുടെ കുലത്തൊഴിൽ തന്നെ അവര് ഈ ഒരു ജോലി മാത്രം അറിയുന്ന ആളുകളാണ്. അങ്ങനെ ഇവര് തേനെടുക്കാൻ പോകുന്നതിന്റെ മുമ്പുള്ള മൂപ്പന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള ചടങ്ങുകൾ തൊട്ട് കിലോമീറ്ററുകളൊക്കെ നടന്ന് തേനുള്ള മരം സ്പോട്ട് ചെയ്ത് അവിടെ കിടന്നുറങ്ങി, രാത്രിയാവുന്ന സമയത്ത് പാമ്പിനെ പോലെ മരത്തിൽ ഇഴഞ്ഞു കയറി തേനെടുക്കുക. ഇത് വളരെ അപകടം പിടിച്ച ഒന്നുകൂടിയാണ്, ഇപ്പൊ കേൾക്കുമ്പോൾ തന്നെ അറിയാലോ. അപ്പൊ അതുപോലെ അവരതിന് എടുക്കുന്ന റിസ്ക്, ആ റിസ്ക്കും അതിന് കിട്ടുന്ന പൈസയും കമ്പയർ ചെയ്യുന്ന സമയത്ത് അതാണ് നമ്മൾക്ക് അവര് ഫേസ് ചെയ്യുന്ന വലിയൊരു ചൂഷണത്തിന്റെ ഇന്റൻസിറ്റി മനസ്സിലാവുന്നത്. പക്ഷെ അവിടെ യഥാർത്ഥ ചൂഷണം നടക്കുന്നത് അവിടെയോ അല്ല. അവര് കൊണ്ടുവരുന്ന തേൻ പലപ്പോഴും അവർക്ക് വിറ്റഴിക്കേണ്ടി വരുന്നത് എന്തെങ്കിലുമൊക്കെ റേഷൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടോ പലപ്പോഴും മദ്യത്തിന് വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കും. അപ്പൊ ഈ ഒരു ഇഷ്യൂവിനെ അഡ്രസ് ചെയ്തിട്ടാണ് വനിതാ സൊസൈറ്റി അവരുടെ ഉൽപ്പന്നത്തിന് മാന്യമായ വില കിട്ടുക, അത് യഥാർത്ഥ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പം അതിനുവേണ്ടി അവര് തേൻ വിൽക്കാൻ വേണ്ടി ഒരു സൊസൈറ്റി ഫോം ചെയ്യുന്നു. തേൻ വിൽക്കൽ മാത്രമല്ല, ബാക്കിയുള്ള ഒരുപാട് ട്രൈബൽ പ്രൊഡക്ട്സ് ഉണ്ട്, അതെല്ലാം വിൽക്കുക. എന്നിട്ട് അവരുടെ ഒരു ട്രൈബൽ മേഖലയിലുള്ള ഒരു ഉന്നമനം, അതാണ് അവരുടെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയ അവര് ഫേസ് ചെയ്ത കുറച്ച് ഇഷ്യൂ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ്. പലപ്പോഴും ഇവർക്ക് മുൻകൂറായിട്ട് പൈസ കൊടുക്കേണ്ടി വരും. ഇപ്പൊ തേനെടുക്കാൻ പോകുന്ന ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിന് ഊരിൽ ആരാണോ പോകുന്നത് അവർക്ക് പൈസ കൊടുക്കണം. അപ്പൊ അതിന് ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. രണ്ടാമത് അവര് ഫേസ് ചെയ്തൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംഭരിക്കുന്ന തേന് വളരെ റിമോട്ട് ആയിട്ടുള്ള ഏരിയയിൽ നിന്നാണ്, ഊരിൽ നിന്ന് അവർക്ക് കൊണ്ടുവരേണ്ടത്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഒന്നും കാര്യമായ അവൈലബിലിറ്റി ഇല്ല. അപ്പോൾ എല്ലായ്പ്പോഴും ഓട്ടോനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് വേണം കൊണ്ടുവരാൻ. അപ്പൊ അതിനുള്ള അവർക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ടായിരുന്നില്ല. സൊസൈറ്റിക്കുള്ള ആകെയുള്ള ഒരു ഓഫീസ്, അതിലുള്ള സ്ഥലപരിമിതി. ഏറ്റവും ബുദ്ധിമുട്ട് ഉണ്ടായത് കസ്റ്റമേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ നമുക്കറിയുന്ന പോലെ തന്നെ ഡാബറിനൊക്കെ തേനൊക്കെ വളരെ കുറഞ്ഞ വിലയ്ക്ക് മാർക്കറ്റിലുണ്ട്, എല്ലായ്പ്പോഴും ഒരേ ടേസ്റ്റ് ഉണ്ടാവുന്ന തേൻ. അപ്പം ഈ തേനിന്റെ കസ്റ്റമേഴ്സിനും യഥാർത്ഥ കാട്ടുതേനിന്റെ കസ്റ്റമേഴ്സും തമ്മിലുള്ള വ്യത്യാസം, അത് കാട്ടുതേനെ കുറിച്ച് അറിയുന്ന ആളുകളാണ് കൂടുതൽ അത് വാങ്ങിക്കുക എന്നുള്ളത്. അപ്പൊ യഥാർത്ഥ കസ്റ്റമറിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ച് ഫേസ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ചലഞ്ച്. അങ്ങനെ ഈ ആവശ്യത്തിനുള്ള ഇൻപുട്ടൊക്കെ കിട്ടിയതിനു ശേഷം കോഴിക്കോട് ചാപ്റ്റർ ഒരു സബ് കമ്മിറ്റി രൂപീകരിച്ചു. സഖാവ് വരുണൻ, ഗിരീഷേട്ടൻ, മനോജ്, ബിന്ദുച്ചി, ലക്ഷ്മി, പിന്നെ ഞാനൊക്കെ ഉള്ള ഒരു സബ് കമ്മിറ്റി ഉണ്ടാക്കി. ഇവരുടെ പ്രധാന പ്രൊഡക്ട്സ് ആയിട്ടുള്ള ചെറുതേൻ, വലിയ തേൻ, അതിനെ എത്രയും പെട്ടെന്ന് വിൽക്കാനുള്ള ഒരു സാഹചര്യം, നേരത്തെ പറഞ്ഞ ഒരു യഥാർത്ഥ കസ്റ്റമർ എന്നെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതിലേക്ക് നമുക്ക് സഹായിക്കാം. അതിനുള്ള ഒരു ചെറിയ റൈറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്തു. അതിനുശേഷം മനോഹേട്ടൻ്റെയും ഗിരീഷേട്ടൻ്റെയൊക്കെ നേതൃത്വത്തിൽ അവർ നേരിട്ട് കളക്ട് ചെയ്തും കുറെ വിറ്റഴിച്ചു. പോസ്റ്റ് കണ്ടിട്ട് ആദ്യം റെസ്പോണ്ട് ചെയ്ത 3 ആളുകളുടെ പേരുണ്ട്, അത് എടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഷഫീഖ് റഹ്മാൻ, റാഫി ജോസ്, പിന്നെ ജോസ് വർഗീസ്. ഒരു 2 പേര് ബാംഗ്ലൂരാണ്, ഒരാൾ UAE. അങ്ങനെ നമ്മളെ പതുക്കെ ഒരു വളരെ സ്ലോ പേസിൽ സെയിൽസ് ഒക്കെ ഇങ്ങനെ നടക്കുകയാണ്. അതിന്റെ കുറച്ച് ആക്ടിവിറ്റികൾ ഞാനും പിന്നെ ലക്ഷ്മി ചാപ്റ്ററിലുള്ള ബാക്കി ആളുകളൊക്കെ ഉള്ള ഒരു സഹകരണത്തോടു കൂടി ഇങ്ങനെ ചെയ്യുന്നു. അങ്ങനെ പതുക്കെ ഒരു മാസം കൊണ്ട് 20,000 ഒക്കെ സെയിൽ എത്തി. ബാക്കി ലക്ഷ്മി. അതുപോലെ നമ്മൾ ഈ ഡിസംബറിൽ തുടങ്ങിയ ഒരു മാർച്ചൊക്കെ ആയപ്പോഴേക്കും നമ്മൾക്ക് ആദ്യത്തെ സെറ്റ് ഓഫ് ആളുകൾ ദർശനയിൽ നിന്ന് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി.
അതിൽ എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള എൻഡ് കസ്റ്റമേഴ്സിനെ കിട്ടുക എന്ന് മാത്രമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് ഈ ഒരു ദുർബല വിഭാഗത്തെ പറ്റി, അവർ നേരിടുന്ന ചൂഷണത്തെ പറ്റി, അല്ലെങ്കിൽ അവർ നേരിടുന്ന പ്രയാസത്തെ പറ്റി, ഈ തേനിന്റെ ക്വാളിറ്റിയെ പറ്റി ഒക്കെ പരാമർശിച്ചു കൊണ്ടിട്ടുള്ള ലഘു ലേഖകൾ നമ്മൾ ഈ ഗ്രൂപ്പുകളിലൊക്കെ ആദ്യം സെൻഡ് ചെയ്തു. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ആളുകളിലേക്ക് ഇൻഫോം ചെയ്യാൻ പറ്റിയെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിന്റെ പാർട്ടായിട്ട് നമ്മൾ തേൻ വാങ്ങിക്കാനല്ല പറഞ്ഞത്, തേന് പ്രീ ബുക്കിംഗ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പ്രീ ബുക്കിംഗ് ചെയ്യാൻ എപ്പോഴാണ് തരാൻ പറ്റാൻ നമുക്ക് മ്യൂട്ടായി. ഓക്കെ, 2 മാസത്തിൽ എത്തിക്കും എന്നുള്ള ഒരു ഉറപ്പിലാണ് ഇവരെല്ലാരും മുന്നോട്ട് വരുന്നത്. അപ്പൊ സത്യം പറയാച്ചാൽ ഈ പ്രോസസ്സിൽ അണിചേരുന്ന ഓരോ ആളുകളും, പ്രത്യേകിച്ച് തുടക്കത്തിൽ ബിജു പറഞ്ഞ പോലെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ആളുകളായിരുന്നു. അവരെല്ലാം ഈ ഒരു കോസിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. ഞങ്ങൾ എന്ത് തരും എന്നുള്ള അവർക്ക് അറിയില്ല, ഒന്നും അറിയില്ല. ആ ഒരു കോസിന് വേണ്ടി ചെറുതേന്റെ വില 2500 വലിയ ചെറിയ 2 കിലോ 3 കിലോ 4 കിലോ ഒക്കെ വെച്ച് എല്ലാവരും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷൻ കൃത്യമായിട്ട് എത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഈ ചെറിയൊരു എക്സൽ ഒക്കെ വെച്ച് ഈ ഓർഡർ എല്ലാം മാനേജ് ചെയ്യുന്നു. ബബീഷ് വാട്സപ്പ് ഉപയോഗിച്ച് എന്താ പറയുക, ചിത്രയുമായി കോണ്ടാക്ട് ചെയ്ത് അവിടുത്തെ ഓർഡർ മാനേജ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു ഘട്ടത്തിൽ എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മളുടെ ഒരു സമയമൊക്കെ ഈ മൊത്തത്തിലുള്ള ഒരു ബിസിനസിനെ ബാധിക്കും. ഞങ്ങൾ സമയം കണ്ടെത്തിയിട്ട് ഇതിൽ നിൽക്കുകയാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ വിവരം എത്തും, കൂടുതൽ ആളുകൾ വരും. പക്ഷെ കൂടുതൽ ആളുകൾ വന്നാൽ നമ്മുടെ കയ്യിൽ വലിയ റിസോഴ്സസ് ഒന്നുമില്ല, നമ്മൾ ബ്ലോക്ക് ആവും. അങ്ങനെ ഒരു വിഷ്യ സൈക്കിളിൽ എത്തിപ്പെട്ട പോലെ ഒരു ഫീലിംഗ് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഉണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരുപാട് വോളണ്ടിയേഴ്സ് ഞങ്ങളെ സഹായവുമായിട്ട് ഞങ്ങൾക്ക് പല ആശയങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ സമീപിക്കുന്നത്. അത് ഇതിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഈ മൊത്തത്തിലുള്ള ഒരു ഇതിന്റെ ഒരു ഉദാഹരണത്തിൽ നമ്മളുടെ സഖാവ് ബിജു കുമാർ, അദ്ദേഹത്തിന്റെ ഇതുപോലത്തെ ഉള്ള ഫേമിൽ പോയിട്ടുള്ള പരിചയം, അല്ലെങ്കിൽ അങ്ങനത്തെ മൈക്രോ മെഷീനറീസ് കണ്ടിട്ടുള്ള പരിചയം, പിന്നെ അദ്ദേഹത്തിന് VSS ഹോർട്ടി കോർപ്പ്, വനവകുപ്പ്, അങ്ങനെയുള്ള സംഘടനകളുമായിട്ടുള്ള മുൻ പരിചയമൊക്കെ ബന്ധമൊക്കെ വെച്ച് നമ്മൾക്ക് അതുപോലെ എന്തുകൊണ്ട് ചെയ്തുകൂടാ, നമുക്ക് എന്തുകൊണ്ട് ക്വാളിറ്റിയിൽ കൂടുതൽ ശ്രദ്ധിച്ചുകൂടാ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുകയാണ് ഉണ്ടായത്. അവിടെ തുടർന്ന് ഞങ്ങൾ ഒരുപാട് ബ്രെയിൻ സ്റ്റോമിങ് സെഷൻസ് നടത്തി. ഞങ്ങൾ ഒരുവിധം ഈ തേനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രോബ്ലംസും ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയിൽ കോമ്രേഡ് ജിയോജി, അദ്ദേഹം ആശ ഫൗണ്ടേഷന്റെ എക്സിക്യൂട്ടീവ് മെമ്പർ ആയിരുന്നു, അദ്ദേഹം ബോർഡിലുള്ള മെമ്പർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. എങ്ങനെയാണ് ആശ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലുള്ള ആർട്ടിസൺ വിഭാഗത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു 10-20 വർഷമായി നടക്കുന്ന വലിയൊരു ഓർഗനൈസേഷൻ. അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ വളരെ കീൻ ആയിട്ട് സിമിലർ ആയിട്ടുള്ള ആളുകളെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഡിസ്കഷൻസും നമ്മുടെ ചലഞ്ചസും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സബ് കമ്മിറ്റിയിൽ. അതിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങള്, 1 ക്വാളിറ്റി, 2 ഇതിന്റെ കോസ്റ്റിംഗ്, ഇതിന്റെ ബെനിഫിറ്റ് ഉണ്ടോ, ഈ യഥാർത്ഥ കോസ്റ്റിംഗ് തന്നെയാണോ, പിന്നെ മറ്റ് ട്രാൻസ്പോർട്ടേഷനിൽ അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങള് അതെങ്ങനെ അഡ്രസ് ചെയ്യാം. അതായത് വലിയ ഫോറസ്റ്റിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കുക, 6-7 കിലോമീറ്റർ വളരെ കാടൊക്കെ താണ്ടി എത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതെങ്ങനെ പരിഹരിക്കും എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചു. നിലവിലുള്ള പാക്കേജിങ്, അതിലെന്തെല്ലാം മാറ്റങ്ങൾ വരുത്താം എന്നുള്ള സാധ്യതകളെ കുറിച്ച് അന്വേഷിച്ചു. ഇതെല്ലാം കൂടാതെ ദർശനയ്ക്ക് കൃത്യമായി ഇതിൽ എവിടെയാണ് ഇടപെടാൻ സാധിക്കുക, നമ്മൾ ഏത് തരത്തിലാണ് ഈ ബിസിനസ് മോഡലിനെ കൊണ്ടുപോകേണ്ടത്, ദർശന ഇത് പർച്ചേസ് ചെയ്ത് വിൽക്കുന്ന ഒരാളാണോ അതോ അവരെ എംപവർ ചെയ്യുന്ന ഒരാളായിട്ട് ആയിരിക്കണോ, കേവലം ഒരൊറ്റ ഗ്രൂപ്പിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണോ എന്നൊക്കെ, അങ്ങനെ പലവിധ കാര്യങ്ങൾ ഞങ്ങൾ പല ഡയറക്ഷനിലൊക്കെ
ചിന്തിച്ചു. അതിന് പല സൊല്യൂഷൻസ് നമ്മളുടെ മുന്നിൽ എത്തി നിൽക്കുകയാണ്. അങ്ങനെയുള്ള സമയത്താണ് പിന്നെ നമ്മൾ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചു. അതിൽ ഇതുപോലെയുള്ള മറ്റ് ദുർബല സംഘടനകൾ, ചെറിയ സംഘടനകളൊക്കെ ഓൺബോർഡ് ചെയ്യുക, അവർക്ക് വേണ്ട എക്സ്പെർട്ടൈസ് കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ആലോചിച്ചു. ഇപ്പൊ ഞങ്ങള് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഒരു 27 പേര് കഴിഞ്ഞ് നമ്മൾ ക്വിക്ലി ഒരു 30,000 രൂപയുടെ സെയിൽസ് ആയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഷോർട്ട് ടേം, ഇതൊക്കെ പറഞ്ഞതൊക്കെ ഷോർട്ട് ടേം, മിഡ് ടേം, ലോങ് ടേം പ്ലാൻ ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കി. അതിൽ ഷോർട്ട് ടേം പ്ലാനിൽ നമ്മൾ വിചാരിച്ചു വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഒരു ഗ്രൂപ്പിനോട് സഹായം അഭ്യർത്ഥിക്കാം എന്ന് വിചാരിച്ചിട്ട് 1990 അത് 80 ബാച്ചിൽ കേന്ദ്രീകരിച്ച് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും അവര് മുമ്പുള്ള ആളുകൾ പ്രീ ബുക്കിംഗ് ആണ് ചെയ്തതെങ്കിൽ ഇവര് ഒരു പടിയും കൂടെ കടന്നിട്ട് അവര് ഒരു അംബാസിഡർമാർ പോലെ വർക്ക് ചെയ്തു പോലെ ആയി. അവര് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു 5 കിലോ തേൻ ബൾക്കായി അല്ലെങ്കിൽ 6 കിലോ തേൻ ബൾക്കായി വാങ്ങിക്കുകയും അവരുടെ സുഹൃത്ത് വലയത്തിലോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലോ അവരുടെ സുഹൃത്തുക്കൾക്കോ ഒക്കെ എത്തിച്ച് ഞങ്ങളുടെ ഒരു വിശ്വാസത്തിൽ എത്തിച്ച് കൊടുക്കുകയുണ്ടായത്. ആ ഒരൊറ്റ മാസത്തില് ഞങ്ങളുടെ സെയിൽസ് 1 ലക്ഷം കടന്നു. അപ്പൊ നമ്മള് ഇൻവെസ്റ്റ് ചെയ്തത് നമ്മുടെ ഒരു സോഷ്യൽ ക്യാപിറ്റലാണ്, നമ്മളുടെ സുഹൃത്ത് ബന്ധങ്ങളാണ്. ഇതൊന്നും ഇല്ലാത്ത സാമ്പത്തികമായും സാമൂഹികമായും മറ്റു പല കാര്യങ്ങളിലും പിന്നോക്ക അവസ്ഥയിലുള്ള ഒരു ഗ്രൂപ്പിനെ ദർശന ഇടയിൽ നിന്നുകൊണ്ട് ദർശനയുടെ വളരെ കുറഞ്ഞ ആളുകൾ, സത്യം പറഞ്ഞ 53 ആളുകളുടെ ഇടപെടലുകളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. അത് തന്നെ ഒരു വലിയ ഹെൽപ്പായിരുന്നു അവർക്ക്, പ്രത്യേകിച്ച് കോവിഡ് കാലത്ത്. അത്രയാണ് ഞങ്ങളുടെ ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അത് നമ്മളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പിനെ ഓട്ടോണമസ് ആയിട്ടുള്ള, സ്വയം പര്യാപ്തമായിട്ടുള്ള, എബിലിറ്റി ഉള്ള, സ്കിൽഡ് ആയിട്ടുള്ള, എല്ലാം മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പായി കൊണ്ടുവരിക. ആ കൊണ്ടുവരുന്നതോടുകൂടി അവരുടെ ഊരിലുള്ള എല്ലാ ബെനിഫിറ്റും അവർക്ക് കിട്ടുക. ഇത് കൂടാതെ നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ്, അവർക്ക് സേഫ്റ്റി പ്രശ്നങ്ങളുണ്ട്, അതിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അങ്ങനെ ഒരു സമൂലമായിട്ടുള്ള ഒരു സാമൂഹിക മാറ്റം തന്നെ ഇങ്ങനത്തെ ഒരു അറ്റംപ്റ്റിലൂടെ കൊണ്ടുവരാന്നുള്ളതാണ് ഞങ്ങൾ ആത്യന്തികമായി ലക്ഷ്യം വെക്കുന്നത്. ബാക്കി ഇനി ഞങ്ങളുടെ വേ ഫോർവേഡിനെ കുറിച്ച് സഖാവ് ബബീഷ് പറയും. നമ്മള് ഷോർട്ട് ടേം ഗോളിനെ ആയിരുന്നു ആദ്യം ഐഡന്റിഫൈ ചെയ്തെങ്കിൽ ഇനി മിഡ് ടേമിന്റെയും ലോങ് ടേം ഗോളിന്റെയും എക്സിക്യൂഷൻ ആണ് ബാക്കിയുള്ളത്. അപ്പൊ അവർക്ക് സീസണൽ ആയിട്ട് മാത്രമാണ് കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് നിലവില് ഒരു ഐഡ്ലിംഗ് ആയിട്ടുള്ള സ്റ്റേജാണ്. കാര്യമായ ആക്ടിവിറ്റികളൊന്നും ഇപ്പൊ ഇല്ല. അപ്പം അടുത്തത് ഇപ്പം നേരത്തെ പറഞ്ഞ മിഡ് ടേം ഗോളുകളൊക്കെ നമ്മൾ എടുക്കുക. ഒന്നാമത് ഏറ്റവും കൂടുതൽ ബോട്ടിലിംഗിൽ നമ്മൾ കൂടെ ഇടപെടുക. അതേപോലെ പാക്കേജിങ്, സെയിൽസ് നെറ്റ്വർക്ക്. നേരത്തെ അവർ കൊറിയർ സർവീസ് മാത്രമായിരുന്നു. അതിൻ്റെയൊക്കെ സഹായത്തോടുകൂടി പോസ്റ്റൽ സർവീസിലോടേക്ക് വന്നതോടുകൂടി അത് വളരെ എഫക്റ്റീവായിട്ട് ചെലവ് കുറച്ചവർക്ക് ചെയ്യാൻ പറ്റി. പിന്നെ അടുത്ത സർട്ടിഫിക്കേഷൻ, ഗവൺമെന്റിന്റെ പല സർട്ടിഫിക്കേഷൻസിലൂടെ അവർ പോകേണ്ടതുണ്ട്. ഒരു ഇന്റർനാഷണൽ സെയിൽ ചെയ്യാവുന്ന രീതിയിലേക്ക് മാറ്റേണ്ടതുണ്ട്. അത്രയൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇത് ഞാൻ പറഞ്ഞ് നിർത്താൻ പോകുന്നത്, ഇത് കേവലം 2 ഊരുകളിലാണ്. ഇപ്പൊ ചിത്രയ്ക്ക് കോണ്ടാക്ട് ഉള്ളത് ഒരു 2 ഊരുകളിലാണ്. ഈ 2 ഊരുകളിലെ കേവലം ഒരു 25% തേൻ മാത്രമേ നിലവിൽ സെയിൽ ചെയ്തിട്ടുള്ളൂ. അതായത് അവരൊരു 2 ലക്ഷം രൂപയുടെ സെയിൽ ഉണ്ടെങ്കിൽ അത് അത്രയും ചെറിയ വോളിയമാണ്. ഒരു 70ഓളം ഊരുകള് വയനാട്, മലപ്പുറം മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. അപ്പം നമ്മൾക്ക് ഈ വോളിയം അതായത് നമ്മൾക്ക് മാനേജ് ചെയ്യുക എന്നുള്ളതല്ല, ഇതുപോലെ യഥാർത്ഥ കസ്റ്റമർ വാങ്ങിക്കുന്ന സമയത്ത് ട്രൈബൽ മേഖലേന്റെ ഒരു മുഖച്ഛായ തന്നെ മാറ്റാൻ ചിലപ്പോൾ സാധിക്കും. അത് കേവലം ഒരു തേൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല നമ്മൾ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ ദർശന ഇടപെടേണ്ടത് ഇത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് കാലിക്കറ്റ് ചാപ്റ്റർ ആണ് ഒരു സബ് കമ്മിറ്റി ഫോം ചെയ്തതെങ്കിൽ ബാക്കിയുള്ള ചാപ്റ്ററുകൾ കൂടി ഇങ്ങനത്തെ കുറെ ആളുകളെ ഐഡന്റിഫൈ ചെയ്യാനും അവരെ സഹായിക്കാനും പറ്റും. അത് മാത്രമല്ല, ഇപ്പൊ നിലവിലൊരു ട്രൈബൽ സൊസൈറ്റി ആണെങ്കിൽ കുടുംബശ്രീക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റാർക്കെങ്കിലും ഒക്കെ വേണ്ടിയിട്ട് സെയിം പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്തി അവർക്കൊരു
അവരുടെ ഒരു ലൈഫ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു അവസരം ദർശനയ്ക്ക് ഒരുക്കാൻ പറ്റും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ലക്ഷ്മി. ഭവിഷ്യ നമുക്ക് അടുത്ത അവതരണത്തിലേക്ക് പോകാം. അതെ അതെ, സ്ലൈഡ്സ് വേണ്ടേ? ഇഗ്നൈറ്റ് സംബന്ധിച്ചിട്ടുള്ള അവതരണത്തിന് പാലക്കാട് നിന്ന് മണികണ്ഠനും അജിയും. മണി, എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. കേൾക്കാം. സുഹൃത്തുക്കളെ, സമയം 9:15. ഒരുപാട് ഇഗ്നൈറ്റിനെ പറ്റി സംസാരിക്കാനുണ്ടെങ്കിലും ഒന്ന് ചുരുക്കി പറഞ്ഞ് ചില നമ്മൾ നേരിട്ടുള്ള ചില ചോദ്യങ്ങളും ചില വെല്ലുവിളികളും നമ്മൾ ചെറിയ അതിനകത്തുള്ള ഞങ്ങളുടെ ചില അനുഭവങ്ങൾ, നമ്മുടെ അതിനകത്ത് കോർ ടീമിലുണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളും അവതരിപ്പിക്കുക എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. വളരെ വിശദമായിട്ടുള്ള ഒരു നിലയിലേക്ക് പോകുന്നില്ല. കഴിഞ്ഞ വർഷമാണ് നമ്മൾ ഇഗ്നൈറ്റ് പ്രോഗ്രാം നടത്തിയത്. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും സജീവമായി നമ്മുടെ അംഗങ്ങളെല്ലാം പങ്കെടുത്തിട്ടുള്ള ഒരു പ്രവർത്തനമായിരുന്നു ഇഗ്നൈറ്റിന്റെ പ്രോഗ്രാം. അതിനകത്ത് തന്നെ പ്രധാനമായിട്ടൊരു ഇഗ്നൈറ്റ് ഇന്നോവേഷൻ ചാലഞ്ച് നടത്തിയതായിട്ടായിരിക്കും എല്ലാവർക്കും ഇഗ്നൈറ്റിനെ അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഇഗ്നൈറ്റ് പ്ലാറ്റ്ഫോം നമ്മൾ ആരംഭിച്ചത് കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾക്ക് യോജിച്ച ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യുക എന്നുള്ളതിലായിരുന്നു. അതായത് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്കും വളർന്നു വരുന്ന സംരംഭകർക്കും തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സംരംഭകർക്കും അതുപോലെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ താല്പര്യമുള്ള ആർക്കും, ക്രിയേറ്റീവായി ചിന്തിക്കാൻ കഴിയുന്ന താല്പര്യമുള്ള ആർക്കും ഇടപെടാനും പറ്റിയ ഒരു പ്ലാറ്റ്ഫോം. അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന അവർക്ക് ഉദ്ദേശിക്കുന്നത്, അവർക്ക് ആശയങ്ങൾ, അവരുടെ ഐഡിയകൾ അവതരിപ്പിക്കാനും പങ്കുവയ്ക്കാനും അതുപോലെ അവരുടെ അറിവുകൾ ഷെയർ ചെയ്യാനും അന്യോന്യം അറിവുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനും അതുപോലെ ക്രിയേറ്റ് ചെയ്യാനും പരീക്ഷണങ്ങൾ നടത്താനും എക്സ്പെരിമെന്റ് ചെയ്യാനും അതിനെ തന്നെ പരിഷ്കരിക്കാനും പുതിയ മോഡലുകൾ വികസിപ്പിച്ചെടുക്കാനും ഇങ്ങനെ സംരംഭങ്ങൾ തുടങ്ങുന്നതിലേക്ക് എത്തിക്കാനും വേണ്ട ഒരു അവസരങ്ങൾ ഒരുക്കുന്ന, പിന്തുണ കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു ഇഗ്നൈറ്റിന്റെ ഒരു ലക്ഷ്യം. അത്തരത്തിൽ ഉള്ളതിനകത്ത് ഇഗ്നൈറ്റിന്റെ ലക്ഷ്യങ്ങളിൽ മുഖ്യമായ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് റൂറൽ മേഖലയിലെ കണ്ടുപിടുത്തങ്ങളെയും കണ്ടെത്തുകയും അവയെ സാമൂഹ്യ പ്രസക്തിയുള്ള പ്രൊജക്റ്റുകളാക്കി വികസിപ്പിക്കുന്നതിന് അതുപോലെ അതിനെ വളർത്തിയെടുക്കുന്നതിലും പിന്തുണ നൽകുക എന്നുള്ളത് കൂടിയായിരുന്നു. റൂറൽ മേഖലയിലെ കണ്ടുപിടുത്തങ്ങളെയും അതുപോലെ റൂറൽ മേഖലയിലെ വികാസങ്ങളെയും ലക്ഷ്യമാക്കുന്നതിനുള്ള ഒരു കാരണം സമൂഹത്തിലെ താഴെത്തട്ടുകളിലുള്ള അവരുടെ ഉന്നമനം എന്നുള്ളത് ദർശനയുടെ ഭാഗമായിട്ടുള്ള ഇഗ്നൈറ്റിന്റെ ലക്ഷ്യമാണ് എന്നുള്ളത്. അതിന് സാങ്കേതിക വിദ്യയുടെ പ്രയോഗം എങ്ങനെ നടത്തണമെന്നുള്ളതും അത് ഉപയോഗിച്ചുകൊണ്ട് സ്കിൽസ്, അറിവ് എങ്ങനെ വികസിപ്പിച്ച് കൊണ്ടുവരണം, നൈപുണികൾ വികാസത്തിന് എങ്ങനെയൊക്കെ ഈ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്താൻ കഴിയണം, എങ്ങനെ ഷെയർ ചെയ്യാൻ കഴിയണം, ഇങ്ങനെ അതിനെല്ലാം യോജിച്ച രീതിയിൽ പ്ലാറ്റ്ഫോമിനെ ഉപയോഗപ്പെടുത്തുകയും അത് യഥാർത്ഥത്തിൽ റൂറൽ മേഖലകളിൽ ഉപയോഗപ്പെടുത്തി എല്ലാ തരത്തിലുള്ള തുല്യതയിൽ ഊന്നിയിട്ടുള്ള ഒരു വികാസത്തിന് അവസരങ്ങൾ ഉണ്ടാക്കുക, അതിനുള്ള സാധ്യതകൾ കൂട്ടുക എന്നുള്ളതായിരുന്നു.
അപ്പം ഇതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നോവേഷൻ ചാലഞ്ച് നമ്മൾ കഴിഞ്ഞ വർഷം നടത്തിയതും. അതിനൊരു തുടക്കം എന്നുള്ളതിൽ ഇന്നോവേഷൻ ചാലഞ്ച് നടത്തി നമ്മൾ കഴിഞ്ഞ ഏപ്രിലാണ് അതിൻ്റെ ആദ്യത്തെ മത്സരം അവസാനിപ്പിച്ചതും 5 കിട്ടിയ 50ഓളം പ്രൊജക്റ്റുകളിൽ നിന്ന് 5 പ്രൊജക്റ്റുകൾ നമ്മൾ തിരഞ്ഞെടുത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവരെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്ത് നമുക്ക് കിട്ടിയതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും സാമൂഹ്യ പ്രസക്തിയുള്ള അതുപോലെ ടെക്നോളജിക്കലി ഇന്നോവേഷൻസ് ഉൾപ്പെടുന്ന പ്രൊജക്റ്റുകൾ തന്നെ വരാൻ വേണ്ടി ഉള്ള ശ്രമങ്ങളും അതിനെ നമ്മുടെ വളരെ വ്യത്യസ്ത മേഖലകളിൽ പരിചയമുള്ള ദർശനയുടെ അംഗങ്ങളായിട്ടുള്ള എക്സ്പേർട്ടുകൾ ഇതിനകത്ത് പാനൽ മെമ്പേഴ്സായി ചേർന്ന പ്രൊജക്റ്റുകളെ വിലയിരുത്തുകയും ചെയ്തു. അങ്ങനെയാണ് 5 പ്രൊജക്റ്റുകൾ ഇതിനകത്ത് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് എടുക്കാൻ കഴിഞ്ഞത്. നല്ലൊരു വർക്ക് അതിൻ്റെ പേരിൽ നമുക്ക് കോർഡിനേറ്റ് ചെയ്യാനും നമുക്ക് കമ്മിറ്റ്മെൻറ്റോടുകൂടി സമയബന്ധിതമായി ചെയ്ത് തീർക്കാനും കഴിഞ്ഞു. അതിനകത്തൂടെ ദർശന അംഗങ്ങളിലുണ്ടായിട്ടുള്ള അനുഭവവും അതുപോലെ ഉള്ള പരിചയവും വളരെ വലുത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടിയിട്ടുള്ള നേട്ടങ്ങളും ഓർഗനൈസേഷൻ ലെവലിൽ നമുക്ക് കിട്ടിയിട്ടുള്ള നേട്ടങ്ങളും വളരെ വലുതാണ്. ഇതിന് ഈ 50ഓളം പ്രൊജക്റ്റുകൾ നമുക്ക് മത്സരത്തിന് വേണ്ടി കിട്ടിയതിൽ ചിലതെല്ലാം മറ്റു തരത്തിൽ അവാർഡുകൾ ദർശന സെലക്ട് ചെയ്തുകൊണ്ട് മാത്രമല്ല മീഡിയയിലൊക്കെ വേറെ തരത്തിൽ വന്നിട്ടും അറിയേണ്ടായിട്ടുണ്ട് പലരും. കോവിഡ് കാലത്ത് കോവിഡ് മാസ്കിൽ ആംപ്ലിഫയർ ഘടിപ്പിച്ചുകൊണ്ടുള്ള മാസ്ക് വിത്ത് ആംപ്ലിഫയർ എന്നുള്ള പ്രൊഡക്റ്റ് പലരും ഇതിനകം പല മാധ്യമങ്ങളിലൂടെ കേട്ട് കാണും. അതുപോലെ സ്മാർട്ട് LPG സ്റ്റൗ, അതുപോലെ സോളാർ പാഡി ഡ്രയർ, കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് റിന്യൂവബിൾ എനർജി ഉപയോഗിച്ചുകൊണ്ട് മുഴുവൻ നെൽകൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കൊയ്ത്തുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും ഒന്നിച്ച് ഒറ്റ മെഷീൻ ഉപയോഗിച്ച് ചെയ്യാവുന്ന, മനുഷ്യാധ്വാനം വളരെ കുറയ്ക്കുകയും അതുപോലെ കുറേയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന, കാർഷിക വൃത്തിക്ക് കുറേയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് നിർദ്ദേശം എന്ന് പറയാം. അതുപോലെ പൈനാപ്പിൾ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രൊജക്റ്റ് നിർദ്ദേശം. ഇതൊക്കെ ശ്രദ്ധേയമായിട്ടുള്ള പ്രൊജക്റ്റുകളായിരുന്നു. ഇതിനകത്ത് ഇങ്ങനെ തിരഞ്ഞെടുത്തിട്ടുള്ള പ്രൊജക്റ്റുകളിൽ റൂറൽ ഇന്നോവേഷൻ എന്ന രീതിയിൽ പരിഗണിക്കാവുന്ന ചിലതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാനിപ്പോൾ ഉദാഹരണമായി പറഞ്ഞിട്ടുള്ള ഈ തിരഞ്ഞെടുത്ത പൈനാപ്പിൾ സാപ്ലിംഗ് വൈൻഡിങ് മെഷീനും അതുപോലെ സോളാർ പാഡി ഡ്രയർ മെഷീനും അത്തരത്തിലുള്ള പ്രൊജക്റ്റുകളാണെന്ന് പറയാം. ഞങ്ങളുടെ റൂറൽ ഇന്നോവേഷനും സംരംഭവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഇഗ്നൈറ്റിന്റെ വന്നിട്ടുള്ള പ്രോജക്റ്റുകളിൽ ഈ ഒരു പ്രോജക്റ്റിന് പൈനാപ്പിൾ സാപ്ലിംഗ് വൈൻഡിങ് മെഷീൻ എന്ന പ്രോജക്റ്റിൽ ഞങ്ങൾ എന്ന് പറയുന്ന കോർ ടീമിൽ നിന്ന് 1-2 പേർ ഇടപെട്ടതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവെക്കാം എന്ന് വിചാരിക്കണം. പൈനാപ്പിൾ സാപ്ലിംഗ് വൈൻഡിങ് മെഷീൻ എന്ന് പറയുന്നത് പൈനാപ്പിൾ കൃഷിയിലെ പൈനാപ്പിൾ തൈകളെ വളരെ ഒതുക്കി കെട്ടി ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള, പാക്ക് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഒരു പ്രക്രിയയെ ലളിതവും അതുപോലെ അധ്വാനം കുറഞ്ഞതും ആക്കി മാറ്റാനുള്ള ഒരു ചെറിയ കണ്ടുപിടുത്തമാണ്. നേരത്തെ തെങ്ങ് കയറാനുള്ള മെഷീനും തേങ്ങ പൊതിക്കാനുള്ള മെഷീനെ പറ്റിയുള്ള സൂചനകൾ ഉണ്ടായി നേരത്തെയുള്ള സംസാരങ്ങളിൽ. അതുപോലെ ലളിതമായിട്ടുള്ള ഒരു മെഷീനാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 3rd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന 4 വിദ്യാർത്ഥികൾ ആണ് അതിന് പുറകിൽ വർക്ക് ചെയ്തത്. ഇതിൻ്റെ ഒരു പ്രാധാന്യം ഞങ്ങൾ കണ്ടത് എന്താ വെച്ചാൽ ഏതാണ്ട് 12,500ഓളം ഹെക്ടറിൽ കേരളത്തിൽ പൈനാപ്പിൾ കൃഷി നടക്കുന്നുണ്ട്. പിന്നെ കർണാടക, ബീഹാർ അങ്ങനെ മറ്റ് സ്റ്റേറ്റുകളിലും പൈനാപ്പിളിന്റെ ധാരാളം കൃഷി നടക്കുന്നുണ്ട്. ഇവിടെ എല്ലാം ഉള്ള ഒരു പ്രശ്നം ആണ് ഈ പാക്കിംഗ് ട്രാൻസ്പോർട്ടേഷനിലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ തൈകളുടെ പാക്കിങ്ങിനകത്ത് ഉള്ള പ്രശ്നം.
ഈ തൈകൾ വെച്ചാൽ അതിൻ്റെ മുള്ളെല്ലാം ചേർന്നിട്ടുള്ള അതിനെ ഒതുക്കി കെട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള, വളരെ സമയമെടുക്കുന്ന ഒരു പണിയാണ്. അതിനുശേഷം വേണ്ടത്ര ഒതുക്കി കെട്ടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു ലോഡ് ഒരു ട്രക്കിൽ കയറ്റി അവർ ദൂരത്തേക്ക് അടുത്ത കൃഷി സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഒതുക്കി കെട്ടാൻ വേണ്ട വിധം കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് അതിൽ നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഒരു മാക്സിമം ഒരു ലോഡിൽ പോവുകയാണ് വേണ്ടത്. അപ്പം അങ്ങനെ ചെയ്യുന്നതിന് ഒതുക്കി കെട്ടുക എന്നുള്ള പ്രശ്നം എല്ലാവർക്കും ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പം കേരളത്തിലെ കൃഷിയെ പറ്റി വേണ്ട വിധം ഒരു സ്റ്റഡി നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രോബ്ലത്തെ അഡ്രസ് ചെയ്യുന്നതിന് എന്ന സൊല്യൂഷനിലേക്ക് അവർ അക്കാഡമിക് പ്രൊജക്ടിന്റെ ഭാഗമാണെങ്കിൽ കൂടി എത്തിച്ചേർന്നത്. പ്രധാനമായിട്ടും അതിനകത്ത് ഞങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലേബർ അധ്വാനം കുറയ്ക്കുന്നു എന്നുള്ളത്, സമയം കുറയ്ക്കുന്നു, അതുപോലെ ചെലവ് കുറയ്ക്കുന്നു എന്നുള്ളതിൻ്റെ ഒപ്പം സംഭവിക്കുന്ന ഒന്ന്, സ്ത്രീ തൊഴിലാളികൾക്ക് ഒരുപോലെ തന്നെ പണിയെടുക്കാനുള്ള അവസരം അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. ഇത്ര ഒരു സംവിധാനം വരുന്നതോടുകൂടി അത് സാധ്യമാവുന്നില്ല. അതായത് തൊഴിൽ മേഖലയിലെ ലിംഗസമത്വം എന്നുള്ള വലിയ ഒരു ലക്ഷ്യത്തിലേക്ക് ഇവരുടെ ഈ പ്രൊജക്റ്റ് അതിന് വേണ്ട കരുതൽ കൊടുക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള ഒന്നായിരുന്നു. ഈ പ്രൊജക്റ്റ് ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റിങ്ങിന് ശേഷം ഞങ്ങൾ അവരെ ഒന്ന് സമീപിച്ചു. ഇതിന് തുടർന്നുള്ള പിന്തുണ, ഇതൊരു സംരംഭമായി വികസിപ്പിച്ചു കൊണ്ടുവരുന്നതിന് തുടർന്ന് പിന്തുണ തരുന്നതിന് ഞങ്ങൾ തയ്യാറാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അറിയിക്കുക എന്ന് പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ചിരുന്നു. ഞാനും അജിത് പ്രസാദുമാണ് പ്രധാനമായിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് പാനൽ മെമ്പേഴ്സിന് പുറകെ നിന്നുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ ഈ പർട്ടിക്കുലർ പ്രശ്നം നേരത്തെ പറഞ്ഞ പോലെ അവർ തിരഞ്ഞെടുത്ത രീതി, അതുപോലെ അവരുടെ ഈ കർഷകരെ, പൈനാപ്പിൾ കർഷകരെ, കേരളത്തിലുള്ള പൈനാപ്പിൾ കർഷകരെ പല സ്ഥലങ്ങളിലായി ചെന്ന് കണ്ട് പ്രോബ്ലം ഫീൽഡിൽ ചെന്ന് റിയൽ ഇഷ്യൂ സ്റ്റഡി ചെയ്തതിന് അവർ നടത്തിയ പരിശ്രമം, അത് പ്രത്യേകിച്ചും ഒന്നാം കോവിഡിന് ശേഷമുള്ള ഒരു കാലത്ത്, അതുപോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് ഉപയോഗപ്പെടുത്താനുള്ള ഒരു സമീപനം, ഇതെല്ലാം നമുക്ക് ഈ പ്രൊജക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പ്രേരകമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു അപ്രോച്ച് ഇവരോട് ഈ പ്രൊജക്റ്റിനുള്ള പിന്തുണ ഞങ്ങൾ തരാമെന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് കുറച്ച് ഈ പ്രൊജക്റ്റിൽ മാത്രം നിൽക്കാതെ അതിനെ കുറച്ചുകൂടി വലിയൊരു സ്കോപ്പാണ് കുറച്ചുകൂടി വലിയൊരു സ്കോപ്പാണ് ഞങ്ങൾ അവർക്ക് നിർദ്ദേശിച്ചിരുന്നത്. അതിനകത്ത് പ്രൊഡക്റ്റിനെ കൂടുതൽ ജനറിക് ആക്കി മാറ്റി അതിനെ കൂടുതൽ അപ്ലിക്കേഷന് വേണ്ടി ഉപയോഗിക്കാവുന്ന രീതിയിൽ ഒന്ന് വികസിപ്പിച്ചെടുക്കാനും, തുടർച്ചയായ ഗവേഷണങ്ങളിലൂടെ പ്രൊഡക്റ്റിന്റെ പല വേർഷനും റിലീസ് ചെയ്യാൻ വേണ്ട, പല സമയത്ത് റിലീസ് ചെയ്യാൻ വേണ്ട ഒരു പ്ലാൻ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പോകാനും, അതേപോലെ തന്നെ പ്രധാനമായിട്ടും അവരുടെ ഡിസൈൻ ഒരു ഓപ്പൺ സോഴ്സ് ഹാർഡ്വെയർ മോഡിലേക്ക് പോകാനും, അതായത് ഡിസൈൻ ചെയ്യുന്നത് കുറച്ചുകൂടി സ്പീഡപ്പ് ചെയ്യുന്നത് നല്ലതാണ്. ഓ ഷുവർ നല്ല പരിമിതി ഉണ്ട്. ഷുവർ. അപ്പം ഇങ്ങനെ ചില നിർദ്ദേശങ്ങൾ ഇപ്പൊ തീർക്കാം സാറേ. അപ്പം ഇങ്ങനെ ചില നിർദ്ദേശങ്ങൾ വെക്കുകയും അതിനകത്ത് നമ്മുടെ പിന്തുണകൾ അവരെ സാമ്പത്തിക സ്രോതസ് കണ്ടെത്താനും അതുപോലെ സ്റ്റാർട്ടപ്പ് മിഷനുമായി ബന്ധപ്പെടുത്താനുമുള്ള പിന്തുണ കൂടി ഓഫർ ചെയ്തുകൊണ്ടാണ് നമ്മൾ സംസാരിച്ചത്. അവർ മുന്നോട്ട് വന്നു, അവർക്ക് ഗൗരവപൂർവ്വം പരിഗണിച്ചു. എങ്കിലും ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അവർക്ക് പ്രൊജക്റ്റ് തുടരാൻ അസൗകര്യം നേരിട്ടു. അതിനകത്ത് അവരുടെ അക്കാഡമിക്കായിട്ടുള്ള അവർക്ക് പഠനം തുടരുന്നതിൻ്റെയും മറ്റു പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കുന്നതിൻ്റെയും സമയമില്ലായ്മയുടെയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള ഒന്നെന്ന് വെച്ചാൽ ഓപ്പൺ സോഴ്സ് ഹാർഡ്വെയർ എന്ന് പറയുന്നിടത്ത്, അല്ലെങ്കിൽ ഓപ്പൺ സോഴ്സ് ഡിസൈൻ എന്ന് പറയുന്നിടത്ത് ഉള്ള അവരൊട്ടും അവെയർ അല്ലായിരുന്നു അതിനെപ്പറ്റി എന്നുള്ളതും,
അത്തരം ഒരു സമീപനത്തിലേക്ക് പോകുന്നതിന് വലിയ ആശങ്കകളോടെയാണ് അവർ കണ്ടത് എന്നുള്ളതും ആണ് വളരെ ശ്രദ്ധേയമായിരുന്നത്. അപ്പോൾ തുടർന്ന് അവർ അവരുടെ ഫാക്കൽറ്റിയായിട്ട് ബന്ധപ്പെട്ടപ്പോഴും ഇത് തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് ആക്ച്വലി ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത്. ഫാക്കൽറ്റിയും ഈ കാര്യങ്ങളെ പറ്റി അത്ര അവെയർ ആയിരുന്നില്ല. ഓപ്പൺ സോഴ്സ് രീതി എന്താണ്, ഓപ്പൺ സോഴ്സ് ഇതിലേക്ക് പോകുന്നതിൻ്റെ ഓപ്പൺ ആക്സസ് അല്ലെങ്കിൽ ഓപ്പൺ ഡിസൈൻ, ഓപ്പൺ സോഴ്സ് ഹാർഡ്വെയർ, ഇത്തരം കൺസെപ്റ്റുകളെ പറ്റിയുള്ള ധാരണ ഇല്ലായ്മ ഈ കുട്ടികളെ ആക്ച്വലി നിരുത്സാഹപ്പെടുത്തുകയും പിന്നോക്കം കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പം ഫലത്തിൽ ഇങ്ങനെ 2 കാരണങ്ങളാൽ ആ പ്രൊജക്റ്റ് തുടരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആ പ്രൊജക്റ്റിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. അജിത് പ്രസാദ് ഒരു ബാക്കി ഞാൻ വിട്ടുപോയിട്ടുള്ളതും അതുപോലെ അജിത് പ്രസാദിന്റെ വിശകലനം എന്നുള്ളതിലേക്ക് പോവാം. ഓക്കെ, കേൾക്കാമോ? താങ്ക്സ് മണി. കേൾക്കാം. ഓക്കെ, അഭിഷേക്, എനിക്ക് ഇടയ്ക്കൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യേണ്ടി വരും, പിന്നെ ഞാൻ വളരെ ചുരുക്കി സംസാരിക്കാം. ബേസിക്കലി അജിയുടെ തന്നെയല്ലേ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്? അവിടുന്ന് തന്നെയല്ലേ സ്ക്രീൻ ഷെയർ ചെയ്യുന്നത്? അജിയുടെ തന്നെയല്ലേ സ്ക്രീൻ ഷെയർ ചെയ്താൽ മതി? ഞാൻ കോ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്, ഷെയർ ചെയ്യാം. ഓക്കെ, ബേസിക്കലി ഈ പ്രോജക്റ്റുമായിട്ട് എൻഗേജ് ചെയ്തപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിൻ്റെ ഒരു എക്സ്പീരിയൻസ് അത് ഷെയർ ചെയ്യാന്നുള്ളതാണ് ബേസിക്കലി ഉദ്ദേശം. പക്ഷേ അത് ഷെയർ ചെയ്യുന്നതിൻ്റെ കൂടെ എന്തിനു ഷെയർ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇഗ്നൈറ്റ് പ്രോഗ്രാം, അതിൻ്റെ ഉള്ളിൽ ഒരു ഇഗ്നൈറ്റ് കോമ്പറ്റീഷന് ശേഷം ആക്ച്വലി ഒരു കോമ്പറ്റീഷൻ മാത്രം നടത്താനല്ല ഇഗ്നൈറ്റ് ഉണ്ടാക്കിയത്. സോ വി ഹാവ് ടു മെൻറ്റർ willing teams to make it into an enterprise. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ വർക്ക് ചെയ്യുമ്പം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മളുടെ മുകളിൽ ചലഞ്ചിങ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, നമ്മളുടെ അസംഷൻസ്, ഇതുമായിട്ടൊക്കെ ഒന്ന് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് പൈനാപ്പിൾ ടൈം മെഷീൻ്റെ പ്രോജക്റ്റിനെ കുറിച്ചല്ല. So having said that, Ignite പ്രോഗ്രാമിന്റെ കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു ടാസ്ക് ഉണ്ടായിരുന്നത് ഈ പ്രോജക്ട്സിനെയൊക്കെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം, ഓക്കെ, അതിൻ്റെ മെഷേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതായിരുന്നു ഒരു ആസ്പെക്ട്. അപ്പോൾ അതിൻ്റെ പാരാമീറ്റേഴ്സ് തീരുമാനിക്കുന്നിടത്ത് ഒരു പാരാമീറ്റർ ആയിട്ട് വന്നത് സോഷ്യൽ റിലവൻസ് ആണ്. ഓക്കെ, ഈ സോഷ്യൽ റിലവൻസ് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ആയിട്ട് വന്നതിൻ്റെ ഒരു കാരണം ഇഗ്നൈറ്റ് എന്ന് പറയുന്ന ലാർജർ പ്രോഗ്രാമിൻ്റെ ഒരു ഉദ്ദേശം സോഷ്യൽ എന്റർപ്രൈസസിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ വൺ ഓഫ് ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് കെയിം അപ്പ് ഇസ്, എന്താണ് സോഷ്യൽ എന്റർപ്രൈസ്? സോഷ്യൽ റിലവൻസിനെ എങ്ങനെ മെഷർ ചെയ്യും? സോഷ്യൽ എന്റർപ്രൈസസിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യും? ഓക്കെ, so this was a question and I am leaving that question to all of us to think about it. Okay, so whatever discussions we had, based on that we defined how to measure social relevance and things like that. ഇത് എൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സോഷ്യലി റെലവൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റിൻ്റെ ഐഡിയയെ ബേസ് ചെയ്തിട്ടാണ്. അതായത് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് എങ്ങനെ സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും, അതുകൊണ്ട് അത് സോഷ്യലി റെലവൻ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഒരു കാഴ്ച. പക്ഷേ ഇപ്പൊ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി എടുത്തിട്ട്, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നത് ഒരു സോഷ്യലി റെലവൻ്റ് സംഗതിയാണെന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എടുത്തിട്ട് സോഷ്യലി ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് മോഡൽ റൺ ചെയ്താൽ അത് സോഷ്യലി റിലവൻ്റ് ആകില്ല, അല്ലെങ്കിൽ അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ടോ? അപ്പം എങ്ങനെയാണ് സോഷ്യൽ എന്റർപ്രൈസസിനെ ഡിഫൈൻ ചെയ്യുന്നത്? ജസ്റ്റ് സോഷ്യലി റിലവൻ്റ് ഒരു ഒബ്ജക്റ്റീവ് ആണ് എന്റർപ്രൈസ് എന്നുള്ളത് കൊണ്ട് അത് സോഷ്യൽ എന്റർപ്രൈസ് ആകുമോ? അതിൻ്റെ പാരാമീറ്റേഴ്സ് എന്താണ്? ദിസ് ഇസ് വൺ ക്വസ്റ്റ്യൻ. Okay, so this is one touch point before we judge the competition. Okay, competition judge ചെയ്യുന്ന സമയത്ത് ഈ പൈനാപ്പിൾ വൈൻഡിങ് മെഷീൻ്റെ ജഡ്ജ്മെന്റ് കോൺവെർസേഷൻസിൽ
one comment that came up was, this cannot be made into an enterprise. Okay, this will not become a viable business because it might not create a sustainable economy. Okay, ഇത് നമ്മൾ സംസാരിക്കുന്നത് എന്താ പറയാ, ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ ഉള്ളിൽ എന്റർപ്രൈസിന്റെ ഒബ്ജക്റ്റീവ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന രീതിക്കുള്ളിൽ നിന്നുകൊണ്ട് എന്റർപ്രൈസ് എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത്, അങ്ങനെ റൺ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൈമറി ഫോക്കസ് ഇൻവെസ്റ്റേഴ്സിന്റെ മണിയാണ്. അതിൻ്റെ കൂടെ സെക്കൻഡ് ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഇത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഇതിന് കൺസ്യൂമേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ആവശ്യമുണ്ടാവും, അല്ലെങ്കിൽ ഇറ്റ് വിൽ നോട്ട് സസ്റ്റെയിൻ. പക്ഷേ ഈ പൈനാപ്പിൾ മെഷീൻ്റെ പ്രോജക്റ്റ് നോക്കുന്ന സമയത്ത് പൈനാപ്പിൾ വൈൻഡിങ് മെഷീനായിട്ട് ആ മെഷീനിനുള്ള കൺസ്യൂമർ ഡിമാൻഡ് എന്താണ് കുറഞ്ഞു വരാനുള്ള ഒരു സാധ്യതയാണ്. മാത്രമല്ല ആ സൊല്യൂഷന്റെ നേച്ചർ അനുസരിച്ചിട്ട് ഈ കമ്പനിയെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാതെ പലർക്കും ഇത് ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. സോ ഇറ്റ് ആസ്ക്സ് എ വെരി ഡിഫറെന്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ. ഒരു സോഷ്യൽ എന്റർപ്രൈസിന്റെ മോഡൽ, അതായത് ബിസിനസ് മോഡൽ മുതലുള്ള കാര്യങ്ങൾ, ക്യാൻ ഇറ്റ് ബി ഫിറ്റ് ഇൻ ടു ഒരു ക്യാപിറ്റലിസ്റ്റ് എന്റർപ്രൈസസിന്റെ മോഡലിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, എന്തായിരിക്കണം, എന്ത് തരത്തിലുള്ള മോഡൽസിന്റെ പോസിബിലിറ്റീസ് ഉണ്ട്? അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിന്റെ പാർട്ടായിട്ടാണ് വാട്ട് യു കോൾ ഈ ഓപ്പൺ ഡിസൈൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ സജസ്റ്റ് ചെയ്യാനും ആലോചിക്കാനും തുടങ്ങി. പിന്നെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നമ്മൾ ഈ റൂറൽ ഇന്നോവേഷൻ, റൂറൽ എന്റർപ്രൈസസ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പം വി ഓൾവേസ് യൂസ് ദിസ് ആസ് റൂറൽ ടെക്നോളജി എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് അറിയാം എന്നുള്ള രീതിയിലാണ് നമ്മളത് ഡിഫൈൻ ചെയ്യുന്നത്. സോ ഐ വിൽ ജസ്റ്റ് ഷെയർ എ സ്ക്രീൻ ആൻഡ് ലെറ്റ് us tell some things about it. അജിത്തെ, അധികം സമയം എടുക്കില്ലേ? ഓക്കെ, ജസ്റ്റ് 5 minutes more. ഓക്കെ ഓക്കെ. കാണാമോ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്, കാണുന്നുണ്ട്. ഓക്കെ, സോ ബേസിക്കലി എവിടെയാണ് നമ്മൾ റൂറൽ ടെക്നോളജിയെ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ബേസിക്കലി ഇഫ് യു ലുക്ക് അറ്റ് ദ സ്ക്രീൻ, സിമ്പിൾ ടെക്നോളജി ഇസ് എന്താ പറയാ, സ്ക്രൂ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി സ്ക്രൂവിന് ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഹെഡ് കൊടുക്കാം, ആ ഹെഡിനെ ഡ്രൈവ് ചെയ്യാൻ ഒരു ടൂൾ ഉണ്ടാക്കാം. സോ ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ സ്ക്രൂ ഡ്രൈവർ, ഇറ്റ് ഇവോൾവ്സ് ആസ് എ സ്ക്രൂ ഡ്രൈവർ ഓഫ് എ ഡിഫറെന്റ് കൈൻഡ്. It goes into a screwdriver that can be driven by a machine. എന്താ പറയാ, കയ്യിൽ കൊണ്ടുവരുന്ന സ്മോൾ മെഷീൻസ് ഉള്ള സ്ക്രൂ ഡ്രൈവർ ആവുന്നു. Then it goes into, it can also test electrical connections and also another technology is added to it. It goes into a robotic arm of which can be used in an industry scenario. And now ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ പാൻഡമിക് സിറ്റുവേഷൻ എടുത്തു കഴിഞ്ഞാൽ റിമോട്ട് വർക്കിംഗ് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പക്ഷെ ചില കാര്യങ്ങൾ റിമോട്ടായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിൽ ക്യാൻ ദർ ബി എ റിമോട്ട് സ്ക്രൂ ഡ്രൈവർ. ഓക്കെ, അപ്പം ഇത് ഇറ്റ്സ് എ range of solutions that applies the same technology with in combination with other technology. So where do we draw the line? What is rural and what is not rural? Okay, and the question is, does the rural come from a rural place or can it come from anywhere else? Does rural mean that it brings well-being and economic upliftment and many other kind of things where the rural wants to go? So this is a question that I am leaving here. Now the next question associated with it is, if that is the thing, that is the way we have to look at rural, will a soldering iron be a rural innovation or a rural possibility of a rural enterprise?
can there be intermediates which will lead to a server? Will server also become a rural thing? And the next question is, will this be considered as a part of the rural engineering or rural technology or rural applications? Okay. Will these kind of products, that is a button, a safety pin of a different kind, hairpin, different kinds of tools, does that become rural? How does it influence rural? This is the kind of thinking we were having around this project. And finally, a most advanced one where there is an AI-based arm which can do cooking based on a menu. Can this be looked at as a rural thing? Okay, in my opinion, it can be looked at as a rural thing, but that's a question. How are we looking at the rural at the Ignite program as in large? When we approach the project, first thing is first interaction with the student. When we introduced open design and open access and things like that, the students were not at all aware about that thing. And they also looked at it as if we are trying to steal the enterprise or money or something like that. Okay, because open aaki viduka ennu parnal adil profit illa, adinathoru sustainable financial model illa, adil adu vechittu oru business undakkan pattilla, enganeke aa tharathilulla assumptions aanu open ne kurichu undayirunnu. Pinna second thing that we thought we came across was one idu pineapple tie cheyanulla oru machine matramana. Okay, a pineapple tie cheyanulla oru machine oru solution aanu, oru tool aanu. Appam oru solution and tool ne chuttipatti oru enterprise undakkuka ennallathu is one way of thinking. But if you look at a screwdriver inde example edutha, aa screw head um adine drive cheyanulla screw adana technology ennu nammal assume cheyda. We could look at it as tying was the domain of this enterprise. Okay, but angane oru reethiyil adine kanda adine oru enterprise aaganulla oru potential um kuda undayirunnu, which means it's this idu rural aano ennu choikkam, but you will see rural application means any rural place you go, you will see this activity happening, and there are many kinds of tools that can be developed using technology to address this task. So if we take tying as a domain, there are many options, many areas of tying which can be enabled by the same enterprise based on the similar scientific and technological knowledges. So this is tying included in stitching. Then there is a different kind of tying. This is many possibilities were there around tying. So I'm just rushing to reduce the time. Okay, so this way of looking at an enterprise around only a product or only a solution rather than a domain was a bit surprising for us. When if you look at a product, that product doesn't have sustainable cannot create sustainable business, but if you look at it as a domain, it can create sustainable business. So this was another input that came through. Then when we were talking to the students, when we asked whether we can do open design, they said we have to ask the the guide. Okay, and when we asked them about are there any kind of legal bindings that you have, anything that we need to know about the project, they said there were other people who were involved in it, which essentially is a group of people who will approach students and engage and challenge them for ideas. And if an idea is a feasible idea, they go away with that idea. So this phenomena was kind of എന്താ പറയാ, നമ്മൾ കുട്ടികളെ ഉപയോഗിച്ചിട്ട് ഐഡിയാസ് ഡെവലപ്പ് ചെയ്ത് പ്രോട്ടോടൈപ്പ് ആക്കുക, ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ഫീസിബിൾ ദെൻ സംബഡി എൽസ് ക്യാൻ ടേക്ക് ഇറ്റ് അപ്പ്, ആൻഡ് ദർ ഇസ് നോ ലീഗൽ thing to protect them. This was another thing that was coming up, and it is a common thing in many startup preaching ecosystems. Okay, so these were some of the problems, and how can we address these kind of things? How do we model a social enterprise
rural welfare centric initiative? This is the fundamental question that they left to us. And the last point is they decided they didn't want to continue with the project. The reason is very interesting. The reason that they said is they have to do another project, which means in an academic environment, they move from one project to the other, even though the project has a commitment to a particular social problem or something like that, that doesn't obstruct them from dropping it and going ahead. So this also raises another question. Can rural innovations happen only through students? How much is it possible through students? Or we should actually explore other avenues, in the sense, might be a person from a rural area who might not be even educated in engineering, can come up with a rural project, be committed and see through till the closure. Or it could be others, or it could be one of us from members of the Darsana, or anybody else. So these are some of the questions that I am with, and me and Mani both agree, I think, on most of these things, and probably we are leaving these questions open to you to contemplate, discuss, or trash. Thank you. Mani, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഞാൻ സമയം കുറവായതുകൊണ്ട് ധൃതി വെച്ച് സംസാരിച്ചാൽ അധികം ആഡ് ചെയ്യേണ്ട മണി നമുക്ക് ഇപ്പൊ തന്നെ 9:43 ആർക്കെങ്കിലും ഞാൻ അധികം സമയം എടുത്തില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോ നമുക്ക് ഇവിടെ നടന്നിട്ടുള്ള ഡിസ്കഷൻസ് സംബന്ധിച്ച് പ്രസന്റേഷൻ മാത്രമല്ല, മുസ്തഫ മാഷിന്റെ പ്രസന്റേഷൻ അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് ആളുകൾക്കുള്ള ചെറിയ ചെറിയ കമന്റുകൾ ക്ഷണിക്കുകയാണ്. തുടർന്നുള്ള കാര്യങ്ങൾ KC മനോജ് നിയന്ത്രിക്കും. സുരേഷ്, എനിക്ക് പറയാനുള്ള പ്രഭുവാണ്. മുസ്തഫ സാറിന്റെ ഐഡിയാസ്, കുറെ നല്ല ഐഡിയാസ് നമുക്ക് ദർശനായിട്ട് എന്തെങ്കിലും അത് മുമ്പോട്ട് എടുത്തിട്ട് ഫീസിബിൾ ഐഡിയാസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊരു ചോദ്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, തീർച്ചയായിട്ടും കൊളാബറേറ്റ് ചെയ്യാൻ യാതൊരു പ്രശ്നമില്ല. ഞാൻ അങ്ങോട്ട് ചോദിക്കാനിരുന്നതാണ്. നിങ്ങൾക്ക് ധാരാളം ഐഡിയ ഇപ്പം ഈ ഇന്നോവേഷൻ മീറ്റ് നടത്തിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഷെയർ ചെയ്യുക, വി ക്യാൻ കൊളാബറേറ്റ്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് അങ്ങോട്ട് തരാം. ഇപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചത് നല്ല ഇഗ്നൈറ്റ് ചെയ്യാന്നുള്ള ഒരു തോട്ടില് ഗംഭീര പരിപാടിയാണ്. നല്ല ഒരുപാട് കോൺട്രിബ്യൂട്ടേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒന്നിച്ചു പോവാം. സാറിന്റെ പ്രോബ്ലംസ് ബേസിക്കലി ഇറ്റ് ഇസ് എഫക്ടിങ് ദ കോമൺ മാൻ. നമ്മൾ CM പിണറായി സാർ പറഞ്ഞ പോലെ മാനുവൽ സ്കാവഞ്ചിങ് ഒക്കെ എലിമിനേറ്റ് ചെയ്യാൻ നമ്മൾ ടെക്നോളജി യൂസ് ചെയ്യണം എന്ന് പറഞ്ഞു. അതുപോലെയാണ് സാറിന്റെ ഐഡിയാസ്. അത് എന്തെങ്കിലും സാർ പറഞ്ഞ എല്ലാ ഐഡിയാസും നമ്മൾക്ക് ദർശന കുറച്ച് എടുത്തിട്ട് ഐ തിങ്ക് KCയും നിരഞ്ജന പോലെ ആൾക്കാർ മുമ്പോട്ട് കൊണ്ടുവരാൻ വിൽ ബി വെരി യൂസ്ഫുൾ എന്നാണ് എൻ്റെ ഒരു വ്യൂ. വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ഇപ്പം ഓഡിയൻസിന്റെ അടുത്ത് നിന്ന്? മുസ്തഫ സാറോട് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഇത് ഇപ്പൊ സാറ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അതേമാതിരി ഇങ്ങനത്തെ ഈ ഐഡിയ ഷെയറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം IRTCയുടെ നേതൃത്വത്തിലുണ്ടോ, അതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഇങ്ങനത്തെ ഈ ഒരു റൂറൽ നോളജ് എന്ന് പറയുന്ന സാധനം ഷെയർ ചെയ്യുന്ന ഒരു പോർട്ടലോ അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം? പിന്നെ കേരള സ്റ്റേറ്റ് കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നോവേഷൻ കൗൺസിലിന്റെ കീഴിലാണ് വരുന്നത്. കേരള സ്റ്റേറ്റ് കൗൺസിൽ KSCSCയുടെ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ എല്ലാ വർഷവും ഇന്നോവേഷൻ മീറ്റ് നടത്താറുണ്ട്. അപ്പം IRTC അതിലൊരു മേജർ ഷെയർ ചെയ്യുന്നുണ്ട്. ഇക്കുറി പിന്നെ പലതും നേരിട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ള ഓൺലൈൻ സബ്മിഷനാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പൊ പാലക്കാട്, മലപ്പുറം ജില്ലയിലൊക്കെ തന്നെ ഇത്തരം ആൾക്കാരെ കണ്ടെത്തി ഇപ്പൊ ഞാൻ തന്നെ 2 പേരെ ഇതിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് മീറ്റിൽ പങ്കെടുക്കാൻ. ഒരുപാടുണ്ടാവും അങ്ങനെ. തീർച്ചയായിട്ടും നമുക്കത് ഇപ്പൊ കൗൺസിലൊന്നും അത്ര വേണ്ടത്ര എന്റർടൈൻ ചെയ്യുന്നില്ല. അവരൊരു മേമ്പടി വർഷത്തിൽ ഒരു പരിപാടി നടത്തും. ഇവരെ നമുക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റും, ദർശനയ്ക്ക് കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്യാനും പറ്റും. ഓക്കെ, അത് നമ്മൾ കണക്ട് ചെയ്യാമല്ലോ. ഞാൻ ചോദിച്ചത് ഇങ്ങനത്തെ കുറെ ഐഡിയാസ് ഇത് പബ്ലിഷ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമോ വെബ്സൈറ്റോ അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടോ ആൾക്കാർക്ക് ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും?
അത് ഞാൻ അന്വേഷിച്ചിട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ അടുത്തത് ഫോളോ ചെയ്യുന്നില്ല. റൂറൽ ഇന്നോവേഷൻ കൗൺസിലാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഉള്ളത്. അത് ഇന്ത്യയിൽ മൊത്തത്തിലുള്ളത് വരുന്നുണ്ട്. ഞാൻ അടുത്ത കാലത്ത് അത് വാച്ച് ചെയ്തിട്ടില്ല. പിന്നെ നേരത്തെ ചെയ്യുമായിരുന്നു. കേരളത്തിൽ അങ്ങനെ ഒന്നില്ല. തീർച്ചയായിട്ടും ഒന്ന് പിന്നെ തുടങ്ങാൻ പറ്റുന്നതാണ്, പ്രത്യേകിച്ച് ഷെയറിംഗ് ചെയ്യാൻ വേണ്ടി. അതെ, എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് നമുക്ക്. അതായത് ഇപ്പം നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ കുറെ പേർക്ക് അവരുടെ കാര്യങ്ങൾ ഒന്ന് എന്താണ് പബ്ലിഷ് ചെയ്യാനും പറ്റും. പിന്നെ അങ്ങനെ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. എന്തായാലും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ഷമീം കൈപൊക്കിന്. ഷമീം വീഡിയോ ഓൺ ചെയ്തിട്ട് സംസാരിച്ചോളൂ. ഞാൻ വീഡിയോ ഓൺ ആക്കുന്നില്ല, ഇവിടെ ഭയങ്കര ഇരുട്ടാണ്. ഞാൻ ചോദിക്കാൻ വന്നത്, ഇപ്പൊ ദർശന ഇതുപോലുള്ള ഐഡിയാസ് എല്ലാം എടുത്തിട്ട് ദർശനയ്ക്ക് എങ്ങനെയാ അതിന്റെ ഒരു സാമ്പത്തിക വശം എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? അപ്പം ദർശനയുടെ ആ ഒരു എനിക്ക് അറിയണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ എന്ത് സാധനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഫൈനാൻസിങ് ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആയിരിക്കില്ല. അതുകൊണ്ടാണല്ലോ ഈ പിള്ളേരൊക്കെ ഇതുപോലെ എന്താ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ അതുപോലത്തെ ആളുകളുടെ അടുത്തേക്കൊക്കെ പോകുന്നത് ഇതിനു വേണ്ടിയിട്ട്. ഈ ഫണ്ടാണല്ലോ ഒരു പ്രധാനം. അപ്പൊ ആ ദർശനം എങ്ങനെയാണ് അതിനെ അഡ്രസ് ചെയ്യാൻ നോക്കണം? അല്ലെങ്കിൽ ഗവൺമെന്റിന് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടോ? അങ്ങനെ എന്തെങ്കിലും കണക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടോ? ഇല്ല, അതിലിപ്പം നമുക്ക് റെഡി ആയിട്ട് ഒരു ആൻസർ ഇല്ല. നമ്മളൊരു പ്ലാനിന്റെ ഭാഗമായിട്ട് വരണം. ഇപ്പം ദർശന എന്നുള്ള സംഘടന എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആസ് ഓഫ് നൗ ഒരു റെഡിമെയ്ഡ് ആൻസർ ഇല്ല. അത് നമ്മൾ എന്താണ് ആലോചിച്ച് ഇതിനെങ്ങനെ വയബിൾ ആക്കി കൊണ്ടുവരാം. പോസിബിലിറ്റീസ് എന്തായാലും ഉണ്ടാവും. റൂറൽ ഇന്നോവേറ്റേഴ്സിന് വേണ്ടിയുള്ള സ്റ്റേറ്റ് കൗൺസിലിന്റെ ഇന്നോവേഷൻ കൗൺസിലിന്റെ ഫണ്ട് ഉണ്ട്. ഒരു വെള്ള പേപ്പറിൽ ഒരു ലേമാൻ എഴുതി കൊടുത്താലും അത് എന്റർടൈൻ ചെയ്യാറുണ്ട്. ഞാനിപ്പോ IRTCയിൽ തന്നെ ഒരു 2 ലക്ഷം രൂപ ഒരു ഓവൻ വിറകടുപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോജക്റ്റ് ഇതുപോലെ വെള്ളപ്പേപ്പറിൽ എഴുതി കൊടുത്തത്. അദ്ദേഹം വെള്ളപ്പേപ്പറിൽ എഴുതി തന്നു, അദ്ദേഹത്തിന് അത്രേ പിന്നെ ഇതുള്ളൂ. അപ്പൊ അത് അങ്ങനെ തന്നെ കൊടുത്തു. അയാൾക്ക് 2 ലക്ഷം രൂപ ഡെവലപ്പ് ചെയ്യാൻ കൊടുക്കുകയും ചെയ്തു. ഒരുപാട് സാധ്യതകളുണ്ട്, നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ജസ്റ്റ് ഒരു ചെറിയൊരു പോയിന്റ് ഞാൻ ഉദ്ദേശിച്ചത് ഐഡിയ ഡെവലപ്പ് ചെയ്യാന്ന് മാത്രമല്ല, അതിനൊരു ബിസിനസ് ആയിട്ട് മാറ്റാനും കൂടെ എങ്ങനെയാണ് ഫണ്ട് വരിക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതാണെന്ന് തോന്നുന്നു. കാരണം ഇപ്പൊ ഞാൻ ഇപ്പം നമ്മുടെ മുണ്ടേരി കേസിലൊക്കെ കണ്ടതും അതിനെ അടുത്ത ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ ഒരുപാട് ഫണ്ട് കൂടെ ആവശ്യമാണെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ശരി, നമുക്ക് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ശരിയാണത്. എനിക്കൊരു ചോദ്യം മുസ്തഫ, ഞാൻ ഉദ്ദേശിച്ചത് ഐഡിയ ഡെവലപ്പ് ചെയ്യാൻ മാത്രമല്ല, അതൊരു ബിസിനസ് ആയിട്ട് മാറ്റാനും കൂടെ എങ്ങനെയാണ് ഫണ്ട് വരിക എന്നുള്ളത് എനിക്ക് ഒരു ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടാണ് തോന്നുന്നു. കാരണം ഇപ്പൊ ഞാൻ നമ്മുടെ ആരുടെ യൂട്യൂബിൽ നിന്ന് പിക്ക് ചെയ്യുന്നുണ്ട്. ഫണ്ട് കൂടെ ആവശ്യമാണെന്ന് തോന്നുന്നു. ഓക്കെ സാർ, ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. എന്റെ കൂടെ ഇപ്പൊ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സ്റ്റുഡൻസ് ആണ് 2 പേരും. മെക്കാനിക്കലുകാരാണ്, പക്ഷെ അവർ പ്രോജക്റ്റ് ചെയ്ത് പുഴു ഉണ്ടാക്കുക എന്നുള്ളതാണ്. ബ്ലാക്ക് സോൾജർ ഫ്ലൈന്ന് പുഴു ഉണ്ടാക്കിയിട്ട് കോഴി, താറാവ്, മത്സ്യം ഇതിനെ കൊടുക്കുക, ഡ്രൈ ചെയ്യുക, പ്രോട്ടീനായിട്ട് കൺവേർട്ട് ചെയ്യാം. അവർക്ക് നമ്മള് പിന്നെ ഇപ്പൊ UNDPയുടെ ഒരു 8 ലക്ഷം രൂപ അവർക്ക് പ്രോജക്റ്റ് പിന്നെ വീണ്ടും ഫർദർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് UNDP 8 ലക്ഷം രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള ചില ഏജൻസികളിൽ നിന്നുള്ളതൊക്കെ നമുക്ക് റൂട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ ഫർദർ ഡെവലപ്മെന്റിന് വേണ്ടി. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഡിസ്കഷൻ നടത്താം. എങ്ങനെയാണ് ഇതിനെ ഇനീഷ്യൽ ഫണ്ടും ബാക്കി ഫണ്ടും എന്നുള്ള ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. നമ്മൾ വേറെ തന്നെ ഡിസ്കസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതാണ്. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്, സജഷൻസ് വേറെ ആർക്കെങ്കിലും ഉണ്ടോ? പക്ഷെ അത് നേരത്തെ മറ്റേ VK രാമചന്ദ്രൻ സാർ പറഞ്ഞ ബേസിക് ഒരു എന്താണ് മന്ത്ര, പ്രൊഡക്ടിവിറ്റി, പ്രോഫിറ്റബിലിറ്റി, പിന്നെ സംഗതികളുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് മറ്റേ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇപ്പൊ ഈ മറ്റേ തേങ്ങ പൊളിക്കുന്ന സംഗതി അത് എത്രയോ കാലമായിട്ട് ഇപ്പം, അതേപോലെ തന്നെ സാർ ഇപ്പൊ ക്യൂരിയോസിറ്റിയുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഒരു ക്യൂരിയോസിറ്റി നമുക്ക് ഉണ്ടാവണം. അപ്പൊ അങ്ങനെയാണ് ഇന്നോവേഷൻസിന്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ ഇത്ര കാലം ഇപ്പൊ നമ്മൾ ഇന്നലെ 2 ദിവസം പോലും നമ്മൾ ഈ ഇഗ്നറ്റിന്റെ കാര്യം സംസാരിക്കുമ്പോൾ മണിയണ്ണായിട്ട് സംസാരിച്ചിട്ടേ ഉള്ളൂ. അപ്പം ഇത്ര കാലം എന്തുകൊണ്ട് ഒരു 80കളുടെ മധ്യത്തിലാണ് ഈ തേങ്ങ പൊളിക്കുന്ന ലഘുയന്ത്രം തന്നെ പറയാം. നമ്മളൊരു പക്ഷേ UP സ്കൂളിൽ പഠിക്കുന്ന
ലഘുയന്ത്രത്തിന്റെ ഇതുള്ള വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. അപ്പൊ നമ്മൾ ഈ പാക്കുവെട്ടി എന്നൊക്കെ നമ്മൾ പഠിക്കുന്ന സാധനം പോലെ തന്നെ ഉള്ള അങ്ങനെ ഒരു ലഘുയന്ത്രം ഡെവലപ്പ് ചെയ്യാൻ ഇത്ര കാലമായിട്ട് തേങ്ങ ഉപയോഗിക്കുന്ന എത്രയോ കാലമായിട്ട് നാളികേര കൃഷിയുള്ള ഒരു പ്രദേശത്ത് എടുത്തു എന്നുള്ളത് അതിപ്പോ ഒരു ക്യൂരിയോസിറ്റിയുടെ കമ്മി കൊണ്ടാണോ അതോ അത്ര പതുക്കെ തേങ്ങ പൊറിച്ചാൽ മതി, നമുക്ക് അത്രേ ആവശ്യമുള്ളൂ എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പോലെ നമുക്ക് അത്ര ധൃതിയില്ല, നമുക്ക് 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡും തിരുവനന്തപുരത്ത് എത്തേണ്ടതില്ല എന്നുള്ള ഒരു ധൃതിയില്ലായ്മ കൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത് എന്നുള്ള ചെറിയൊരു കുസൃതി ചോദ്യം മുസ്തഫ സാറിനോട് ചോദിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ വി കെ രാമചന്ദ്രൻ സാർ പറഞ്ഞ ഒരു സംഗതി ഉണ്ടല്ലോ, അപ്പൊ ഈ കൃഷിയുടെ ഒരു സംഗതി സാർ അത് സ്പർശിച്ചു പോയി, ഇപ്പൊ ഇറിഗേഷൻ എന്നുള്ള സാധനം. കാരണം അതിനകത്ത് ഏറ്റവും കാര്യമായിട്ട് വരുന്നൊരു സംഭവം ഈ വാട്ടർ റിസോഴ്സിന്റെ മാനേജ്മെന്റ് എന്നുള്ള നിലക്കാണ്. ഒരുപക്ഷെ ഇവിടെ തന്നെ ദർശനയുടെ ഭാഗമായിട്ട് തന്നെ ഇപ്പൊ ഇറിഗേഷൻ വകുപ്പിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പൊ അവര് പോലും എനിക്ക് തോന്നുന്നില്ല ഒരു ഇറിഗേഷൻ സിസ്റ്റത്തിന്റെ ഒരു എഫിഷ്യൻസി ഒരു 40% കൂടുതലുണ്ടെന്ന് ആരും ആണയിട്ട് പറയുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അതൊരു മേജർ ഫാക്ടർ അല്ലേ? ഇപ്പൊ നമ്മൾ ഇപ്പോ ഈ പറഞ്ഞ പോലെ ജീൻ മാപ്പിംഗ് അല്ലെങ്കിൽ ഇതിനെ മോഡിഫൈ ചെയ്യുക അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ആപ്പിൾ ഉണ്ടാവുക എന്നൊക്കെ പറയുന്ന ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ബേസിക് സംഗതി അഡ്രസ് ചെയ്യേണ്ടല്ലേ? എങ്ങനെ നമ്മൾ വാട്ടർ റിസോഴ്സ് മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇതിന്റെ ഒരു ബേസിക് സിസ്റ്റം ആയിട്ടുള്ള ഈ പുഴകളോ അല്ലെങ്കിൽ അതിന്റെ ഈ കനാൽ സിസ്റ്റമോ ഒക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യപ്പെടുന്നതും കൂടി അതും ആലോചിക്കേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യം ഈ നേരത്തെ പറഞ്ഞ പലതും ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. പിന്നെ ഒന്ന് എഫിഷ്യൻസി കൂട്ടുക, പ്രൊഡക്ഷൻ കൂട്ടുക, ക്വാളിറ്റി കൂട്ടുക, പിന്നെ ഒരു പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ മെറ്റീരിയൽ ലോസ് കുറയ്ക്കുക. ഇതെല്ലാം ഒരു ചിലപ്പോൾ ഒരു എന്റർപ്രനറുടെ ഇതിൽ നിന്നായിരിക്കാൻ വരിക, ചിലപ്പോൾ ഒരു വർക്ക് ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ നിന്നായിരിക്കും വരിക. അധ്വാനം കുറയ്ക്കുക, ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒരു ക്യൂരിയോസിറ്റി അതിലുണ്ടാവും. അതിൽ നിന്നാണ് വരുന്നത്. ചിലര് മിയർ ക്യൂരിയോസിറ്റിയിൽ ചെയ്യുന്നവരുണ്ട്, ഇതിലേക്കൊന്നും പോകാതെ തന്നെ. മറ്റേത് അങ്ങനല്ല, അവരുടെ പിന്നെ ലൈവ്ലിഹുഡുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ വരുന്ന ഒരു ക്യൂരിയോസിറ്റിന്ന് പ്രത്യേകിച്ച് റൂറൽ ഇന്നോവേഷൻസ് ഉണ്ടാവുന്നത്. മറ്റേത് നേരത്തെ സൂചിച്ച തീർച്ചയായിട്ടും നമുക്ക് എൻ്റർ ചെയ്യാവുന്ന ഏരിയകളാണ് അതെല്ലാം. ഇനി ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സുരേഷ് സുരേഷ് അല്ല, ഫാരി, ദർശന സെക്രട്ടറി, ഇത് ഇന്നത്തെ പരിപാടി ഒന്ന് ക്ലോസ് ചെയ്യൂ. ഫാരി മ്യൂട്ടാണ്, മ്യൂട്ട് മാറ്റി. എന്തായാലും ഇനി ചോദ്യങ്ങളൊന്നും ഇല്ലാന്ന് ഞാൻ വളരെ നീണ്ട നേരത്തെ ഒരു സെഷന് ശേഷം ഞാൻ കൂടുതൽ ഇല്ല. എന്തായാലും നമുക്ക് മുന്നോട്ടുള്ള വഴിയിൽ ഒരുപാട് നല്ല നിർദ്ദേശങ്ങളും ഒക്കെയാണ് വന്നിട്ടുള്ളത്. നല്ല സഹായിക്കുന്ന രീതിയിലുള്ള ഒരു ചർച്ചയാണ് നടന്നിട്ടുള്ളത്. അപ്പോ അത് നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത് ഇനി വരുന്ന സമിതിയും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇപ്പോ ഞാനിനി നന്ദി പ്രകാശിപ്പിക്കാവുന്നതാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ചെറിയാൻ എൻഡോമെന്റ് ടോക്ക് ആദ്യം സംസാരിച്ച പ്രൊഫസർ വി കെ രാമചന്ദ്രന് ദർശനയുടെ പേരിൽ കൂടെയുള്ള എല്ലാവരുടെയും പേരിൽ ഒരു നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ അദ്ദേഹത്തിന്റെ ഒരുപാട് അറിവുകൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസുകൾ നമ്മളുമായിട്ട് പങ്കുവയ്ക്കാൻ എത്തിയ IRTCയുടെ മേധാവി പ്രൊഫസർ മുസ്തഫ സാറിനെ ദർശനയുടെ പേരിൽ എല്ലാ നന്ദി അറിയിക്കുന്നു. കൂടാതെ നമ്മളുടെ ദർശനയുടെ ഈ രംഗത്തിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ബബീഷ് പ്രസാദ് അങ്ങനെയുണ്ട് ഇത്തരത്തില്, അതുപോലെ ഈ കാര്യങ്ങൾ ഇതിലെ ഈ ടോപ്പുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും നന്ദി അറിയിക്കുന്നു. ഇപ്പൊ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും
ദർശനയുടെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഓക്കെ, പ്രോഗ്രാം അവസാനിപ്പിക്കാമല്ലോ അല്ലേ കേട്ടാ? മുസ്തഫ മാഷിന്റെ വാട്സപ്പ് നമ്പർ ഷെയർ ചെയ്യുമെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. മാഷിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ. അല്ല, മാഷ നമ്പർ നിരഞ്ജന്റെ കയ്യിലും പിന്നെ മണിയുടെ കയ്യിലൊക്കെ ഉണ്ട്, നമുക്ക് ഘടിപ്പിക്കാം, കുഴപ്പമില്ല. അപ്പോൾ ശരി, മുസ്തഫ സർ വളരെ നന്ദി സമയം ചെലവഴിച്ചതിനും. നമുക്ക് ഇന്നത്തെ ഈ താങ്ക് യു. അപ്പൊ ഈ യോഗം പിരിച്ചുവിടാം. താങ്ക് യു.